ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ദ ഗ്രാൻഡ് ഡിബേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയുന്ന പോലെ ഇനി മുതൽ 7 ദിവസങ്ങൾ നമ്മൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന ദ ഗ്രാൻഡ് 24 ഡിബേറ്റ് ഇനി ആഴ്ചയിൽ 2 ദിവസങ്ങളായിരിക്കും. വീക്കെൻഡിൽ ശനിയും ഞായറും രാത്രി 7 മണി മുതൽ 9 മണി വരെ 2 മണിക്കൂർ ദൈർഘ്യത്തിലായിരിക്കും ഈ പരിപാടി സംപ്രേഷണം ചെയ്യുക. അപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ എന്ത് പരിപാടി എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 7 മണിക്ക് എൻകൗണ്ടറും രാത്രി 8:15 തമ്മിൽ എന്ന പരിപാടിയും സംപ്രേഷണം ചെയ്യും. 8 മണിക്ക് നിങ്ങൾക്ക് 24/24 എന്ന വാർത്താ പരിപാടിയും കാണാം. അപ്പോൾ മറക്കണ്ട, എല്ലാ വീക്കെൻഡിലും 2 ദിവസം രാത്രി 7 മണിക്ക് 2 മണിക്കൂർ ദൈർഘ്യത്തിൽ 24 ഗ്രാൻഡ് ഡിബേറ്റ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ ആഴ്ചയിലും കാണാൻ കഴിയും. ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വല്ലാത്ത ചൂടാണ്. അതുകൊണ്ട് ചൂടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, പാമ്പിൻ്റെ ശല്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് പാമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തും. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദ ഗ്രാൻഡ് 24 ഡിബേറ്റ് ആരംഭിക്കുന്നു. അതേപോലെ നമുക്കിനി നമ്മൾ ആരൊക്കെയാണ് നമ്മോടൊപ്പം അതിഥികളായി എന്നുള്ളത് വരുന്നു. ഹാഷ്മി താജ് ഇബ്രാഹിം, KR ഗോപികൃഷ്ണൻ, പി ദിലീപ് കുമാർ, തനേഷ് തമ്പി, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം അറിയാൻ ഇനി കേവലം 9 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ശക്തമായ മത്സരം നടന്നു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു 80-നടുത്തെത്തിയ പോളിംഗ് ശതമാനം. വിജയപ്രതീക്ഷ 3 മുന്നണികളും പങ്കുവയ്ക്കുന്നു. പല ആളുകളും UDF അധികാരത്തിൽ വരുമെന്ന് പറയുന്നു. അതിൽ LDF തന്നെ അധികാരത്തിൽ വരും, അവർക്കൊരു 3-ാം ഊഴം ലഭിക്കും എന്ന് പറയുന്നു. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ ചർച്ച ആരാകും അടുത്ത മുഖ്യമന്ത്രി? ഹാഷ്മി താജ് ഇബ്രാഹിം. അത് തന്നെയാണ് ചർച്ച എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ കൃത്യം 9 ദിവസമുണ്ട്. എന്താണ് കേരളത്തിന്റെ ജനവിധി എന്നറിയാൻ, ആരാണ് നമ്മളെ അടുത്ത് ഭരിക്കുന്ന അറിയാൻ, ആരാണ് നമ്മുടെ മുഖ്യമന്ത്രി ആകാൻ പോകുന്ന അറിയാൻ. പക്ഷേ 9 ദിവസമാകുമ്പോഴേക്കും ഏറ്റവും പ്രധാനപ്പെട്ട കോൺഫിഡൻസ് പ്രകടിപ്പിക്കുന്നത് അത് UDF തന്നെയാണ് ആദ്യം മുതൽ. അതുകൊണ്ടാണ് അവരുടെ മുഖ്യമന്ത്രി ചർച്ചകൾ കൂടുതൽ സജീവമാകുന്നത്. നമ്മൾ ഈ ദിവസങ്ങളിൽ കാണുന്നത് ഇപ്പോൾ ഇന്ന് ഏറ്റവും ഒടുവിൽ രമേശ് ചെന്നിത്തല അവിടെ പറഞ്ഞത്, ഞാൻ സൈക്കിൾ ചവിട്ടി താഴെത്തട്ടിൽ നടന്ന് പാർട്ടി കെട്ടിപ്പടുത്ത നേതാവാണ്, പൊട്ടി വീണ നേതാവല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും നേതാവാൻ എന്ന് പറയുന്നു. അതൊക്കെ അത് രമേശ് ചെന്നിത്തല പറഞ്ഞതിൽ തന്നെ കേരളത്തിൽ അറിയാവുന്ന കാര്യമാണ്. രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ പൈതൃകം അതൊക്കെ ഇപ്പൊ പറയുന്നതിനകത്ത് ഞാനിവിടെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് അതിലേക്ക് വരാം. ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിന് മുമ്പേ തുടങ്ങിയ മുഖ്യമന്ത്രി ചർച്ച ഇതാ ഫലം വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴും തുടരുന്നു എന്നുള്ളത് ഈ ചില കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ വല്ലാതെ നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, 3 പേരും അവരെല്ലാം പേരുകൾ ഇങ്ങനെ മുന്നോട്ട് വരുന്നതുകൊണ്ട് ചർച്ചകളും അവരെ ചുറ്റിപ്പറ്റി നടക്കുന്നു. പ്രചാരണങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നു, ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നതെല്ലാം ഉണ്ടാകുന്നു. നേതൃത്വം വിലക്കിയിട്ടും മുഖ്യമന്ത്രി ചർച്ച കോൺഗ്രസിൽ തുടരുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചില നിഷ്പക്ഷമതികൾ ചോദിക്കുന്നത്. ഫലം വന്നിട്ട് പോരെ ഈ പേക്കോലങ്ങൾ, ഈ കോപ്രായങ്ങൾ എന്നൊക്കെ പറയുന്നവരുണ്ട്. ഈ വിഷയത്തിൽ ഇതുവരെ ഉണ്ടായ ചില പ്രതികരണങ്ങളിലേക്ക് നമ്മളിന്ന് കടക്കുകയാണ്. നമ്മളൊരു മുഖ്യമന്ത്രിയുടെ ഒരു സ്ഥാനത്ത് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന കരുത്ത്, ടൈമിലി ഡിസിഷൻ, അങ്ങനെയൊക്കെ വരുന്ന ആളുകളാണ് ഇപ്പം നമുക്ക് ആവശ്യം. കാരണം മുഖ്യമന്ത്രിയുടെ പോസ്റ്റിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടി സീരിയസ് ആയി ആ വിഷയം ചർച്ച ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് അതെ, അതാണ് എൻ്റെ കാര്യം. മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നവർ നടത്തട്ടെ, എനിക്കതിനകത്ത് യാതൊരു താല്പര്യമില്ല. പാർട്ടി താല്പര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അത് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ ദിവസം നമ്മൾ സുപ്രഭാതത്തിൽ പൊട്ടിവിടണമെന്നുമല്ല. നമ്മളൊക്കെ ഒത്തിരി പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലേക്ക് വന്ന നേതൃനിരകളാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാ പഴയ തലമുറ എന്ന് പറയുന്നില്ല. ഓരോ ഘട്ടത്തിലും രാഷ്ട്രീയ രംഗത്ത് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ എഴുതിയ നേതാവാകാം. അന്ന് കഷ്ടപ്പെട്ട് നടന്നു, മണിക്കൂറുകൾ നടന്ന് സ്കൂളുകളിൽ പോയി കേസ് ഉണ്ടാക്കി, സൈക്കിളിൽ പോയി കേസ് ഉണ്ടാക്കി. ഞങ്ങളൊക്കെ സൈക്കിളിൽ പോയിട്ടാണ് KC യൂണിറ്റുകൾ ഉണ്ടാക്കുന്നത്. ആര് പറയണം ആര് പറയണ്ട എന്നുള്ളതൊന്നും തീരുമാനിക്കാൻ ഞാനാളല്ല. അതൊക്കെ നിയന്ത്രിക്കേണ്ട കാര്യമാണ്. അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ ഏതായാലും 4-ാം തീയതി കഴിഞ്ഞതിന് ശേഷം ഇക്കാര്യത്തിൽ അഭിപ്രായം പറയും. അഭിപ്രായമൊക്കെ എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. പക്ഷെ അത് പറയേണ്ട സമയത്തല്ല. ഇതിൻ്റെ ഒരു വാദം തുടങ്ങിയത്, അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം തുടങ്ങിയത് എറണാകുളത്തു നിന്നാണ്.
DCC പ്രസിഡന്റാണ് ആദ്യം പറയുന്നത്. അയാൾക്ക് പറയാൻ എന്ത് അർഹതയാണ്? ഞാൻ ചോദിച്ചേ, അപക്വമായ നടപടിയല്ലേ? അയാളുടെ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ ഈ വിവാദങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ചില സോഷ്യൽ മീഡിയ ഫേക്ക് അക്കൗണ്ടുകളിലൂടെയാണ് ചില പേരുകൾ പ്രചരിപ്പിക്കുന്നത്. അത് ശരിയല്ല, അതിലാരും കുടുങ്ങരുത്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അഭിപ്രായങ്ങളുണ്ടാകാം, വ്യത്യസ്ത പേരുകളുണ്ടാകാം. അതൊക്കെ തക്ക സമയത്ത് തക്ക വേദിയിൽ പറയുക. അതിന് മുൻപായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു ചർച്ചയിലേക്ക് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇപ്പോൾ നടക്കുന്ന ചർച്ചകളൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല. അത്തരം ചർച്ചകളൊക്കെ കേരളത്തിലുണ്ടാവും, അതങ്ങനെ നടക്കും. ഇപ്പോൾ നടക്കുന്ന ചർച്ച എന്ന് പറഞ്ഞാൽ കുറച്ച് ചർച്ച ചെയ്യുന്നതാണ്, കുറച്ച് നിങ്ങൾ ചോദിച്ചുണ്ടാക്കുന്നതാണ്. അതെല്ലാം കൂടിയാണത്. ഞങ്ങളതിൽ പങ്കെടുക്കേണ്ട എന്നാണ് തീരുമാനം. ഈ തെരഞ്ഞെടുപ്പിന് ഈ കടമ്പകൾ കടന്ന് ഒരു ഗവൺമെൻറ് രൂപീകരിക്കുന്നതിന് വേണ്ട ഘട്ടം എത്തുന്നതിന് മുമ്പ് തന്നെ ഈ കൂട്ടടിയാണെങ്കിൽ ഇത് മിക്കവാറും പിന്നീട് നടക്കാൻ വേണ്ടി പോകുന്നത് മാരത്തോൺ അടിയായിരിക്കും. അതിൻ്റെ ഒരു തർക്കമില്ല. ചുമ്മാ ഓരോരുത്തരും ഇവിടെ നിന്ന് കയറി ഡൽഹിക്ക് പോവുകയാണ്. ഡൽഹിക്ക് പോയിട്ട് കേരള ഹൗസിൽ കിടന്ന് ഉറങ്ങുകയാണ്. കേരള ഹൗസിൽ കിടന്ന് നല്ല കൂർക്കം വലിച്ച് ഉറങ്ങിയിട്ട് പറയുന്നത് ഞാൻ ഹൈക്കമാൻഡിനെ കാണാൻ വേണ്ടി പോയിരുന്നു. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഈ ആഴ്ചയിൽ പല ദിവസങ്ങളിലായി ഇന്നുൾപ്പെടെ വന്ന പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ അനവസരത്തിലാണ് ഈ മുഖ്യമന്ത്രി ചർച്ച. പ്രത്യേകിച്ച് ഇനി മെയ് 4-ാം തീയതി വോട്ട് എണ്ണാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുമ്പേ ആരാകണം മുഖ്യമന്ത്രി? ഇത്രയും കാലം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സജീവ ചർച്ച നടത്തിയ നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു ചർച്ച നടത്തുന്നതെന്നൊക്കെ ചോദിക്കുക സ്വാഭാവികമാണ്. ഞാൻ KR ഗോപികൃഷ്ണനിലേക്കും അതേപോലെ തനേഷ് തമ്പിയിലേക്കും B ദിലീപ്കുമാറിലേക്കും വാജ്പേയി താജ് ഇബ്രാഹിമിലേക്കും വരും. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്, അതുകൂടി പരിശോധിച്ചിട്ട് നമുക്ക് ഈ സംവാദത്തിലേക്ക് കടക്കാം. എറണാകുളം പുല്ലേപ്പടിയിൽ മാലിന്യ കൂമ്പാരത്തിൽ തീ പിടിച്ചു എന്നാണ് വാർത്ത. ഫയർഫോഴ്സ് എത്തിയപ്പോൾ തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ തൊട്ടടുത്ത അപ്പാർട്ട്മെന്റിലേക്ക് ആളുകളെ ഒഴിപ്പിച്ചുവെന്നും ഞങ്ങളുടെ പ്രതിനിധി ലിഡിയ ജേക്കബ് അവിടെ നിന്ന് പുല്ലേപ്പടിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ലിഡിയ, എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? വലിയ തീപിടുത്തമാണോ പുല്ലേപ്പടിയിൽ ഉണ്ടായിരിക്കുന്നത്? SKN വലിയൊരു തീപിടുത്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുകയാണ്. ഇപ്പോൾ പൂർണ്ണമായി തീ അണച്ചു എന്ന് പറയാനാവില്ല, പക്ഷേ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പുല്ലേപ്പടി, അതായത് എറണാകുളം പുല്ലേപ്പടി പാലത്തിന് തൊട്ട് താഴെയായി അടിയിലായാണ് വലിയൊരു തീപിടുത്തം ഉണ്ടായത്. ഈ ആക്രിക്കടയുടെ സമീപത്ത് ഈ മാലിന്യ കൂമ്പാരത്തിൽ, അതായത് മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് മാലിന്യത്തിലാണ് തീ പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പ്ലാസ്റ്റിക് അടക്കം മറ്റ് പുല്ലേപ്പടിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്ന് അവിടെ തൊട്ടടുത്ത അപ്പാർട്ട്മെന്റിലെ ആളുകളെയൊക്കെ ഒഴിപ്പിച്ചു എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. ലിഡിയ, ഇപ്പോൾ അതിൻ്റെ ദൃശ്യമാണ്, തത്സമയ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ഇവിടെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ലൈവായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം തീ പടർന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ എല്ലായിടവും പുക കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് ദൃശ്യങ്ങൾ നമ്മൾ വിളിച്ചു പറയുന്നത്. ലിഡിയ ജേക്കബ്, താങ്കൾ കേൾക്കാൻ കഴിയുമെങ്കിൽ ഒരിക്കൽ കൂടി. SKN വലിയ രീതിയിലുള്ള പുക ഉയർന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും പൂർണ്ണമായി അണച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാനാകില്ല. അതിനുള്ള പരിശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എറണാകുളം പുല്ലേപ്പടി പാലത്തിന്റെ തൊട്ട് താഴെയായി അടിയിലായാണ് ഇത്തരത്തിൽ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് വലിയൊരു തീപിടുത്തം ഉണ്ടായത്. പല വിധത്തിലുള്ള മാലിന്യങ്ങളുണ്ട്. ഈ കാർഡ്ബോർഡ് പേപ്പറുകളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കും മറ്റ് മാലിന്യങ്ങളും കൂട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അത് ആക്രിക്കടയ്ക്ക് തൊട്ട് മുമ്പിലുള്ള സ്ഥലമാണ്. ആ ഒരു പ്രദേശം മുഴുവനായും മാലിന്യ സാധനങ്ങൾ, ആക്രി സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു തീ പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തമായിരുന്നു ഉണ്ടായത്. ഇതിന്റെ തൊട്ടടുത്ത് ഈ ഹോസ്റ്റലുകളും കാര്യങ്ങളും അപ്പാർട്ട്മെന്റുകളും ഒക്കെയാണുള്ളത്. ഈ ഒരു ചെറിയൊരു മതിലിന്റെ വ്യത്യാസത്തിലാണ് ഈ ഹോസ്റ്റലുകളും അപ്പാർട്ട്മെന്റുകളും ഒക്കെ ഉള്ളത്. പക്ഷേ ഇത് ആദ്യഘട്ടത്തിൽ തന്നെ തീ കണ്ടെത്തി അത് ഫയർഫോഴ്സ് അടക്കം ഏറ്റവും പെട്ടെന്ന് ദ്രുതഗതിയിൽ ഇങ്ങോട്ടേക്ക് എത്തി തീ അടയ്ക്കാനുള്ള നടപടികളും കാര്യങ്ങളും ഒക്കെ ആരംഭിച്ചതിനെ തുടർന്ന് വലിയ അപകടമില്ലാതെ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. എന്തായാലും നിലവിൽ അപ്പാർട്ട്മെന്റിലെ ഹോസ്റ്റലിലെ ആളുകളെയൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് അപകടങ്ങളോ മറ്റ് പരിക്കുകളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ പാലത്തിന് മുകളിലൂടെ പോയ നാട്ടുകാരാണ് ഇത്തരത്തിൽ പുക ഉയരുന്നത് ആദ്യം കണ്ടത്. തുടർന്ന് തൊട്ടടുത്തുള്ള ഫയർ സ്റ്റേഷനിൽ വിവരമറിയിക്കുകയും ഉടനടി ഫയർഫോഴ്സ് എത്തുകയുമായിരുന്നു. ഇപ്പോൾ നിലവിൽ 4 യൂണിറ്റ് ഫയർഫോഴ്സാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അവർ ആദ്യഘട്ടം മുതൽ തീയണയ്ക്കാനുള്ള പരിശ്രമത്തിലാണ്. പക്ഷേ ഇപ്പോഴും പുകയും തീയും ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കിയിട്ടുണ്ട്. അത് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട് എന്ന് പറയാനാവില്ല. പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന സാധനങ്ങളാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അടിയിൽ നിന്നായി തീ പടർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്.
വലിയ പുകയും കാര്യങ്ങളും ഒക്കെയാണ് ഉയരുന്നത്. മാത്രമല്ല ഈ സമീപത്ത് പ്രത്യേകിച്ച് പുല്ലേപ്പടി റോഡ് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് ഈ സമയത്തുള്ള ഒരു റോഡ് കൂടിയാണ്. ആ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു തീപിടുത്തമുണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കം സമീപത്തുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പോലീസ് എത്തി ഗതാഗത ക്രമീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇങ്ങോട്ടേക്ക് എത്താൻ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഈ 4 ഫയർ സ്റ്റേഷൻ പുല്ലേപ്പടിയിൽ തീപിടുത്തം ഉണ്ടായി എന്നുള്ളതാണ് ലിഡിയ ജക്കോബ് റിപ്പോർട്ട് ചെയ്യുന്നത്. വല്ലാതെ പുകച്ചുരുളിൽ ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു ലിഡിയയ്ക്ക് ആദ്യം സംസാരിക്കാൻ കഴിയാതെ പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. എന്താ കാര്യങ്ങളൊക്കെ നിയന്ത്രണ വിധേയമാണ്. ഇപ്പോൾ അവിടുത്തെ പൂർണ്ണമായും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുല്ലേപ്പടിയിലെ മാലിന്യ കൂമ്പാരത്തിനാണ് തീ പിടിച്ചത്. എന്തായാലും കാര്യങ്ങളൊക്കെ അണ്ടർ കൺട്രോളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗോപികൃഷ്ണൻ, നമ്മൾ നമ്മുടെ സംവാദത്തിലേക്ക് വരുന്നു. ശരിക്കും യഥാർത്ഥത്തിൽ ഈ സാധാരണ ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ മനസ്സിൽ ഒരു സംശയം ഉളവട്ടും. അതായത് മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ ഈ റിസൾട്ട് വരാൻ പോകുന്ന സമയത്ത് ഒരു ആക്രാന്തം പോലെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ഈ കിടമത്സരം, ഈ ചക്രത്തി പോരാട്ടം എന്തിന് എന്നവർ ചോദിക്കുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പുതിയ കാര്യവുമല്ല. ഇതിനു മുൻപും നമുക്കറിയാം, കെ കരുണാകരൻ ലീഡറായി നിന്ന സമയത്തും അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പദം നഷ്ടപ്പെട്ടതും പിന്നീട് AK ആന്റണി അധികാരത്തിൽ വന്നതും അദ്ദേഹത്തിന് പിന്നീട് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി വഴിമാറി കൊടുക്കേണ്ടി വന്നതും അങ്ങനെ തർക്കങ്ങളും കുതികാൽ വെട്ടും പിന്നാമ്പുറത്തുള്ള കുത്തുമൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ചരിത്രത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷേ SK ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു രംഗം നമുക്ക് ഓർക്കാം. അത് രാഹുൽ ഗാന്ധി ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി വന്നപ്പോൾ അദ്ദേഹം വേദിയിൽ ഈ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഒരു ഭാഗം പറഞ്ഞു, ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ നേതാക്കൾക്ക് വേണ്ടിയല്ല, എന്റെ മുന്നിലിരിക്കുന്ന ജനങ്ങളോടാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കേരളത്തിലെ 2 സ്വഭാവത്തിലുള്ള നൃത്തങ്ങളെ കുറിച്ച് പറഞ്ഞു, നൃത്തരൂപങ്ങളെ കുറിച്ച്. ഒന്ന് സംഘനൃത്തം, മറ്റൊന്ന് സോളോ ഡാൻസ്. സംഘനൃത്തം കൂടുതൽ ആളുകൾ ഒരേ സമയം വേദിയിൽ ഒരേ താളത്തിൽ നൃത്തം ചെയ്യുന്നതാണ്. സോളോ നൃത്തം ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതുമാണ്. കേരളത്തിലെ UDF നേതാക്കളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു സംഘനൃത്തമാണ്, അതല്ലാതെ ഒരു സോളോ നൃത്തമല്ല എന്ന് നേതാക്കളെ മുന്നിലിരുത്തി അവർക്കൊരു ക്ലാസ് കൊടുത്തിരുന്നു രാഹുൽ ഗാന്ധി. അവർക്കൊരു ട്രെൻഡ് സോളോ കളിക്കാനാണ്. അതായത് അത് അവർ പറഞ്ഞ് മനസ്സിലാക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ചെയ്തു. പക്ഷെ അതൊക്കെ നേതാക്കൾ മറന്നിരിക്കുന്നു. അവരിപ്പോൾ സോളോ നൃത്തത്തിലേക്ക് മാറിയിരിക്കുന്നു. 3 ആർമികൾ ഏറ്റുമുട്ടുന്നതാണ് ഇന്ന് കേരളത്തിൽ നമ്മൾ കാണുന്നത്. ഒന്ന് KC ആർമി, ഒന്ന് VD ആർമി, പിന്നെ ഒന്ന് RC ആർമി. 3 ആർമികൾ. കുമാർ, എന്തായാലും KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ പാരമ്പര്യം അനുസരിച്ച് ഈ വിലക്കൊന്നും കാര്യമായിട്ട് ഫലിക്കാറില്ല. ഈ ഇദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് വിലക്കിന്റെ ഒരു ഭാവി എന്തായിരിക്കും? SK ഇത്തരം വിലക്കുകളൊക്കെ കോൺഗ്രസിൽ പലപ്പോഴും പല വിലക്കുകൾ പാർട്ടിയെ സെമി കേഡർ സംവിധാനത്തിലേക്ക് മാറ്റും എന്നൊക്കെ അവകാശപ്പെട്ടിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റുമാരുണ്ട്. അത് ഈ അച്ചടക്ക നടപടി എന്ന് പറയുന്നത് അതിൻ്റെ പ്രാദേശിക തലത്തിൽ വരെ, ബൂത്ത് തലത്തിൽ വരെ ഇത്തരത്തിലുള്ള ഭീഷണികൾ പലപ്പോഴും അതിൻ്റെ നേതാക്കൾ ഉയർത്താറുണ്ട്. പക്ഷേ കോൺഗ്രസ് അതെല്ലാം ലംഘിച്ചിട്ട് കോൺഗ്രസ് നേതാക്കൾ പിന്നീട് വന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ പാർട്ടിയാണ്, അത് ഈ പാർട്ടിയിൽ ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട് എന്ന് നേതാക്കൾ. അതെ, പാർട്ടി അച്ചടക്കം ലംഘിക്കുകയും അതിന് നൽകുന്ന ന്യായീകരണം പിന്നീട് ഇങ്ങനെ ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ് എന്ന് പറയുകയും ചെയ്യുകയാണ് സാധാരണഗതിയിൽ കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഇപ്പോഴേ തന്നെ, അതായത് വിധി ആർക്കനുകൂലമാകും എന്നൊന്നും ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല, പക്ഷേ വോട്ട് എണ്ണിയിട്ടില്ല. പക്ഷേ അപ്പോഴും കോൺഗ്രസിൽ ഇപ്പോൾ ആരായിരിക്കും ക്ലിഫ് ഹൗസിലേക്ക് വരാൻ പോകുന്നത് എന്ന തരത്തിലുള്ള ചർച്ച. 1-ാം നമ്പർ, ഇപ്പോൾ ആ നമ്പറിന് പ്രസക്തിയില്ല, എന്നാൽ പോലും ഈ സ്റ്റേറ്റ് കാറിന്റെ ഉടമസ്ഥൻ കെ മുരളീധരൻ പറഞ്ഞു, നിയന്ത്രിക്കേണ്ടവർ നിയന്ത്രിക്കണം എന്ന് കെ മുരളീധരൻ പറഞ്ഞു ഒരു ഘട്ടം. അതെ അതെ. ഓക്കെ, തനീഷ് തമ്പി, ശരിക്കും നമ്മളിപ്പോൾ ഒരു പരീക്ഷ എഴുതാൻ പോയി കഴിയുമ്പോൾ നമ്മൾ എത്ര ഇപ്പം ഫസ്റ്റ് റാങ്ക് കിട്ടുന്ന വിദ്യാർത്ഥിയായാലും ഒരു സംശയത്തിന്റെ ആനുകൂല്യം എപ്പോഴും കിടക്കും, തോറ്റുപോയാലോ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സംശയമേ ഈ നേതാക്കന്മാർക്കില്ലെന്ന് നമുക്ക് മനസ്സിലായി. ഈ വോട്ട് ചെയ്തവർക്ക് മാത്രമേ സംശയമുള്ളൂ. സംശയം ഇല്ലാത്തത് ഇത് ആദ്യമല്ല. 2021 ഒരു സംശയമില്ലായിരുന്നു. രമേശ് ചെന്നിത്തല അന്ന് മുഖ്യമന്ത്രി. ഇതിനകത്ത് ഒരു അർദ്ധഗർഭമായ മൗനം പിണറായി അവലംബിക്കുന്നു. അത് കാണുമ്പോൾ പേടിയാവുന്നുണ്ട്. LDF പൊതുവിൽ വിജയപ്രതീക്ഷ അങ്ങനെ പങ്കുവെക്കുകയോ അമിതമായിട്ട് സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അതേസമയത്ത് കോൺഗ്രസ് ക്യാമ്പിനകത്ത് ഇത്തരത്തിലുള്ള ചർച്ചകൾ കൊഴുക്കുന്നു. ഇതിനകത്തൊരു രസകരമായ കാര്യം, നമുക്ക് പരിഹാസത്തോടു കൂടി ഓർക്കാൻ അവകാശമുള്ള ഒരു കാര്യം, 2021 രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവുന്നു. അദ്ദേഹത്തിന് ഒരു IAS-കാരനായിട്ടുള്ള പ്രൈവറ്റ് സെക്രട്ടറിയെ തീരുമാനിക്കുന്നു. ക്യാബിനറ്റിൽ ആരൊക്കെ വേണം തീരുമാനിക്കുന്നു. ബോർഡ് കോർപ്പറേഷനുകളിൽ ആരൊക്കെ വരണം, ഏതൊക്കെ ഗ്രൂപ്പുകൾ വേണമെന്ന് ഈ ബോർഡ് കോർപ്പറേഷനുകൾ. അതോടൊപ്പം തന്നെ പേഴ്സണൽ സ്റ്റാഫിൽ ആരൊക്കെ വേണമെന്ന് തീരുമാനിക്കുന്നു. ഇതൊക്കെ തീരുമാനിച്ചു വെച്ചിരുന്നു.
പക്ഷേ ഫലം വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? കോൺഗ്രസ് ചിത്രത്തിലില്ലാത്തൊരു സാഹചര്യം കേരളത്തിൽ രൂപപ്പെട്ടു. അതുകൊണ്ട് ഇത്ര അധികം ആത്മവിശ്വാസം വേണ്ടതുണ്ടോ കോൺഗ്രസേ എന്ന് ചോദിക്കുന്നു. അതിനകത്ത് അന്ന് എക്സിറ്റ് പോൾ, ഒപ്പീനിയൻ പോൾ ഒക്കെ വന്നപ്പോൾ അന്ന് ഇടതുമുന്നണിയുടെ തുടർഭരണമായിരുന്നു പ്രവചിക്കപ്പെട്ടിരുന്നത്. അന്ന് കോൺഗ്രസ് നേതാക്കൾ അന്നത്തെ മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിക്കുകയും ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം എന്ന് ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വന്നതൊക്കെ നേരെ തിരിച്ചായിരുന്നു. ഇടതുമുന്നണിയുടെ അതൊന്നും ചെറിയ വിജയമായിരുന്നില്ല. എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കണ്ണൂരിൽ നിന്ന് കെ സുധാകരനാണ് ആദ്യം വെടിപൊട്ടിച്ചെന്ന് തോന്നുന്നു. ആര് മുഖ്യമന്ത്രിയാകണം എന്ന് പേരെടുത്ത് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം തന്നെ അതിൽ ചൂടുമാറ്റം നടത്തി. അപ്പം എന്തായിരിക്കാം ഷിയാസിന് അതിന് അർഹത എന്ന് കോഴിക്കോട്ടെ MP ചോദിക്കുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഷിയാസ് ചോദിച്ചു, ഷിയാസിന് വ്യക്തമായ ലക്ഷ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരുപക്ഷെ കണ്ണൂർ സുധാകരൻ പൊട്ടിച്ച വെടിയാണ് ഒരു വെടിയായിട്ട് ആൾക്കാർക്ക് തോന്നിയത്, നന്നായിട്ട് പൊട്ടി. അത് പൊട്ടിയതിന്റെ പുക തീരുന്ന മുമ്പ് അദ്ദേഹം അടുത്ത അമിട്ട് പൊട്ടിച്ചു. അതായത് അതുവരെ സൈബർ അണികൾക്കിടയിൽ മാത്രം നടന്ന ചർച്ച ഈ പറയുന്ന രീതിയിൽ ഒരു വേറെ തലത്തിലേക്ക്, വേറെ മാനത്തിലേക്ക് വരുന്നത് കേസ് തന്നെ, നോ ഡൗട്ട്. ഇവിടെ നേരത്തെ എല്ലാവരും പറയുന്നത് പോലെ ഇവിടെ ജനവിധി വന്നതിന് ശേഷം ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള ചർച്ചയാണ് അഭികാമ്യം, അതാണ് ഫെയർ. പക്ഷേ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് അടിയുറച്ച് അവർ വിശ്വസിക്കുന്നു. അവർ ഈ ജനവിധി അവർക്ക് അനുകൂലമാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞു ഞങ്ങൾ 100% മുകളിൽ പോകും. പക്ഷേ ഇലക്ഷൻ കഴിയുമ്പോൾ അത് തന്നെ പറയുകയാണ്, അതൊരു കോൺഫറൻസിന്റെ സൂചനയാണ്. അല്ല, ഇലക്ഷൻ കഴിഞ്ഞിട്ട് അത് കിടക്കുകയും ചെയ്യുന്നു. അത് കിടക്കുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ 100 സീറ്റ് മുകളിൽ സീറ്റ് പറയണം. അത് കോൺഗ്രസിന്റെ ഉറച്ച കോൺഫറൻസ് ആണ്, രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക്. ആ കോൺഫറൻസ് നമ്മുടെ ആരുടെയും കോൺഫറൻസ് ആവേണ്ടതില്ല. CPM-ന്റെ ഏതെങ്കിലും തരത്തിൽ അവർ തോക്കുമോ എന്ന് ഭയമാകേണ്ടതില്ല. കോൺഗ്രസ് ഒരു പാർട്ടി എന്നുള്ളത് അവർ ജയിക്കുമെന്ന് ഉറച്ച് പറയാം. ഇപ്പോൾ 2024 കാര്യം എടുക്കുകയാണെങ്കിൽ അന്ന് യഥാർത്ഥത്തിൽ ഇതുപോലെ ചർച്ച ഉണ്ടായിരുന്നു ഇല്ല. അന്ന് ആ കോൺഫറൻസ് ആർക്കാതെ രമേശ് ചെന്നിത്തല യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല മാത്രമേ ഉള്ളൂ. അതിൽ കാരണം എന്താണ്? അതിൽ തൊട്ടു മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF വലിയ വിജയം നേടി. പുറത്തു വന്ന എക്സിറ്റ് പോളുകളിലൊക്കെ ഒട്ടുമിക്ക എല്ലാ എക്സിറ്റ് പോളുകളിലും അന്ന് തുടർഭരണം പ്രവചിച്ചാണ്. അതുകൊണ്ട് അന്നത്തെ മൂഡ് എന്താണ്? അന്ന് തുടർഭരണത്തിന് മൂഡ് തന്നെയാണ്, നോ ഡൗട്ട്. അന്ന് കോവിഡ് കാലമാണ്, ഇതുപോലെ സാഹചര്യമേ അല്ല. പോട്ടെ, വേറെ കാര്യം. അങ്ങനെ ഞങ്ങൾ അധികാരത്തിലേക്ക് എത്തും എന്ന് ഉറപ്പിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിക്കകത്ത് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള പല മുഖങ്ങൾ, അവർക്കിടയിലെ വിയോജിപ്പുകൾ, അവർ ഞങ്ങൾക്ക് മുഖ്യമന്ത്രി ആവണമെന്ന ആഗ്രഹത്തിൽ എന്താണ് തെറ്റെന്താണ്? ഇത്ര വലിയ മഹാപരാധമായും ഇത്ര വലിയ എന്നാൽ ചക്രത്തി പോരാട്ടമായും കസേരയിൽ ചിത്രീകരിക്കേണ്ട കാര്യം എന്താണ്? ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ ഒരു മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരാൾ പറഞ്ഞാൽ അത് തന്നെ കേൾക്കുന്ന തിരുവായ്ക്ക് എതിർവായില്ലാത്ത കേഡർ സംവിധാനമാണ് എന്തോ മെച്ചപ്പെട്ട മികച്ച സംവിധാനം എന്ന് നമ്മുടെയൊക്കെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. ഇത് മാരക പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ അതൊരു മാരക പ്രശ്നമല്ല. യഥാർത്ഥത്തിൽ ഈ പറയുന്ന രീതിയിലുള്ള ചർച്ചകൾ ഈ ആദ്യഘട്ടത്തിൽ സൈബർ മീഡിയ മാത്രമല്ല, സൈബർ മീഡിയയിൽ ഈ പറയുന്ന പോലെ എന്റെ നേതാവ് മുഖ്യമന്ത്രിയാണെന്ന് ആഗ്രഹം അവർ പറയുന്നു, അതിനെതിർത്ത് പറയുന്നു, അങ്ങനെ ചർച്ചകൾ നടക്കുന്നു. ചർച്ച നടക്കണം. നമ്മുടെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമല്ല, അത് കോൺഗ്രസിനകത്ത് വ്യവസ്ഥാപിതമായ ഒരു രീതിയുണ്ട് എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത്. അത് തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ ഭൂരിപക്ഷം ആളുകൾ ആരെയാണോ അംഗീകരിക്കുന്നത് അയാളാണ് മുഖ്യമന്ത്രി ആകേണ്ടത്. വ്യവസ്ഥാപിതമായ പാർട്ടി സംവിധാനത്തിന്റെ രീതിയാണ്. പിന്നെ അത് നമ്മുടെ മൈൻഡ് സെറ്റിന്റെ പ്രശ്നമൊന്നുമല്ല. ആണ് ഞാൻ പറയാൻ. ഈ കോൺഗ്രസ് അതിന്റെ പാർട്ടിയുടെ ചരിത്രം മുതൽ തന്നെ ആദ്യം മുതൽ ഇങ്ങനെയാണേ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞോട്ടെ, ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ തീരുമാനിക്കാനുള്ള 1937 ആണോ? 37 അതിൽ ഗാന്ധിജിയുടെ കാൻഡിഡേറ്റിനെ തോൽപ്പിച്ച പ്രസ്ഥാനമാണ് അന്ന് സുഭാഷ് ചന്ദ്രബോസ് ആയതാണ്. അതായത് മഹാത്മാഗാന്ധിയുടെ കാൻഡിഡേറ്റ് തോൽപ്പിച്ചു. രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ആരാവണം? ജവഹർലാൽ സർദാർ പട്ടേൽ ആവണോ? ഞാൻ പറഞ്ഞു പൂത്തേക്കോട്ടെ. രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ആര്? അത് നെഹ്റു ആണോ പട്ടേലാണോ എന്നാൽ വലിയ തർക്കം ഉണ്ടായി. വലിയ തർക്കവും വലിയ ഏറ്റുമുട്ടലും ഉണ്ടായി. അതിനുശേഷം ഏറ്റുമുട്ടത്തോടും അവിടെ നിന്ന് ഇങ്ങോട്ട് ആ പാർട്ടിയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം ചരൺ സിംഗ് ചന്നിയുടെ കാര്യത്തിൽ പഞ്ചാബിൽ, ഇപ്പം റോസയുടെ കാര്യത്തിൽ ആന്ധ്രയിൽ, ഈ പറയുന്ന പല സംസ്ഥാനങ്ങളിൽ പാളിയിട്ടുണ്ട്. പക്ഷേ ഈ പാർട്ടിയോട് ഇതുവരെയുള്ള ഇതുവരെ ചരിത്രം എടുത്താൽ ആ പാർട്ടി അങ്ങനെ തന്നെയാണെന്നേ. തെറ്റിദ്ധരിപ്പിക്കലാണ്. അങ്ങനെയല്ല ഞാൻ പറയാം. അതായത് ഇത്തരം ചരിത്ര സന്ദർഭങ്ങളെ നമ്മൾ ഈ ഇപ്പോൾ നടക്കുന്ന ഈ ചക്രത്തി പോരാട്ടം എന്ന് തന്നെ പറയാവുന്ന ഒരു സാഹചര്യവുമായി ചേർത്ത് വെച്ച് അവതരിപ്പിക്കുന്നത് തെറ്റിദ്ധാരണ ജനകമാണ്. അതിന് ഞാൻ കാരണം പറയാം. കാരണം ഇവിടെ നടക്കുന്നത് ഞങ്ങളാണ് കൂടുതൽ, ഞാനാണ് കൂടുതൽ മികച്ചത് എന്ന് കാണിക്കാൻ വേണ്ടി ശ്രമമാണ് ഒരു ഭാഗത്ത്. രണ്ടാമത് കാശ് കൊടുത്തിട്ടുള്ള പേയ്മെന്റ് നടത്തി അല്ല, അതെങ്ങനെ വേറെ കാര്യം? രമേശ് ചെന്നിത്തല മുഴുവൻ AI വീഡിയോ ഇറങ്ങുന്നു. KC വേണുഗോപാലിന്റെ അദ്ദേഹത്തിന്റെ പാരമ്പര്യം പറയുന്ന പുസ്തകം പുറത്തിറങ്ങുന്നു.
അതെന്താണ് പിഴവ്? അത് ചരിത്ര മുഹൂർത്തവുമായി ഞാൻ ബന്ധപ്പെടുത്തി നല്ല ഹാഷ്മി മുഖ്യമന്ത്രിയാണെന്ന് അവതരിപ്പിക്കുന്നത് തെറ്റിദ്ധാരണാജനകമാണ്. KR ഗോപികൃഷ്ണൻ, അങ്ങനെയല്ല, ഞാൻ അങ്ങനെയല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രിയാണെന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന പോലെ മഹാപരാധമല്ല. ഇത് ആഗ്രഹിക്കുകയല്ല. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഇത് ആഗ്രഹിക്കുകയല്ല. അത് മഹാപരാധമല്ല. ഇത് ആഗ്രഹമല്ല. അതിന് ഞാൻ ഇത് ചരട് വലിയാണ്. ഞാൻ പറഞ്ഞു ഇത് ചരട് വലിയാണ്. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അതിന് ഞാൻ എന്താണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഞാൻ യോഗ്യനാണ് എന്ന് പറയുന്നത് എന്താ പിഴവെന്താ? യോഗ്യനാണെന്ന് ഒരു പാർട്ടിയല്ലേ തീരുമാനിക്കുന്ന അത് പറഞ്ഞ പിഴവെന്താണ്? പറയുകയല്ലോ. ഇത് ചരട് വലിക്കുകയാണല്ലോ. ഇത് ചരട് വലിക്കുകയാണ്, പറയുകയല്ല. അപരാധം എന്താ? ആരാ പറയുന്നത്? ആരെങ്കിലും പറഞ്ഞോ? ചെന്നിത്തല പറഞ്ഞോ ഞാൻ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ? ആര് പറഞ്ഞു? പറയണം. KC വേണുഗോപാൽ പറഞ്ഞു. ആരും പറഞ്ഞില്ലല്ലോ. ആർഷ്മിയല്ലേ ഇവിടെ പറയുന്നത്? ആരും പറഞ്ഞില്ല. ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടില്ല ഞാൻ മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണ്. KC വേണുഗോപാൽ പറഞ്ഞിട്ടില്ല. ഇവരൊക്കെ ചരട് വലിക്കുകയാണ്. ആരും പറഞ്ഞിട്ടില്ല. ചരട് വലി ആയിക്കോട്ടെ, ചരട് വലി ആയിക്കോട്ടെ. ഞാൻ പറയാണ് അതാണ് പ്രശ്നം. ഞാൻ പറയട്ടെ, അതാണ് പ്രശ്നം. അതിന്റെ ഗാന്ധിയും അതിന്റെ ഗാന്ധിയുടെ പറയേണ്ട കാര്യമില്ല. ചരിത്രം പറയുന്നത് എന്ന് പറഞ്ഞാൽ ശ്രീ ഗോപികൃഷ്ണൻ ആഗ്രഹിക്കുന്നത് പോലെ CPM പോലും പാർട്ടി, കോൺഗ്രസ് ആയിട്ട് 2 പാർട്ടി, ഒരു പാർട്ടി പോരെ, ഒറ്റ പാർട്ടി പോരെ. ഞാൻ നിരീക്ഷകനല്ലേ, ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒറ്റ പാർട്ടി പോരെ. ഞാൻ പറയാൻ ഇവിടെ പിന്നെ ഹാഷ്മിയും ഗോപികൃഷ്ണനും ഒക്കെ പറയുന്നത് അതിൽ നിന്നൊരു വ്യത്യസ്തമായ കാര്യമാണ്. കാരണം ഇതൊക്കെ ഒരു ജനാധിപത്യ പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഈ ഹാഷ്മി പറഞ്ഞതൊക്കെ അംഗീകരിക്കാം. ഇതിൽ ജനാധിപത്യം മാത്രമല്ല, ഇതിൽ ഹൈക്കമാൻഡിന്റെ നിലപാട് വളരെ നിർണായകമാണ്. അത് നമ്മൾ പല സംസ്ഥാനങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. സാധാരണഗതിയിൽ കഴിഞ്ഞ തവണ തന്നെ 2021 പ്രതിപക്ഷ നേതാവായിട്ട് അതുവരെ സർക്കാരിനെതിരെ വലിയ പോരാട്ടം നടത്തുകയും പല കേസുകൾ, പല വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുള്ളത് രമേശ് ചെന്നിത്തലയായിരുന്നു. 2021 അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കുന്നത് സംബന്ധിച്ച് മല്ലികാർജ്ജുൻ ഖർഗെ ഇവിടെ വന്നു, MLA-മാരെ കണ്ടു, അഭിപ്രായം തേടി. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകും എന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോഴാണ് അദ്ദേഹം ഈ അഭിപ്രായമെല്ലാം വാങ്ങി ഡൽഹിയിലേക്ക് പോകുന്നു. ഡൽഹിയിൽ ചെന്നതിന് ശേഷം തീരുമാനം മാറുന്നു. അന്ന് KC വേണുഗോപാൽ VD സതീശനെ പിന്തുണയ്ക്കുന്നു. VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നു. ഇത് പല സംസ്ഥാനങ്ങളിലും, അതായത് ഇപ്പോൾ കർണാടകയിലേക്ക് നോക്കൂ. കർണാടകയിൽ DK ശിവകുമാറിനെ മുൻനിർത്തിയായിരുന്നു പോരാട്ടം കോൺഗ്രസ് നടത്തിയത്. അദ്ദേഹം പക്ഷേ അവിടെ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടി അധികാരത്തിലെത്തുന്ന സമയമായപ്പോൾ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കി. കാരണം അദ്ദേഹം ഒരുപക്ഷെ കോൺഗ്രസ് പിളർത്തിക്കൊണ്ടുപോകും എന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് അങ്ങനെ എടുത്തത്. തെലങ്കാനയിൽ അവിടെ അത് വലിയ പദയാത്ര നടത്തിയിട്ടുള്ള, സംസ്ഥാനത്ത് കോൺഗ്രസിന് ഒരു പുതുജീവൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദയാത്ര നടത്തിയ നേതാവാണ് മല്ലു ഭട്ടി വിക്രമാർക്ക. അദ്ദേഹം ആ തെലങ്കാന സംസ്ഥാനത്തുടനീളം നടന്ന് പ്രചാരണം നടത്തി. അന്ന് PCC പ്രസിഡന്റ് ഉത്തം കുമാർ റെഡ്ഡിയാണ്, പക്ഷേ മുഖ്യമന്ത്രിയായിട്ട് വന്നത് രേവന്ത് റെഡ്ഡിയാണ്. അത് ഹിമാചൽ പ്രദേശിൽ പ്രതിപക്ഷ നേതാവായിരുന്ന മുകേഷ് അഗ്നിഹോത്രിയാണ്. അവിടെ PCC പ്രസിഡന്റായിരുന്നത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന വീരഭദ്ര സിംഗിന്റെ ഭാര്യ പ്രതിഭ സിംഗ് ആണ്. അവിടെ പക്ഷേ നിരീക്ഷകരെത്തുന്നു ഭൂപേഷ് ബാഗൽ, പഴയ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. അദ്ദേഹം ഹിമാചൽ പ്രദേശിൽ നിരീക്ഷകനായി എത്തുന്നു, ഷിംലയിലെത്തുന്നു. MLA-മാരുടെ അഭിപ്രായം അദ്ദേഹം കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രതിഭ സിംഗിന്റെ അനുയായികൾ അദ്ദേഹത്തെ അവിടെ ഹോട്ടലിൽ തടഞ്ഞതും ഘെരാവോ ചെയ്തതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ മുഖ്യമന്ത്രിയായിട്ട് വന്നതാരാണ്? സുഖ്വീന്ദർ സിംഗ് സുഖു. അത് രാഹുൽ ഗാന്ധിയുമായുള്ള അടുപ്പമാണ് ഈ സുഖ്വീന്ദർ സുഖുവിനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് പിന്നിൽ എന്ന ആരോപണവും അങ്ങനെ ഉയർന്നതാണ്. അങ്ങനെ ഈ തീരുമാനങ്ങളൊക്കെ ഇതുണ്ടെങ്കിലും, ഈ ജനാധിപത്യം നമ്മൾ പറയുമെങ്കിലും, ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഘടന പ്രകാരം ഹൈക്കമാൻഡിന് ഇക്കാര്യത്തിൽ ഒരു നിർണായക റോളുണ്ട്. ഇത് നമ്മൾ സ്ഥിരമായി പറയുന്നതാണ്. ഈ ജനാധിപത്യ പാർട്ടിക്കകത്ത് ഇത് ജനാധിപത്യമല്ല, ഇത് ജനാധിപത്യത്തിന്റെ അകത്ത് വരുന്നല്ല, ഇത് ഡെമോക്രസിയുടെ ഭാഗമായിട്ട് വരുന്ന സംവിധാനമല്ല. ഇതിനകത്തുള്ള ചക്കളത്തി പോരാട്ടം തന്നെയാണ്. ജനാധിപത്യ സംവിധാനം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കകത്ത് ഘടനയുണ്ട്. ഒരു ബ്രേക്ക് എടുക്കാൻ നേരം നമുക്ക് ചർച്ചയിലേക്ക് മടങ്ങി വരാം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ ഇത് മണിയുടെ 12K വിസ്താര സ്റ്റുഡിയോയിൽ നിന്നാണ് ഈ സംപ്രേഷണം ലൈവായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ മുഖ്യമന്ത്രി ചർച്ച, അതായത് അടുത്ത മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ആര് മുഖ്യമന്ത്രിയാകണം എന്ന് ചർച്ച ചെയ്യുന്നതിന് പകരം അഡ്വാൻസായി കേരളത്തിൽ ചർച്ച നടക്കുന്ന സാഹചര്യത്തിൽ ആരാകണം അടുത്ത മുഖ്യമന്ത്രി എന്ന ചർച്ചയുടെ സാങ്കത്യമാണ് നമ്മൾ പരിശോധിക്കുന്നത്. എനിക്ക് തോന്നുന്നത് സംസാരിച്ചുകൊണ്ടിരുന്നത് ഗോപികൃഷ്ണൻ, തനേഷ് തമ്പി ദിലീപ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും തനേഷ് തമ്പിക്ക് എന്തോ ഒരു കാര്യം സാധാരണ ഗതിയിൽ അല്ലാത്തത് പറയൂ തമ്പി. SK നേരത്തെ ഹാഷ്മി പറഞ്ഞു 2021 രമേശ് ചെന്നിത്തല അല്ലാതെ മറ്റൊരു പേര് വന്നില്ലല്ലോ എന്ന്. അതെന്താ? അന്ന് രമേശ് ചെന്നിത്തലേ ഉള്ളൂ. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് 5 വർഷം പ്രതിപക്ഷ നേതാവായി UDF-നെ പറയേണ്ട കാര്യമില്ല. അവിടെ ഇപ്പോഴല്ല, ഇപ്പോഴങ്ങനെ
ഇപ്പൊ 5 വർഷം ഇപ്പോഴങ്ങനല്ല ഈ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല അപ്പുറത്തുണ്ട്, സമാന്തര പ്രതിപക്ഷ നേതാവായിട്ട് ഡൽഹിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് അല്ല ഇവിടെ കെ സി വേണുഗോപാലുണ്ട്. ഞാൻ ഇവിടെ തോക്കുന്നാണെങ്കിൽ സ്വാഭാവികമായിട്ട് വീടി എന്നവർ ഇരിക്കല്ലോ. ഈ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അന്നും ചർച്ചയുണ്ടായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ചുള്ള ചർച്ചയല്ല, മന്ത്രിമാരുടെ ആകെ ചെന്നിത്തലയുടെ കാര്യം മാത്രം. മന്ത്രിമാരെ തീരുമാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തവണ UDF ജയിക്കുകയാണ്, കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ ടീം UDF-ന്റെ വിജയം എന്നായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിൽ രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, PK കുഞ്ഞാലിക്കുട്ടി, അങ്ങനെ ഒരു മൊത്തം ടീം UDF. പക്ഷേ അല്ല, ഒറ്റ കാര്യം, പക്ഷേ തോൽക്കുകയാണെങ്കിൽ ആ പഴി ആയിരിക്കും, അത് സംശയമൊന്നുമില്ല. പക്ഷേ അതിനകത്ത് നമ്മൾ കാണേണ്ടത് ഈ ഇലക്ഷൻ സമയത്ത് തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 പേരും 3 സമാന്തര രേഖകളായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അവർ തമ്മിൽ ഒരു യോജിപ്പ് ഉണ്ടായിരുന്നില്ല. ഈ വി ഡി സതീശൻ്റെ വഴിക്ക് പോകുന്നു, രമേശ് ചെന്നിത്തല വഴിക്ക് പോകുന്നു, KC വേണുഗോപാൽ ആണെങ്കിൽ അങ്ങനെ മറ്റൊരു തരത്തിൽ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ പ്രചരണ രീതികളാണെങ്കിലും അവരുടെ പ്രസംഗങ്ങളാണെങ്കിലും എല്ലാം അവരെ കേന്ദ്രീകരിച്ച് ഞാൻ ആണ് ഈ കേരളത്തെ നയിക്കേണ്ടത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തത്. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ KC വേണുഗോപാൽ ഒരു വീട്ടിൽ പോയി കപ്പയും മീനും കഴിച്ച ഉൾപ്പെടെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അവർ ഒരു മത്സര രംഗത്തേക്ക് വരുന്നു. അപ്പം വീണ്ടും ഈ തവണ ജയിക്കാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം അവർക്കുണ്ട്. ആ വിശ്വാസത്തിൽ അവർക്ക് തെറ്റു പറയാനില്ല. ആ വിശ്വാസമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 2020 അതേ വിശ്വാസം അവർക്കുണ്ടായിരുന്നു. യുടെ ആത്മവിശ്വാസത്തെ കുറിച്ചല്ല നമ്മുടെ ചർച്ച, എന്തിനാണ് ഇവർ തമ്മിൽ തല്ലുന്നതെന്നുള്ളതാണല്ലോ. അല്ല മനസ്സിലായി. അല്ല ഈ ചർച്ചയ്ക്ക് അടിസ്ഥാനം എന്താണ്? ചർച്ചയ്ക്ക് അടിസ്ഥാനം UDF ജയിക്കുന്ന അവരുടെ കോൺഫിഡൻസ് ആണല്ലോ. ഞാൻ പറയുന്നത് 2021 ആ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? തൊട്ടു പറഞ്ഞ ആത്മവിശ്വാസം സർവേ ഫലങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നല്ല ആത്മവിശ്വാസത്തിലായിരുന്നു കോൺഗ്രസ്. എന്തിനാണ് ഈ പേഴ്സണൽ സ്റ്റാഫായിട്ട് IAS വരെ തീരുമാനിച്ചത്? ഞാൻ ചെന്നിത്തലയുടെ കോൺഫിഡൻസ് അത് ബാക്കി ആർക്കും ചെന്നിത്തലയുടെ മാത്രമല്ല, കോൺഗ്രസ് 100% ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്നത് അങ്ങനെ ഉണ്ടെന്നേ. ഇവിടെ ദിലീപേട്ടൻ പറഞ്ഞ ഒരു സെറ്റ് ഓഫ് ഉദാഹരണങ്ങൾ, അതൊക്കെ ഇലക്ഷൻ ശേഷമുള്ള ഉദാഹരണങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പം റോസയുടെ കാര്യത്തിൽ, പഞ്ചാബിൽ ചരൺജീത് സിംഗ് ചന്നിയുടെ കാര്യത്തിൽ, ഈ പറയുന്ന വിജയ് ബഹുഗുണ ജോഷിയുടെ കാര്യത്തിൽ ഹൈക്കമാൻഡ് അത്തരത്തിൽ പ്രാദേശിക വികാരം പരിഗണിക്കാതെ തീരുമാനമെടുത്ത് കൈവള്ളിയവരാണ്. ഇപ്പൊ ഇവിടെയും അതുപോലെ ഏതെങ്കിലും ഒരു പ്രാദേശിക വികാരം കണക്കിലെടുക്കാതെ ആരെങ്കിലും ഈ പറയുന്ന പോലെ ഇറക്കി കൈവള്ളുകയാണെങ്കിൽ അത് ആ പാർട്ടിയുടെ വിധി. ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അത് ഞാനോട് പ്ലീസ്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവർ അത് നമ്മുടെ ആരുടെ വിശ്വാസം ആവേണ്ടതില്ല. അവർ ജയിക്കുമെന്ന് വിശ്വസിക്കുന്നു. അവർക്ക് മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയുണ്ടെന്ന് അവർ കരുതുന്ന 3 നേതാക്കളുണ്ട്. 3 നേതാക്കൾ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയാണെന്ന് ആഗ്രഹിക്കുന്നു. അവരതിനോട് ലോബിങ് നടത്തുന്നു. അതെന്താ പിഴവെന്താണ്? ഞാൻ ആകെയുള്ള പിഴവെന്താണെന്ന് അറിയോ? ഈ പറയുന്ന സൈബർ സ്പേസിൽ ഓരോ നേതാക്കൾക്ക് വേണ്ടിയും അണികൾ നടത്തുന്ന ക്യാമ്പയിനിൽ എന്റെ നേതാവ് നല്ലതാണെന്ന് പറയാൻ വേണ്ടി ഇന്ന നേതാവ് മോശമാണെന്ന് പറയുന്നത് വൾഗറാണ്, വഷളാണ്. അതിനപ്പുറം ഈ ചർച്ച നടക്കട്ടെ. ജനാധിപത്യമാണത്. എനിക്ക് ശക്തമായ വിയോജിപ്പ് ഞാൻ ഈ അഭിപ്രായത്തോട് രേഖപ്പെടുത്തും. അതായത് ഇത് ജനാധിപത്യമല്ല, ഇത് അട്ടർ കയോസ് ആണ്. അതിന് കാരണം എന്ന് വെച്ചപ്പോൾ രമേശ് ചെന്നിത്തല എന്ന നേതാവിന് ഞാൻ സൈക്കിളിൽ തുടങ്ങിയതാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്നും ഞാൻ ഓട് പൊളിച്ച് പൊട്ടി വീണതല്ല എന്നും കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ പറയേണ്ടി വരുന്നത് ഒരു ഗതികേടാണ് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിനകത്തൊരു AI വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ രമേശ് ചെന്നിത്തലയെ വിശേഷിപ്പിക്കുന്നത് ജനനായകനാണെന്നാണ്. അതിനുശേഷം അദ്ദേഹം ഒരു പോഡ്കാസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന് ജനങ്ങളുമായി സംവദിക്കാൻ. ഇനി മൂന്നാമത് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങൾ, ഹിന്ദിയിലും ഇംഗ്ലീഷിലും നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങൾ ഇപ്പോൾ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന് ദേശീയ നേതൃത്വമായുള്ള ബന്ധം കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി KC വേണുഗോപാൽ പോരാട്ടങ്ങൾ, നിലപാടുകൾ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം വിശദീകരിക്കുന്ന ഒരു പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് CM VD എന്ന് പറഞ്ഞിട്ട് ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കയോസാണ്, അട്ടർ കയോസാണ്. ഇത് കാശ് കൊടുത്ത് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാവാൻ ഞാൻ യോഗ്യനാണ് എന്ന് കേരളത്തോടും ഒരുപക്ഷെ ജയിച്ചു വരയ്ക്കുന്ന MLA-മാരോടും അല്ലെങ്കിൽ ഹൈക്കമാൻഡോടും പറയാൻ നേതാക്കൾ ശ്രമിക്കുന്നു. എന്താണ് പിഴവ്? ഒരു പിഴവില്ല. പക്ഷേ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമാണെങ്കിൽ കുഴപ്പമില്ല. അത് വേറെ, അത് ന്യായം. ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ജയിക്കുമെന്നാണ്. കോൺഗ്രസിന്റെ ഹാഷ്മി പറയുന്നത് ഇത് ഒരു തെറ്റുമില്ല. ആദ്യം എന്താന്ന് വെച്ചാൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് അത് മനസ്സിലായി. മുസ്ലിം അധികാരം ജനത്തിന് മുന്നിൽ ഞാൻ മൈൻഡ് സെറ്റ് എന്ന വാക്ക് ഉപയോഗിച്ചത് അതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ
ഈ കേഡർ പാർട്ടിയാണ്. ഈ പറഞ്ഞ ഒരാൾ പറഞ്ഞാൽ കൃത്യം ഓംബ്ര എന്ന് താഴെത്തട്ടിൽ അനുസരിക്കുന്ന ആ രീതിയാണ് ഏറ്റവും ബെസ്റ്റ് സംവിധാനം എന്ന് കരുതുന്ന മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ് സണ്ണി ജോസഫിനാണെങ്കിലും കെ മുരളീധരനാണെങ്കിലും. ഞാൻ പറയുന്നത് ഈ ചർച്ച നടക്കുന്നത് എന്താണ് പിഴവ്, ആർക്കാണ് ദോഷം, കേരളത്തിൽ എന്താണ് കേട്? ഇപ്പോ ഇലക്ഷൻ റിസൾട്ട് വരുന്നു, ഞാൻ പറഞ്ഞോട്ടെ, ഇലക്ഷൻ റിസൾട്ട് വരുന്നു. നേരത്തെ ഇവിടെ പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ഹൈക്കമാൻഡ് ഒരു മുഖ്യമന്ത്രി തീരുമാനിക്കും, അതോടുകൂടി ഈ ചർച്ചയൊക്കെ അതുവരെ ചർച്ച നടക്കുന്നത് എന്താ? ആർക്കാ ഛേദം? അല്ല, അതാണ് പ്രശ്നം. ആർക്കാ ഛേദം? അല്ല, UDF വന്നാലും ആർക്കാണ് ഛേദം? അല്ല, കേരളത്തിനൊരു മുഖ്യമന്ത്രി കാണും, ഏത് മുന്നണി വന്നാലും. പക്ഷെ അതിനു മുമ്പ് തന്നെ അടി തുടങ്ങി എന്നുള്ളതാണ് ജനത്തിന് മുന്നിൽ ഈ ചക്കളത്തി പോരാട്ടം എന്ന നിലയിൽ തന്നെയാണ് അവർ കാണുക. നിങ്ങൾക്ക് അധികാരം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഈ അടി തുടങ്ങി. അങ്ങനൊന്നും അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കുമെന്നാണ് ജനം അതിനെ വ്യാഖ്യാനിക്കുക. ഇല്ല ദിലീപ്, ഇപ്പൊ അധികാരത്തിന് ശേഷം ആര് മുഖ്യമന്ത്രിയാകുന്ന വലിയ അടി നിലനിൽപ്പിനെ ബാധിക്കുകയാണെങ്കിൽ അത് പറയാം. ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യരാണെന്ന് കരുതുന്നവർ ഞങ്ങൾ ബെസ്റ്റ് ആണെന്ന് കേരളത്തോടും ഈ ആൾക്കാരോടും പറയുന്നതിനകത്ത് ഞാനൊരു പിഴവും കാണുന്നില്ല. അത് ചക്രത്തി പോരാട്ടമായിട്ട് ഞാൻ പറയുന്നില്ല. കേരളത്തിലെ ജനങ്ങളല്ലല്ലോ ആഷ്മി ആരാണ് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളല്ല, അല്ല പിന്നെ എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ട കാര്യമില്ല. ജനങ്ങളോട് പറയേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ചെന്നിത്തല ജനങ്ങളെ സ്വാധീനം നോക്കുന്നത് എന്തിനാ? അതാ എന്തിനാണെന്നാ ചോദിക്കുന്നത്. മിതമായ ഭാഷയിൽ അല്പത്തരമാണ് ഈ കാണിക്കുന്നതെന്ന് ഞാൻ ജനങ്ങളോട് പറയുന്നു ഞാൻ ബെസ്റ്റ് ആണ്, ഹൈക്കമാൻഡിനോട് പറയുന്നു ഞാൻ ബെസ്റ്റ് ആണ്. തെരഞ്ഞെടുപ്പ് വരുന്ന MLA-മാരോട് ഞാൻ അമേരിക്കൻ പ്രീമിയർ എന്തിനാ? പിന്നിൽ 10 ആളുണ്ടെന്ന് കാണിക്കാൻ, ഇത് ജനങ്ങൾക്ക് ആളുണ്ടെന്ന് കാണിക്കാൻ. ഒരു നേതാവിന്റെ പറഞ്ഞ നേതാവിന് അല്പത്തരം അല്ല, ആ നേതാവിന്റെ കോൺഫിഡൻസാ. അല്ല, ഇതല്ല കോൺഫിഡൻസ്. ഇതാണ് കാര്യം പറയാം. അതായത് പഴയ കാലത്തൊക്കെ നേരത്തെയൊക്കെ ചെയ്തിരുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ചെയ്യുന്നതും, ഇപ്പോൾ ഈ നേതാക്കൾ ഈ സോഷ്യൽ മീഡിയ കാലത്ത് യഥാർത്ഥത്തിൽ ഈ ജനങ്ങളെ ഇത് അറിയിക്കാനല്ല, ജനങ്ങളെ ബോധ്യപ്പെടുത്താനല്ല, ഈ പരസ്യ പ്രചാരണമെല്ലാം ഹൈക്കമാൻഡിനെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. പണ്ട് ഫാക്സ് ആയിരുന്നു. പണ്ട് ഇവിടെ നിന്ന് നേരെ AICC ആസ്ഥാനത്തെ ഫാക്സുകളാണ് പ്രവഹിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ കാലം മാറി. ഞാനാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവെന്ന് ആകെയുള്ള പരാതി ആ ക്യാമ്പയിൻ നടത്തുകയാണെങ്കിൽ, ലോബിംഗ് നടത്തുക, അത് വൃത്തിക്ക് ചെയ്യണം. ഇപ്പൊ രമേശ് ചെന്നിത്തലയുടെ യൂട്യൂബിൽ കയറി നോക്കിയാൽ അത് ഏതോ കാലത്തെ ക്യാമ്പയിനാണെന്ന് പറഞ്ഞാൽ രാജീവ് ഗാന്ധിയും യാസർ അറാഫത്തിനെയും നേരിട്ട് അറിയാവുന്ന വേറെ ആരുണ്ട് എന്നൊക്കെ ഇതിന്റെ ഇപ്പൊ ചോദിക്കേണ്ട കാര്യം എന്താണ് എന്ന് പറഞ്ഞാൽ നേതാക്കൾ വൃത്തിക്ക് ക്യാമ്പയിൻ നടത്തട്ടെ, പക്ഷെ അത് അപ്ഡേറ്റഡ് രീതിയിൽ വളരെ ഭംഗിയായി ബോറാവാതെ നടത്തട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അല്ലാതെ ഈ നടക്കുന്ന ചർച്ചകളിൽ ഞാൻ മാരകമാണെന്ന് കാണുന്നില്ല. ഓക്കെ തനീഷ് എന്താ പറയുക? റിസൾട്ട് വന്നിട്ട് നടത്തട്ടെ. അതിന് മുമ്പ് ഉപയോഗിച്ച വാക്ക് ഇനി ഈ ക്യാമ്പയിൻ ഒക്കെ നടത്തിയിട്ട് അവസാനം അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന നാണക്കേടെന്താ? അല്ല, നമ്മൾ ഉപയോഗിച്ച വാക്ക് ജനാധിപത്യം എന്നാണ്. അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ മര്യാദയാണ് ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ഈ ചർച്ച നടക്കുന്നത്. അതാണ് ജനാധിപത്യത്തിന്റെ ബോധമുള്ളവർക്കറിയാം. ജനാധിപത്യത്തെ കുറിച്ച് ബോധമുള്ളവർ എഴുതി വെച്ചു ഒന്നുമില്ല. ഇതാ പാർട്ടിക്കകത്തെ ചർച്ചയാണ്. ഇതാ പാർട്ടിക്കകത്ത് പാർട്ടിയുടെ സൈബറണികൾ ചർച്ച ചെയ്യുന്നു. പാർട്ടിക്കാരുടെ കാര്യം പറയുന്നു. നമുക്ക് നേതാക്കൾ മുഴുവൻ ചെയ്തോ. പിന്നെ നേരത്തെ അനേഷ് പറയുന്ന പോലെ ഇപ്പൊ മെയ് 4-ാം തീയതി ആര് ജയിക്കുന്നു ആർക്കും പറയാൻ പറ്റില്ല. ജയിക്കുന്നത് LDF ആണെങ്കിൽ അതിന്റെ നാണക്കേടിന്റെ പാപാൻ അവർ പേരട്ടെ, ആർക്ക് ചെയ്തം അതിലും. അല്ല, അതാ പറയുന്നത്. അങ്ങനെ നാണക്കേട് വരേണ്ട കാര്യം ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. അത് അവരുടെ ഇഷ്ടം. വന്നിട്ട് പോരെ, അത് അവരുടെ ഇഷ്ടമല്ലേ. ഇവിടെ ദൂരദർശൻ എന്ന് പറഞ്ഞ ചാനലുണ്ട്. അത് വ്യവസ്ഥാപിതമായ രീതിയിൽ ഇപ്പൊ ഇങ്ങനെ അനങ്ങാരുന്ന വാർത്താ ചാനലാണ്. അപ്പൊ അവർ നമ്മളോട് പറയാ SK എന്നു താങ്കൾ മറ്റേ യൂട്യൂബ് നോക്കി കമന്റ് വായിക്കുന്നു പറയാൻ പറ്റുമോ? ഓരോന്നിനും ഓരോ രീതിയുണ്ട്. ആ രീതി നടക്കട്ടെ, ആർക്ക് ഛേദമില്ലെങ്കിൽ ഇപ്പൊ പ്രശ്നം എന്താണ്? കേരളത്തിലെ ക്രമസമാധാനത്തെ ബാധിക്കുന്നില്ലെങ്കിൽ ആര് മുഖ്യമന്ത്രിയാവും ചർച്ച നടക്കട്ടെ, ആർക്ക് പ്രശ്നം ഇവിടെ? തനീഷ്, ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് സാധാരണ കാഴ്ചയാണ്. പക്ഷെ എന്നിരുന്നാൽ ഇവിടെ ഉയർന്ന ഒരു വാദഗതി ശരിയല്ല. അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, അവിടെയും മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു അടി നടക്കണം എന്ന് പറഞ്ഞു വെക്കാണ്. അതല്ലല്ലോ തീരുമാനിക്കേണ്ടത്. കാര്യം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ അവർക്കൊരു പാർട്ടി സ്ട്രക്ചർ ഉണ്ട്, അവർക്കൊരു ഹൈക്കമാൻഡ് ഉണ്ട്, അവിടെ ചർച്ച നടക്കും, MLA-മാരുടെ അഭിപ്രായങ്ങൾ തേടും, ഡൽഹി ചർച്ച നടക്കും, അവസാനം അവർക്ക് കരണീയം എന്ന് തോന്നുന്ന ഒരാളെ അവർ കേരളത്തിലേക്ക് അയക്കും മുഖ്യമന്ത്രിയായിട്ട്. ഒറ്റ കാര്യം, അതായത് ഓർത്തു നോക്ക്, ഈ മാസം 9-ാം തീയതി വോട്ടെടുപ്പ് കഴിഞ്ഞാണ്. വോട്ടെണ്ണൽ വരാൻ മെയ് 4-ാം തീയതി ഉണ്ട്. ഇത്രയും ദിവസം ഇവിടെ ചർച്ച നടക്കുന്ന നമുക്ക് വാർത്തയുണ്ട്. ഇല്ലെന്നെ മഹാ ബോർ വാർത്ത. എന്നാ ബോറായി പോയനെ, അതുകൊണ്ട് ആലോചിക്കണം.
ഹാഷ്മി അതല്ല, നമുക്ക് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചർച്ച നടക്കണോ അത് വേണ്ടേ? എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറഞ്ഞ അതിലെ പോസിറ്റീവ് ഞാൻ പറഞ്ഞ അതിലെ മാധ്യമങ്ങൾക്കുള്ള പോസിറ്റീവ് ഞാൻ പറഞ്ഞ ഈ ദിവസം വാർത്ത ഉണ്ടായില്ലേ? വാർത്തയുണ്ടായി, പക്ഷേ സൈബർ ഇടകളെ എങ്ങനെ മലീമസമാക്കണമെന്നുള്ളത് വേറെ കാര്യം. മാത്രമല്ല സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഇത് വളരെ എനിക്ക് തോന്നുന്നത് പോരാളികൾ കാര്യമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ദിലീപ്, ഈ സോഷ്യൽ മീഡിയ കഴിഞ്ഞ ഒരാഴ്ചയിൽ സംഭവിക്കുന്ന കാര്യം എന്താ ഈ മുഖ്യമന്ത്രി കാൻഡിഡേറ്റിനെ ചൊല്ലി? സോഷ്യൽ മീഡിയയിൽ ഇത് തന്നെയാണ്. കോൺഗ്രസിലെ ഈ സൈബർ ഗ്രൂപ്പുകൾ പല ഗ്രൂപ്പുകളായി തന്നെ തിരിഞ്ഞുകൊണ്ട് അത് വി ഡി സതീശനെ അനുകൂലിക്കുന്നവർ, വി ഡി സതീശൻ, വി ഡി ഫാൻസ്, ആ നിലയിലുള്ള കാര്യങ്ങൾ. വി ഡി സതീശനാണ് യഥാർത്ഥ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് കീഴിൽ നടത്തിയ സമരങ്ങളും സർക്കാരിനെതിരെ നടത്തിയിട്ടുള്ള രൂക്ഷമായ വിമർശനങ്ങൾ മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത തരത്തിൽ അത് കെ കരുണാകരനാകട്ടെ, എ കെ ആന്റണി ആകട്ടെ, ഉമ്മൻചാണ്ടി ആകട്ടെ, അത്തരം നേതാക്കളുടെയൊക്കെ കാലത്ത് ഒരു മൃദു സമീപനമായിരുന്നു ഭരണപക്ഷത്തോട്. അവരുടെ നേതാക്കളെ കടന്നാക്രമിക്കാത്ത തരത്തിലുള്ള വിമർശനങ്ങളായിരുന്നു നടത്തിയിരുന്നതെങ്കിൽ വി ഡി സതീശൻ അങ്ങനെയല്ല എന്ന അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യനാണ് എന്നവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. കെ സി വേണുഗോപാൽ പക്ഷത്തെ നേതാക്കളാകട്ടെ, സൈബർ ഗ്രൂപ്പുകളാകട്ടെ, അവർ പറയുന്നത് കെ സി വേണുഗോപാൽ ഇപ്പോൾ ഈ കേരളത്തിലുടനീളം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഈ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അങ്ങനെ യു ഡി എഫിൻ്റെ ഒരു വിജയമുണ്ടാവുകയാണെങ്കിൽ അതിന് വഴിയൊരുക്കിയത് അതിൻ്റെ തന്ത്രം എല്ലാം കെ സി വേണുഗോപാലായിരുന്നു എന്ന തരത്തിൽ ആ നിലയിലുള്ള പ്രചാരണം നടത്തുന്നു. രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലാകട്ടെ, നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉയർത്തിക്കാട്ടുന്നത്. അദ്ദേഹം 30ാമത്തെ വയസ്സിൽ സംസ്ഥാന മന്ത്രിയായ ആളാണ്. പക്ഷേ പിന്നെയും ഒരു മന്ത്രിസ്ഥാനം ലഭിക്കുന്നതിന് അദ്ദേഹത്തിന് നീണ്ട ഏതാണ്ട് 2.5 പതിറ്റാണ്ടോളം കാത്തിരിക്കേണ്ടി വന്നു എന്നത് ഒരു ചരിത്രമാണ്. സാമുദായിക നേതാക്കളെല്ലാം ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നത് രമേശ് ചെന്നിത്തലയാണ്. പിന്നെ നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ ആ ഹിന്ദി പ്രസംഗം ഉണ്ടല്ലോ, അതായത് ഡൽഹിയിൽ പോയും നേതാക്കളോട് സംസാരിക്കാൻ, അത് കേന്ദ്ര സർക്കാരിനോടായാലും കോൺഗ്രസ് നേതാക്കളോടായാലും സംസാരിക്കാൻ ആ ഭാഷ അറിയാവുന്നയാളാണ് എന്ന തരത്തിലുള്ള ഒരു ഇമേജ് ബിൽഡിംഗ് അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. അതായത് ലോയേഴ്സ് കോൺഗ്രസിൽ നിന്ന്, അഭിഭാഷക കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് മൃദുലിനെ പുറത്താക്കിയ ഒരു സംഭവം ഉണ്ടായി. ഈ അഡ്വക്കേറ്റ് മൃദുൽ എന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് മൃദുൽ ജോൺ മാത്യു എന്നാണ്. അദ്ദേഹം ഈ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ KSU പ്രവർത്തകർക്ക് അവർ ചെന്നപ്പെടുന്ന കേസുകൾ, സമരത്തിന്റെ ഒക്കെ ഭാഗമായുള്ള കേസുകൾ വാദിക്കുന്ന, അവർക്ക് ഏത് സമയം അവർക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു അഭിഭാഷകനായിരുന്നു. അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തപ്പോൾ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശക്തമായി രംഗത്ത് വരികയും അങ്ങനെ അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അദ്ദേഹത്തെ ലോയേഴ്സ് കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കുകയും ചെയ്തു. അതായത് അധികാരം കിട്ടുമെന്നും അധികാരത്തിൽ എത്താൻ കഴിയുമെന്നും അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ഭരണമാണ് ഈ 5 വർഷം വരാൻ പോകുന്നതെന്നും എന്ന ഇത് മെസ്സേജ് ഇതിലൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിനകത്ത് ഈ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്, അടി നടക്കുന്നുണ്ട്, ഞങ്ങളാണ് കേമൻ എന്ന് വരുത്തി തീർക്കാൻ പെയ്ഡ് ആയിട്ടുള്ള ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഇതൊക്കെ എത്രത്തോളം അഭിലഷണീയമാണ് എന്ന കാര്യം പൊതുജനം കൂടി. എന്നാൽ വളരെ ബുദ്ധിപരമായ ഒരു അഭിപ്രായം നമ്മുടെ റംല ഹംസ പറയുന്നു. സാക്ഷാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒരക്ഷരം പറയുന്നില്ല, അവർക്ക് വേണ്ടി പറയുന്നത് കേരളത്തിലെ ജനങ്ങളാണ്. ഇതിന്ന് മറ്റൊരു കാര്യം വ്യംഗ്യം, വേറൊരാൾ മുഖ്യമന്ത്രിയാകും, ആ ആള് നിശബ്ദനാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നാൽ ആര് മുഖ്യമന്ത്രിയാകും എന്നൊരു അഭിപ്രായം ചോദിച്ചല്ലോ എല്ലാവരോടും. ആര് മുഖ്യമന്ത്രി ആഗ്രഹം എന്ന അഭിപ്രായം ചോദിച്ചല്ലോ എല്ലാവരോടും. ഇവരോടും ചർച്ചകൾ എക്സ്റ്റൻഷൻ കാശ്മീർ തുടങ്ങാം. ഈ അതായത് കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിച്ചാൽ, UDF-ന് ഭൂരിപക്ഷം ലഭിച്ചാൽ ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി? താജ് ഇബ്രാഹിം ആ ക്യാമറ നോക്കി അങ്ങ് പറഞ്ഞു. വ്യക്തിപരമായ എന്റെ ആഗ്രഹം അത് വി ഡി സതീശനാണോ എന്നാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞോട്ടെ, അത് ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അങ്ങേയറ്റം ഇല്ലാതായി പോയ ഒരു കോൺഗ്രസിന് മുന്നണി നയിച്ചു എന്നതുകൊണ്ടല്ല, ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ ബൈ ഇലക്ഷനുകൾ തദ്ദേശം ലോക്സഭ വിജയിപ്പിച്ചു എന്നതുകൊണ്ടല്ല. ഇവിടെ വി ഡി സതീശനെ വെള്ളാപ്പള്ളി നടത്തി എതിർക്കുകയാണ്. അതിന് കാരണം രാഷ്ട്രീയമായ കാരണമല്ല, നഗത്തളങ്ങൾ അന്വേഷിച്ച് നന്നായി മനസ്സിലാക്കാം. വി ഡി സതീശനെ G സുകുമാരൻ എതിർക്കുകയാണ്, അതും രാഷ്ട്രീയാതീതമായ കാരണങ്ങളാണ് നഗത്തളങ്ങൾ അന്വേഷിച്ച് അറിയാം. വി ഡി സതീശനെ RSS-ഉം SDPയും പോലുള്ള 2 വർഗീയ കക്ഷികൾ ഒരുപോലെ എതിർക്കുകയാണ്. അങ്ങനെ എതിർപ്പുണ്ടെങ്കിൽ ആ നേതാവിന് എന്തോ മെറിറ്റുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അല്ല വീഡിയോയുള്ള സ്നേഹം കൊണ്ടല്ല. RSS-ഉം SDPയും ഒരാൾ വരരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആൾ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കും. അപ്പോ KR ഗോപികൃഷ്ണൻ ഇതിലൊരു അഭിപ്രായം പറയുന്ന അപക്വമായിരിക്കും എന്നുള്ള നിലപാടാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഞാനിത് ആരാകുമെന്നോ ആരാകണമെന്നോ എന്റെ ആഗ്രഹമെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷെ മറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ, അവർക്കാണ് ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഒരു കാരണം, അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റ കാര്യമേ ചർച്ചയായിട്ടുള്ളൂ, അത് ഭരണ തുടർച്ചയോ ഭരണ മാറ്റമോ എന്നുള്ളതാണ്. അപ്പോൾ UDF ആണ് അധികാരത്തിൽ വരുന്നത്, അത് ഭരണമാറ്റത്തിനുള്ള ഒരു വോട്ടായിട്ടാണ്, അല്ലെങ്കിൽ അതിനുള്ള ജനങ്ങളുടെ അഭിലാഷമായിട്ടാണ് അതിനെ കണക്കാക്കേണ്ടത്. മറ്റു കാര്യങ്ങൾ പാർട്ടി സംവിധാനമാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചോ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചോ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചോ അല്ല കേരളത്തിലെ മുഖ്യമന്ത്രി സംവിധാനങ്ങൾ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതിലെനിക്കൊരു
എനിക്കും ഈ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ ഇത് പാർട്ടി കോൺഗ്രസ് ആണ്. അപ്പൊ ആ കാര്യത്തിൽ നമുക്കൊരു അഭിപ്രായം പറയാൻ കഴിയില്ല. ഹൈക്കമാൻഡിന്റെ മനസ്സിലിരിപ്പൊക്കെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാത്തിരുന്ന് കാണാം. അല്ല, ഇപ്പൊ ഈ രംഗത്തുള്ള 3 പേരും ഇതിന് യോഗ്യരാണ് മുഖ്യമന്ത്രിയാകാൻ. അപ്പൊ ആരാണെന്നുള്ളത് MLA-മാരും തെരഞ്ഞെടുക്കപ്പെടുന്ന ദിലീപ് കുമാർ പറഞ്ഞതുപോലെ 3 പേരും യോഗ്യരാണ്. പക്ഷെ ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം പറയാം. VD സതീശൻ, രമേശ് ചെന്നിത്തല ഇവർ രണ്ടുപേരും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സജീവമാക്കുന്നു. അങ്ങനെ ആ ഒരു വലിയ സംഘർഷ സാഹചര്യം കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ രൂപപ്പെടുകയാണെങ്കിൽ, അതായത് UDF അധികാരം കിട്ടിയാലുള്ള കാര്യമാണ്, രൂപപ്പെടുകയാണെങ്കിൽ ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഇടപെടുന്നു. അങ്ങനെ AC വേണുഗോപാലിനെ ഇങ്ങോട്ട് ഇറക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് താല്പര്യമുണ്ടോ എന്ന് തന്നെ പറയാം. പക്ഷേ ഈ പോര് ഒരു സാധ്യതയല്ല. എന്തായാലും മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വരും. അന്ന് നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ 24 മുന്നിൽ നിങ്ങൾ തന്നെ ഉണ്ടാകണം. അന്ന് ആരാണ് അധികാരത്തിൽ വരിക, അതിനുശേഷം ഈ ചർച്ച നമുക്ക് ഇനിയും തുടരാമെന്ന് തോന്നുന്നു. പിന്നീട് എന്തായാലും കേരളത്തിൽ നല്ലൊരു സംഘർഷമൊക്കെ നടക്കും. ഇവിടെ മുഖ്യമന്ത്രി കസേര അങ്ങനെ എളുപ്പം തീരുമാനിക്കപ്പെട്ട ഒരു സാധനമെല്ലാം തെളിയിക്കും. ഈ ചൂട്, അതായത് മുഖ്യമന്ത്രി ആരാകണം, UDF അധികാരത്തിൽ വരുമോ, ആ ചൂടൊക്കെ നിൽക്കുമ്പോൾ തന്നെ കേരളത്തിൽ ഏറ്റവും വലിയ ചൂട് കാലാവസ്ഥയിൽ അനുഭവപ്പെടുകയാണ്. കൊടും ചൂടിൽ കേരളത്തിലെ ജനജീവിതം ദുസ്സഹമാകുന്നു എന്ന വാർത്ത വരുന്നു. സംസ്ഥാനത്ത് ഇന്ന് 8 പേർക്കാണ് സൂര്യാതപം ഏറ്റത്. കൊട്ടാരക്കര കുന്നിക്കോട് ഒരു വയോധികൻ മരിച്ചത് സൂര്യാഘാതമേറ്റെന്ന സംശയമുണ്ട്. കനത്ത ചൂട് കാരണം വയനാട്ടിലും ഇടുക്കിയിലും ഒഴികെ 12 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൊടും ചൂട് തുടരുന്നതിനിടെയാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഒരു ഉന്നതതല യോഗം ചേർന്നത്. ഓൺലൈനായിട്ടായിരുന്നു തോന്നുന്നു ഈ യോഗം, അല്ലേ ദിലീപ് കുമാർ? ചൂടിൽ ജാഗ്രത വേണമെന്ന് റവന്യൂ മന്ത്രി K രാജൻ ഇന്ന് പ്രതികരിച്ചു. അപ്പോൾ ആ പ്രതികരണം കൂടി നമുക്ക് ഒന്ന് കാണാം. കേരളത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള അത്യുഷ്ണവും ഉഷ്ണതരംഗവും കണക്കിലെടുത്തുകൊണ്ട് എല്ലാ ജില്ലകൾക്കും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നൽകുകയാണ് ഉണ്ടായത്. പകൽ സമയത്ത് അനാവശ്യ യാത്രകൾ പരമാവധി ഒഴിവാക്കി ലോക്ക്ഡൗണിൻ്റെ മാനസികാവസ്ഥയോടുകൂടി തന്നെ തുടരാൻ കഴിയുന്നവരങ്ങനെ തുടരണം. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും കുട്ടികളും ആൽബനിസം പോലെയുള്ള രോഗങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള അവസ്ഥയുള്ളവരും പകൽ സമയം സർക്കാരിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് പറഞ്ഞാൽ ഒരു സെൽഫ് ലോക്ക്ഡൗണിന് വിധേയമാകണം എന്ന് തന്നെയാണ് നമ്മുടെ അഭ്യർത്ഥന. നമ്മുടെ പൊതുപ്രദേശങ്ങൾ, പ്രത്യേകിച്ച് മാർക്കറ്റുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ട്രാഫിക് സിഗ്നലുകൾ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ടും താൽക്കാലിക പന്തലുകൾ, തണ്ണീർ പന്തലുകൾ വെക്കണം. പൊതുകേന്ദ്രങ്ങളിലെല്ലാം ആളുകൾക്ക് സുഖകരമായി ഇരിക്കാനും വെള്ളം കുടിക്കാനുമുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും ചെയ്യേണ്ടതുണ്ട്. എന്തായാലും കടുത്ത ചൂടാണ്, പുറത്ത് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു ശീതീകരിച്ച മുറിയിൽ നിന്നാണ് ഞങ്ങൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കറിയാം ഈ മുറിക്ക് പുറത്ത് കത്തുന്ന വേനലാണ് എന്നുള്ള കാര്യം. മൂന്നാറിൽ കൊടും ചൂടിനൊപ്പം അൾട്രാവയൽ സൂചിക അപകടകരമായ നിലയിലെത്തി എന്നുള്ള വാർത്ത കൂടി ഇന്ന് വന്നു. സൂചിക 8-ലെത്തി, വലിയ അപകടം പിടിച്ചൊരു നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്, അതീവ ജാഗ്രത വേണം. ഇതിനിടെ സംസ്ഥാനത്ത് അപ്രഖ്യാപിത പവർ കട്ട് എന്ന ആരോപണം ഉയർന്നു. നമ്മൾ ഇരിക്കെ കറണ്ടങ്ങ് പോവുക. അപ്പോൾ ആരോപണം വൈദ്യുത മന്ത്രി K കൃഷ്ണൻകുട്ടി തള്ളിയിട്ടുണ്ട്. എന്നിരുന്നാലും രാത്രിയിൽ കറണ്ട് പോവുക. നമുക്കറിയാം KSEBക്ക് താങ്ങാൻ പറ്റാത്ത ലോഡാണ് 8 മണി കഴിഞ്ഞാൽ എടുക്കുന്നത്. 2 മണിക്കൂർ നേരം കേരളത്തിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത അത്ര രീതിയിൽ കറണ്ടിൻ്റെ ഉപഭോഗം നടക്കുന്നു. ആ സമയത്ത് നിങ്ങൾ അത്യാവശ്യം KSEBയോട് സഹകരിച്ചുകൊണ്ട് AC കുറച്ചു നേരം ഓഫ് ചെയ്തിടുക, അതല്ലെങ്കിൽ ഹീറ്ററുകൾ അല്ലെങ്കിൽ അയൺ ബോക്സ് ഇതൊക്കെ പ്രവർത്തിപ്പിക്കാതിരിക്കുക. അതൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഈ ശരിക്കും ഒരു പവർ കട്ട് കേരളത്തിൽ ഏർപ്പെടുത്തിയിട്ട് ലോഡ് ഷെഡിംഗ് ഇല്ല എന്ന് വൈദ്യുത മന്ത്രി ഇന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. വൈദ്യുതി ആവശ്യകത കുതിച്ചു വരുമ്പോൾ ഉയർന്ന സമ്മർദ്ദം താങ്ങാനാവാതെ ചില പ്രസരണ ലൈനുകൾ ഡ്രിപ്പാകുന്നുണ്ട്. അതായത് നമ്മൾ പവർ കട്ടല്ല, ഡ്രിപ്പാകും ഓവർലോഡ് വരുമ്പോൾ. ഇത്തരം സാഹചര്യങ്ങൾ പരമാവധി 10 മിനിറ്റ് 20 മിനിറ്റിന് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ KSEBക്ക് കഴിയുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളായി KSEBകൾ ഏർപ്പെട്ടിരുന്ന സാപ്പ് കരാറുകളുടെ കാലാവധി കഴിഞ്ഞതിനാൽ ഇതുവരെ ഏകദേശം 400 മെഗാവാട്ടിൻ്റെ കുറവ് വൈദ്യുതി ലഭ്യതയിൽ ഉണ്ടായിട്ടുണ്ട്. സാപ്പിൻ്റെ കരാർ കഴിഞ്ഞു. രാത്രി 9 മുതൽ 11 മണി വരെ ഇഞ്ചക്ഷൻ കുക്കറുകളുടെയും വൈദ്യുതി വാഹനങ്ങൾ ചാർജിങ്ങും മറ്റും പകൽ സമയങ്ങളിൽ ഉപയോഗിക്കാവുന്ന വൈദ്യുതി ഉപകരണങ്ങളുടെ ഉപയോഗത്തിലും ചെറിയ തോതിലുള്ള നിയന്ത്രണം സ്വയം പാലിച്ചാൽ നമുക്ക് ഈ പ്രതിസന്ധി വളരെ സുഗമമായി തരണം ചെയ്യാൻ സാധിക്കും. വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി പ്രതികരിക്കുകയായിരുന്നു. അതേസമയം സംഭരണ ശേഷിയുടെ 33% വെള്ളം മാത്രമേ ഇപ്പോൾ ഇടുക്കി ഡാമിലുള്ളൂ. ഇടുക്കി ഡാമിലെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം കൂടി കാര്യങ്ങൾ ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് കുഴപ്പമാണ്. 20%-ലേക്ക് ജലനിരപ്പ് താഴ്ന്നു പോവുകയാണെങ്കിൽ വൈദ്യുത ഉൽപ്പാദനം തന്നെ നിർത്തിവെക്കേണ്ടി വരും എന്നൊരു സാഹചര്യം കൂടി ഇടുക്കി അണക്കെട്ടിൽ നിലനിൽക്കുന്നുണ്ട്.
അപ്പോൾ അതൊരു കടുത്ത ഒരു സാഹചര്യമാണ്. കത്തുന്ന വേനൽ, രാത്രി നേരങ്ങളിൽ നമുക്ക് AC ഇല്ലാതെ കിടക്കാൻ പറ്റാത്ത അവസ്ഥ, AC ഇല്ലാത്ത വീടുകളുണ്ട് ഇല്ലെന്നല്ല. അപ്പോൾ ഈ ചൂട് സമയത്ത് പാമ്പുകൾ ഇറങ്ങി വരുന്നു. അങ്ങനെ വല്ലാത്ത കലുഷിതമായ ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ട്. അതിൻ്റെ ഈ വേനൽ ചൂടിനെ എങ്ങനെ കടക്കാനാകും എന്നൊരു ചർച്ചയിലേക്ക് നമ്മൾ പോകും. നമ്മൾ ഈ മുഖ്യമന്ത്രി ചർച്ച തൽക്കാലം അവസാനിപ്പിക്കുന്നു. ആ ചർച്ചയിൽ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ മെയ് 4 എന്നൊരു തീയതി കിടക്കുന്നുണ്ട്. മെയ് 4 24 ഇലക്ഷൻ സ്പെഷ്യലിസ്റ്റ് എന്ന് നിങ്ങൾക്കറിയാം. മെയ് 4-ാം തീയതി അസിത സഗീർ, ഞാൻ, ആഷ്മി താജ് ഇബ്രാഹിം, പിന്നെ മറ്റുള്ളവരും ഉണ്ടാകും. ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നായിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം അവതരിപ്പിക്കുക. അപ്പോൾ അതിനിടയിൽ ഗോപികൃഷ്ണൻ, ഒരു പ്രേക്ഷകൻ ബഷീർ പറയുന്നു, SKN ശരിക്കും പവർ കട്ട് വന്നാൽ മതി, കാരണം ഇടയ്ക്കിടയ്ക്ക് പോകത്തില്ലല്ലോ, ആ സമയത്ത് മാത്രം നോക്കിയിരുന്നാൽ പോരെ എന്നാണ്. അപ്രഖ്യാപിത പവർ കട്ടുണ്ട് എന്ന് പ്രേക്ഷകർ സാക്ഷ്യപ്പെടുന്നത് മന്ത്രി കൃഷ്ണൻകുട്ടി കണ്ടു കാണും. അദ്ദേഹം തള്ളിക്കളയായിരുന്നു, ലോഡ് ഷെഡിങ് ഇല്ല എന്ന് പറഞ്ഞ്. നമ്മളെന്തായാലും ഈ കേരളത്തിലെ ഇപ്പോൾ ദുസ്സഹമായൊരു ജീവിത സാഹചര്യമാണ്. ചൂട് സഹിക്കാൻ പറ്റാത്ത മാളം വിട്ട് പാമ്പിറങ്ങുന്നു. അതിനേക്കാളും രാത്രി നേരങ്ങളിലൊക്കെ തന്നെ ലോഡ് കൂടിയിട്ട് KSEB അവരുടെ ഒരു സെക്യൂരിറ്റിയുടെയും സുരക്ഷിതത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് പലപ്പോഴും പവർ ഓഫ് ചെയ്യേണ്ടി വരുന്നു. ഗോപികൃഷ്ണൻ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ കൊടും ചൂടിൽ ജനജീവിതം ദുസ്സഹമാകുന്നു. സംസ്ഥാനത്ത് വൈദ്യുതി കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം ജലാശയങ്ങളിലുണ്ടോ എന്നുള്ള സംശയങ്ങൾ, ഇങ്ങനൊരു മടുപ്പിക്കുന്ന സാഹചര്യമുണ്ട്. SKN, എനിക്കൊന്ന് ഈ രണ്ട് കാര്യങ്ങളെ രണ്ടായി കാണാം. ഒന്ന്, ഉഷ്ണതരംഗത്തിന്റെ സാധ്യത നിലനിൽക്കുന്നുവെന്നാണ്. ആ ഭീഷണി നേരിടുന്ന 2 ജില്ലകളാണ് കേരളത്തിൽ, ഒന്ന് പാലക്കാടും ഒന്ന് തൃശ്ശൂരും. ഈ ഉഷ്ണതരംഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ചൂട് കൂടുമ്പോൾ ആലോചിക്കുന്നതാണെങ്കിലും കേരളത്തിൽ ഇതിനു മുൻപും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് 2016-ലാണ്. ഉഷ്ണതരംഗം ഉണ്ടായിട്ടുണ്ട് എന്ന് പാലക്കാട് ജില്ലയിൽ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം 2019-ലും 21-ലും 22-ൽ 24, 25 അങ്ങനെ ഈ വർഷങ്ങളിലൊക്കെ കനത്ത ചൂട് കേരളത്തിൽ ഉടനീളം സംഭവിക്കുന്നുണ്ട്. പക്ഷേ അത് ഉഷ്ണതരംഗത്തിന്റെ സ്വഭാവത്തിലേക്ക് വന്നിട്ടില്ല എന്ന് മാത്രം. കേരളത്തിൽ ഇപ്പോൾ കാണുന്ന ചൂട്, അതായത് കഴിഞ്ഞ തവണ 2024-ലാണ് കേരളത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന ചൂട്. എന്ന് വെച്ചാൽ കേരളത്തിലെ ചരിത്രത്തിൽ തന്നെ ഒരു ഉഷ്ണവർഷം, ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ട വർഷമായിരുന്നു 2024. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഉഷ്ണതരംഗത്തിന്റെ മുന്നറിയിപ്പുകൾ വരുന്നു. ഉഷ്ണതരംഗം എന്നത് നമുക്കറിയാം, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത് ഏറെക്കുറെ പതിവുള്ളതാണ്. ഇപ്പോൾ ഡൽഹിയിലാണെങ്കിലും ഗുജറാത്ത്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഹരിയാന ഇതുപോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഉഷ്ണതരംഗം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു കണക്കെടുക്കുമ്പോൾ 10-12,000 ആളുകൾ മരിച്ച, ഏതാണ്ട് ഒരു 8-9 വർഷത്തിനിടയിൽ 12,000-ഓളം ആളുകൾ മരിച്ചുപോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഉഷ്ണതരംഗം കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ ആദ്യത്തെ അനുഭവമാണെന്ന് പറയാൻ പറ്റില്ല. കേരളം എന്ന സംസ്ഥാനം രൂപപ്പെടുന്നതിന് മുൻപ് 1901-ലും 1950-ലും ഒക്കെ പാലക്കാട് മേഖലയിൽ 41 ഡിഗ്രിക്ക് മുകളിൽ ഉഷ്ണം പോയിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി, നമ്മുടെ ജലാശയങ്ങളൊക്കെ വറ്റിപ്പോയിരിക്കുന്നു. അതൊന്നും അതിൻ്റെ ജൈവികത നിലനിർത്തുന്നില്ല. നമ്മുടെ കാലാവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നു. ഈ ചൂട് കടലിൽ നിന്നാണ് അത് ആഗിരണം ചെയ്ത് ചൂട് കളയേണ്ടത്, പക്ഷേ അവിടെ മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഉഷ്ണം ശമിപ്പിക്കാനുള്ള പ്രകൃതിദത്തമായ സാഹചര്യങ്ങളൊക്കെ ഇല്ലാതാകുന്നു. അതുകൊണ്ട് അതിൻ്റെ തുറസായ ഇടങ്ങളിലൊക്കെ പൊള്ളലേൽക്കുന്ന അനുഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നതാണ്. ഇനി താങ്കൾ പറഞ്ഞ ഈ പവർ കട്ട് എന്ന് പറഞ്ഞാൽ, ഔദ്യോഗികമായി പവർ കട്ടോ അല്ലെങ്കിൽ ലോഡ് ഷെഡിങ്ങോ ഒന്നും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചില്ല. പക്ഷേ ശരിയാണ്, അപ്രഖ്യാപിതമായ ലോഡ് ഷെഡിങ്ങുകൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. അതിൽ KSEBക്ക് അതല്ലാതെ മാർഗമില്ല. മാത്രമല്ല, ഇപ്പോൾ മന്ത്രി പറഞ്ഞത് വൈകുന്നേരം 6 മണി തൊട്ട് 11 മണി വരെ വൈദ്യുതി നിയന്ത്രിക്കാൻ ജനങ്ങൾ സ്വമേധയാ തയ്യാറാകണമെന്ന്. പക്ഷേ ഒരു കാലത്തും നടക്കില്ല, കാരണം ചുട്ടുപൊള്ളുന്നതാണ്. പിന്നെ നമ്മൾ ഈ AC ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് ശീതീകരിക്കുന്നുണ്ട് കുറച്ച്. അല്ലെങ്കിൽ മന്ത്രിക്ക് ഒരു വഴിയുണ്ട് കേട്ടോ, നിങ്ങൾ ഒരു കാരണവശാലും ഇത് ഓഫ് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയായോ? അങ്ങനെയാണെങ്കിൽ ഓഫ് ചെയ്യുക. ഓക്കെ, ആഷ്മി, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ദുസ്സഹമായ ചൂടാണ്, ഇതിലും വലിയ ചൂട് താങ്ങിട്ടുണ്ട് മലയാളികൾ. മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞതിന്റെ ആണോ എന്ന് അറിയാം. എന്തായാലും കാലാവസ്ഥ മാറിയിരിക്കുന്നു. കിഴിത്തലാണോന്ന് നമുക്കറിയില്ല. എന്ന് പറഞ്ഞാലേ ഇത് ഇന്നലെ കണ്ണൂർ ഒരാൾ സൂര്യാഘാതം മരിച്ചു. ഇന്ന് പട്ടാമ്പിൽ ഒരു വയോധികൻ മരിച്ചു. എന്റെ നാട് കുന്നിക്കോട്ട് ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇന്ന് പട്ടാമ്പിൽ വയോധികൻ സൂര്യാഘാതമാണോ എന്ന് സംശയമുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ആയി കുറെ അധികം എന്ന് പറഞ്ഞാൽ പപ്പടം പോലൊക്കെ അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത പോലെ പൊള്ളുന്ന സൂര്യാതപത്തിന്റെ ദൃശ്യങ്ങൾ വരുന്നു. സാധാരണയിൽ അത്തരം ദൃശ്യങ്ങൾ കേരളത്തിൽ അങ്ങനെ സാധാരണ കാണുന്നതല്ല. അത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ കാഴ്ചയായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഇപ്പം നമ്മളിപ്പോൾ കേരളം ദൈവത്തിന് സ്വന്തം നാടെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ നവോത്ഥാന മൂല്യങ്ങൾ മാത്രമായിരുന്നില്ല. ശീതോഷ്ണ കാലാവസ്ഥ എന്ന് പറയുന്ന രീതിയിൽ കാലാവസ്ഥ എക്സ്ട്രീംസ് ഇല്ലാത്ത ഒരു സംസ്ഥാനം എന്ന നിലയ്ക്കായിരുന്നു. പക്ഷേ അത് ഇനിയിപ്പം ഓർമ്മയായി, അത് നമ്മുടെ ഭൂതകാലത്തിലെ ഗൃഹാതുരസ്മരണ മാത്രമായി.
കേരളം ബാക്കി എല്ലാ സംസ്ഥാനങ്ങളെ പോലെയായി. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളെന്നല്ല എസ് കെ അർത്ഥം. ഇവിടെ നമ്മൾ പോയ കാലത്തെ കേരളത്തിലെ ചൂടിനെ പറ്റി പറയുന്നതിനപ്പുറം ഇപ്പോൾ സംഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം അത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം ഉണ്ടാവുന്നതല്ല, അത് ലോകമെമ്പാടും ഉണ്ടാവുന്നതാണ്. അത് മനുഷ്യർ ചെയ്തുകൊണ്ടാണോ ചോദിച്ചാൽ അത് കേരളത്തിൽ ഇവിടെ ആരെങ്കിലും വേസ്റ്റ് ഇടുന്നതോ കേരളത്തിൽ ഇവിടെ ആരെങ്കിലും മരം വെട്ടുന്നതുകൊണ്ടുള്ള പ്രശ്നമല്ല, അത് മനുഷ്യർ ചെയ്തു തന്നെയാണ്. പക്ഷേ ആ ചെയ്തിക്ക് പ്രധാനപ്പെട്ട ഉത്തരവാദികൾ അത് ഇന്ത്യ അടക്കം വികസിത രാജ്യങ്ങളല്ല, അമേരിക്ക അടക്കം വികസിത രാജ്യങ്ങളാണ്. ഇപ്പോൾ പാരീസ് ക്ലൈമറ്റ് പോലുള്ള ഈ പറഞ്ഞ കാലാവസ്ഥ ഉച്ചകോടികൾ ഉണ്ടാവും. അവിടെ പ്രധാനമായും സംഭവിക്കുന്നത് ഈ വികസന രാജ്യങ്ങൾക്ക് മേൽ ഈ പാവഭാരം മൊത്തം അടിച്ചേപ്പിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ നടപടിയെടുക്കേണ്ട ആ രാജ്യങ്ങളൊന്നും ചെയ്യുന്നതെന്ന് മാത്രമല്ല, ഈ ട്രംപിനെ പോലുള്ള ഭരണാധികാരികൾ ഖത്തർ നീക്കലോട് മഹാപുച്ഛമാണ്, ഏടുകൾ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തെയോ കേരളം ഒരു സംസ്ഥാനം എന്ന നിലയ്ക്കോ ഇന്ത്യ രാജ്യം എന്ന നിലയ്ക്കോ മാത്രം വിചാരിച്ചാൽ തീരുന്ന പ്രശ്നമല്ല. അത് കുറച്ചുകൂടെ വിശാലമായ പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ലോകം നേരിടുന്ന അനിവാര്യമായ ദുരന്തത്തിലേക്കുള്ള ഒരു യാത്രയാണ് എന്ന് തന്നെ വിചാരിക്കേണ്ടി വരും. നമ്മൾ വല്ലാതെ വൈകി, ഇതിനോടകം ലോകം വല്ലാതെ വൈകി. അത് ഇപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ പൊതുജനാരോഗ്യ പ്രവർത്തക കൂടിയായ ഡോക്ടർ സൗമ്യ സരിൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഈ സൂര്യാതപം ഏൽക്കുന്നത് കുറച്ച് കൂടുതൽ കുട്ടികളിലായിട്ടുണ്ട്. കുട്ടികളുമായിട്ടൊക്കെ ബന്ധമുള്ള എനിക്ക് തോന്നുന്ന ഒരു പീഡിയാട്രീഷ്യൻ കൂടിയാണ് അല്ലെ ഗോപികൃഷ്ണൻ, ഡോക്ടർ സൗമ്യ. അപ്പോൾ ഡോക്ടർ സൗമ്യ സരിൻ നമുക്കൊപ്പം ലൈവായിട്ട് വരുന്നു. ഡോക്ടർ സൗമ്യ, ഒരുപക്ഷെ ഈ കുട്ടികൾ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഡോക്ടർ സൗമ്യയുടെ അഭിപ്രായം? നമസ്കാരം, താങ്കൾക്ക് 24 ഗ്രാൻഡ് ഡിബേറ്റിലേക്ക് സ്വാഗതം. താങ്ക് യു എസ് കെ. താങ്കൾ പറഞ്ഞ പോലെ വളരെ കറക്റ്റ് ആണ്. അതായത് കുട്ടികളും അതുപോലെ തന്നെ മുതിർന്ന ആളുകളുമാണ് ഏറ്റവും കൂടുതൽ ഇതിലൊരു വൾനറബിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് കേൾക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പറഞ്ഞോളൂ താങ്കൾ. ഓക്കെ. സോ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് ചെറിയ കുട്ടികളെയും അതുപോലെ തന്നെ മുതിർന്ന ആളുകളെയുമാണ്. നമ്മൾ ഏതൊരു അസുഖം പറയുമ്പോൾ ഇപ്പൊ കോവിഡിൽ നമ്മൾ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, അവരായിരുന്നു ഒരു വൾനറബിൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കുട്ടികളുടെ സർഫസ് ഏരിയ ബാക്കിയുള്ള ആളുകളെ അപേക്ഷിച്ചിട്ട് അറിയാലോ, നമ്മൾ അവരുടെ ബോഡി സർഫസ് ഏരിയ വളരെ ചെറുതായതുകൊണ്ട് കൂടി ചെറിയ ബേൺസ് പോലും വലിയ രീതിയിൽ, അത് ആ പെർസെന്റേജ് കൂടുതലായിട്ടാണ് വലിയ ആളുകളെ അപേക്ഷിച്ച് കുട്ടികൾക്ക് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തില് കുട്ടികൾക്ക് ലീവ് വെക്കേഷൻ ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു 11 മണി മുതൽ 3 മണി വരെയുള്ള സമയം മാക്സിമം കുട്ടികൾക്ക് നേരിട്ട് സൂര്യപ്രകാശത്തിന്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടാവാത്ത രീതിയിൽ അവരെ മാക്സിമം വീട്ടിൽ തന്നെ ഇൻഡോഴ്സ് ആയിട്ട് വെക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതുപോലെ തന്നെയാണ് മുതിർന്ന ആളുകൾ, ഒരു 50-55 വയസ്സിന് ശേഷമുള്ള, മാക്സിമം 60 വയസ്സിന് ശേഷമുള്ള വയോജനങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. പിന്നെ എല്ലാവരും വെള്ളം കുടിക്കാൻ, ഇതൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞു കേട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. എങ്കിൽ പോലും ഒരു ദിവസം മിനിമം ഒരു 1.5 ലിറ്റർ മുതൽ 2 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇതിൽ വൃക്കരോഗികളും ഹൃദ്രോഗികളെയും ഞാൻ മാറ്റി നിർത്തുകയാണ്. അവർക്ക് ഒരു ദിവസം കുടിക്കാവുന്ന വെള്ളത്തിൽ അളവുകൾ ഉണ്ടായിരിക്കും. അതല്ലാതെ നോർമൽ ആരോഗ്യസ്ഥിതിയുള്ള എല്ലാവരും മിനിമം ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും ഈ ഒരു കാലഘട്ടത്തിൽ കുടിക്കാൻ ശ്രദ്ധിക്കുക. ഭക്ഷണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സൂര്യാതപം ഏറ്റ കുട്ടികളുണ്ടല്ലോ, അപ്പൊ അവരുടെ ചികിത്സ എങ്ങനെയാണ്? അതായത് സൂര്യാതപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് 2 എണ്ണമായിട്ട് തരംതിരിക്കേണ്ടതായിട്ട് വരും. ഒന്ന് സൺ ബേൺ, നമ്മള് സൂര്യാതപം എന്ന് പറയുന്നത്. മറ്റേത് സൂര്യാഘാതം, അതായത് സൺ സ്ട്രോക്ക്. അപ്പോൾ ഇപ്പൊ ഈ മരണമൊക്കെ ഉണ്ടാവുന്നത് സൺ സ്ട്രോക്ക് മൂലമാണ്. ഇതിലെ രണ്ടിലെയും വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൺ ബേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ട് UV റേസ് നമ്മുടെ തൊലിപ്പുറത്ത് ഉണ്ടാക്കുന്ന ബേൺസ് ആണ് പ്രധാനമായിട്ടും സൺ ബേൺ. അതിലുണ്ടാവുന്നത് നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആകും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോ നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണിക്കുന്നത് സൺബേൺ ആണ്. അതായത് അദ്ദേഹത്തിന്റെ തൊലിപ്പുറത്ത് നല്ല രീതിയിൽ ബേൺസ് ആയി അത് ആ ഒരു പൊള്ളലേറ്റ പോലെയാണ്. ഈ ബ്ലിസ്റ്റേഴ്സ് ഉണ്ടാവും. ശരിക്കും നമുക്ക് പൊള്ളലേൽക്കുന്ന പോലെ തന്നെ ബ്ലിസ്റ്റേഴ്സ് ഫോം ചെയ്യാം. പക്ഷെ ഇത് തൊലിപ്പുറത്ത് മാത്രമാണ്. നമ്മൾ മാക്സിമം അത് ആ തൊലിയുടെ പുറത്ത് നമുക്ക് അലോവേര ജെല്ല് പോലെയുള്ള ജെല്ലുകളൊക്കെ തേൽക്കുക. അതുപോലെ തന്നെ നല്ലപോലെ വെള്ളം കുടിക്കാൻ കൊടുക്കുക. അപ്പോൾ അവരെ കൂളായിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റുക. ബോഡി കൂൾ ഡൗൺ ചെയ്യിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും നമ്മൾ ഐസ് വെക്കരുത്. ഈ പറയുന്ന സ്കിന്നിന് മുകളിൽ നേരിട്ട് ഐസ് വെക്കരുത്. അതിന് പകരം തണുത്ത വെള്ളത്തിൽ കോട്ടൺ തുണി മുക്കിക്കൊണ്ട് സ്പഞ്ച് ചെയ്യുന്നത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഐസ് ഒരു കോട്ടൺ തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് സ്പഞ്ച് ചെയ്യുന്നതും ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കൂൾ ഡൗൺ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. എന്നാൽ ഈ സൺ ബേണിൽ ആ ഒരു തൊലിപ്പുറത്ത് മാത്രമാണ്, വേറെ രീതിയിൽ സിസ്റ്റമിക് ആയിട്ട് വേറെ അവയവങ്ങളൊന്നും ഇതിൽ ബാധിക്കപ്പെടുന്നില്ല.
എന്നാൽ സൺസ്ട്രോക്ക് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ എമർജൻസിയാണ്. ഇത് തന്നെ കുറച്ചുകൂടി സീരിയസ് ആവുന്ന സിറ്റുവേഷൻ ആണ് സൺസ്ട്രോക്ക്. ഇപ്പൊ മരണം ഉണ്ടാവുന്നത് സൺസ്ട്രോക്ക് മൂലമാണ്. അതായത് തൊലിപ്പുറത്ത് മാത്രമല്ല, നമ്മുടെ ഇന്റേണൽ ഓർഗൻസ്, ആന്തരികമായ അവയവങ്ങൾ കൂടി അഫക്റ്റഡ് ആവുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് ബ്രെയിൻ ആണ് ഇതിൽ അഫക്റ്റഡ് ആവുന്നത്. സൺബേണില് നമ്മുടെ ശരീരം അപ്പോഴും നമ്മുടെ കോർ ടെമ്പറേച്ചറിനെ നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ തെർമോ റെഗുലേഷൻ എന്ന് പറയും. നമ്മുടെ ശരീരത്തിന് തന്നെ നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ നോർമൽ ആക്കി വെക്കാനുള്ള ഒരു മെക്കാനിസം ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ വിയർക്കുന്നതൊക്കെ. അപ്പോൾ ആ വിയർപ്പ് നമ്മുടെ കൂൾ ഡൗൺ ചെയ്യിക്കാനുള്ള ശരീരത്തിന്റെ നോർമൽ ആയിട്ടുള്ള ഒരു തെർമോ റെഗുലേറ്ററി മെത്തേഡാണ്. എന്നാൽ സൺസ്ട്രോക്കിന്റെ സമയത്ത് ഈ തെർമോ റെഗുലേറ്ററി മെത്തേഡ് കംപ്ലീറ്റ്ലി ഫെയിലിയർ ആയി പോകും. നമ്മുടെ ശരീരത്തിന് സ്വന്തം കോർ ടെമ്പറേച്ചറിനെ നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ മോർ ദാൻ 40 ഡിഗ്രി സെൽഷ്യസിലേക്ക് പോവുകയും അപ്പൊ ഈ പെർസ്പിരേഷൻ അഥവാ സ്വെറ്റിംഗ് ഉണ്ടാവില്ല. ശരീരം ഇങ്ങനെ ചൂട് പിടിച്ച് 40 ഡിഗ്രി മുകളിൽ ഇങ്ങനെ ചൂട് പിടിച്ച് നിൽക്കുന്ന അവസ്ഥയായിരിക്കും. ഇതിന്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് ബ്രെയിനിനെ അഫക്ട് ചെയ്യും. അപ്പോഴാണ് അവര് ഓൾട്ടേർഡ് സെൻസോറി ഉണ്ടാവും. അവരുടെ ആ ബോധമണ്ഡലത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അവര് പരസ്പര ബന്ധമില്ലാതെ പെരുമാറുക, സംസാരിക്കുക, അവസാനം അവര് ഫെയിന്റ് ചെയ്ത് അൺകോൺഷ്യസ് ആയി പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഈ ഒരു ഇതെന്ന് പറയുന്നത് വളരെ അതൊരു എമർജൻസിയാണ്. ഇത് നമുക്ക് ഒരിക്കലും വീട്ടിൽ വെച്ചിട്ടൊന്നും പെട്ടെന്ന് മാനേജ് ചെയ്യാൻ സാധിക്കില്ല. ഉടൻ തന്നെ ഒരു ആശുപത്രിയിലേക്ക് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെ ബോധമണ്ഡലത്തിൽ വ്യത്യാസം വരുമ്പോൾ ഒരിക്കലും നമ്മൾ അവരുടെ വായിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനോ വെള്ളം കുടിപ്പിക്കാനോ ശ്രമിക്കരുത്. കാരണം അത് ആസ്പിറേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് ഒരു ആശുപത്രിയിലാണ് ബാക്കി ചികിത്സ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ താങ്ക് യു ഡോക്ടർ സൗമ്യ സരൻ. താങ്ക് യു. നമുക്കിപ്പം ചേർന്ന് ഇന്നലെ ഡോക്ടർ സൗമ്യ പറഞ്ഞ പല കാര്യങ്ങളും എനിക്കൊന്ന് പ്രേക്ഷകർക്ക് ഉപകാരപ്രദമായിരിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. ദിലീപ് കുമാർ, താങ്കൾ ഈ സൂര്യാഘാതത്തിന്റെ ഒക്കെ ഒരു എക്സ്പെർട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞങ്ങളും വിശ്വസിക്കുന്നില്ല. അതെ, അല്ല, സൂര്യാതപം അത് സംബന്ധിച്ചൊന്നും ഒരു എക്സ്പെർട്ട് അല്ല. പക്ഷെ എങ്കിലും എനിക്ക് ഇന്ന് ഈ ചേർന്ന ഈ ഉന്നതതല യോഗത്തിന്റെ തീരുമാനങ്ങൾ, കാരണം നമ്മൾ വിചാരിച്ചാൽ ഇത് ഈ ചൂടെന്ന് പറയുന്ന ആഗോള താപനം അല്ലെങ്കിൽ എൽനിനോ പ്രതിഭാസം, അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഈ കൊടും ചൂട്, ഇതൊന്നും നമുക്ക് മാത്രമായി നിർത്താൻ കഴിയുന്നതല്ല. അതിനെ പ്രതിരോധിക്കാനും നമുക്കങ്ങനെ കഴിയില്ല. പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുട കൊണ്ടുപോകാം, അല്ലെങ്കിൽ തണലിൽ നിൽക്കാം, വെള്ളം ധാരാളമായി കുടിക്കാം. അത്തരത്തിലുള്ള പ്രതിരോധം അല്ലാതെ നമുക്ക് ഈ സൂര്യനെ ഡയറക്റ്റ് അവിടുന്ന് സൂര്യനിൽ നിന്ന് വരുന്ന ചൂടിനെ പ്രതിരോധിക്കാൻ അതെ മറ്റു മാർഗങ്ങളില്ല. അതുകൊണ്ട് ഇന്ന് പക്ഷേ ആ യോഗ എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ ഒറ്റക്കെട്ടായി നിന്ന് അതിൽ പല സംഘടനകൾ, ഈ നാട്ടിലുള്ള സംഘടനകളടക്കം, സാംസ്കാരിക സംഘടനകളുണ്ട്, സർവീസ് സംഘടനകളുണ്ട്, ഗ്രാമപഞ്ചായത്തുകളുണ്ട്, മുനിസിപ്പാലിറ്റികളുണ്ട്, അങ്ങനെയുള്ള ഈ സംവിധാനങ്ങൾ ഒന്നാകെ ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് വളരെ മാതൃകാപരമായ ചില നിർദ്ദേശങ്ങളാണ് എന്നതിൽ തർക്കമില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രാദേശിക തലങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള ഈ തണ്ണീർ പന്തലുകൾ പോലെയുള്ളവ സർക്കാർ ചെയ്യാൻ തീരുമാനിച്ചു. അതെ, സർക്കാർ മാത്രമല്ല, ഞാൻ പറഞ്ഞ ഈ നാട്ടുകാരുടെ സഹായത്തോടു കൂടി, ഈ പ്രാദേശികമായിട്ടുള്ള സാംസ്കാരിക സംഘടനകളുടെ അടക്കം സഹായത്തോടു കൂടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുക, അത് ഇതിനെ പ്രതിരോധിക്കുന്നതിനുള്ള മാർഗങ്ങളിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊന്ന്, ഇന്നത്തെ യോഗത്തിലും അതിലൊരു വിയോജിപ്പുള്ളത്, നേരത്തെ തന്നെ ഈ സംസ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ബേൺ ക്ലിനിക്കുകൾ ആരംഭിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോഴും പ്രാവർത്തികമായിട്ടില്ല. നമ്മൾ ഈ മുണ്ടത്തിക്കോട് ഈ സ്ഫോടനം നടന്ന സമയത്തും ഇത്തരത്തിലുള്ള ഈ ബേൺ ക്ലിനിക്കിനെ കുറിച്ച്, അതായത് പൊള്ളലേറ്റു വരുന്നവർക്ക് പ്രത്യേക പരിചരണം നൽകുന്ന ക്ലിനിക്കുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ഇന്നത്തെ യോഗത്തിലും ആ നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട്. അടിയന്തരമായി ചികിത്സ നൽകാൻ അല്ല, ബേൺ വാർഡുകൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചില, ഇത് എല്ലാ ആരോഗ്യ ഒരു രോഗിക്ക് ഒരു വാർഡ് വേണമെന്ന് പറയുന്നത്. നമ്മുടെ ബാക്കി എല്ലാ രോഗപ്രതിരോധ സംവിധാനം ഈ സ്കിന്നിൽ കൂടാണ്. ആ സ്കിന്ന് പോയി കഴിഞ്ഞാൽ ഉള്ള അസുഖങ്ങളൊക്കെ കയറി പിടിക്കും എന്നുള്ളത് കാരണം ഒരു രോഗിക്ക് ഒരു വാർഡ് എന്ന മട്ടിലുള്ള സംവിധാനം ഉണ്ടാവണമെന്നായിരുന്നു കെജിത്താ രോഗങ്ങൾ പറഞ്ഞത്. പക്ഷെ നടന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ദിലീപ്, നമുക്ക് അതുപോലെ മറ്റൊരു കാര്യം കൂടി, അതായത് ഈ ചൂട് കൂടുന്തോറും ഈ ചൂടിനെ പ്രതിരോധിക്കാനുള്ള AC ഉപയോഗിക്കുന്നതിന്റെ അളവ് കൂടും. അത് AC-കളുടെ എണ്ണം നമ്മുടെ വീടുകളിൽ പോലും സാധാരണഗതിയിൽ ഇപ്പോൾ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രമേൽ കൊടും ചൂടായിട്ടുണ്ട്. AC ഒരു ആഡംബര വസ്തുവല്ല, ഒരു ആവശ്യ വസ്തു എന്ന നിലയിലേക്കൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ വൈദ്യുതി ഉപഭോഗം കൂടുമ്പോൾ വൈദ്യുതി ഉൽപ്പാദനം ഒരു വശത്ത് കുറയുകയാണ്. അപ്പോൾ വൈദ്യുതിയുടെ ഉൽപ്പാദനം കൂട്ടുക എന്നുള്ളതും, അല്ലെങ്കിൽ അത്തരം ഇനി ഭാവിയിൽ ഈ ചൂട് കൂടുകയാണ് ഉണ്ടാവുക എന്നത് അറിഞ്ഞുകൊണ്ട് അതിനുള്ള ബദൽ മാർഗങ്ങൾ കൂടി നമ്മൾ ഇപ്പോഴേ തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. കുറച്ച് വാർത്തകൾ കൂടി ദിലീപിന് കിട്ടിയാൽ കുഴപ്പമില്ലല്ലോ. ഗോപികൃഷ്ണൻ, നമുക്ക് കാക്കനാട് നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്ന് ദിൽന മധു കൂടി ചേരുകയാണ് പ്രധാനപ്പെട്ട വാർത്തകളുമായി. ഓവർ ടു യു ദിൽന മധു. You are watching 24 News Headline.
കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച കനക്കുന്നതിനിടെ പഴയകാല ചരിത്രവും പാരമ്പര്യവും വിശദീകരിച്ച് രമേശ് ചെന്നിത്തല. ഒരു സുപ്രഭാതത്തിൽ പൊട്ടിവീണ ആളല്ല. ഒരു ദിവസം നമ്മൾ സുപ്രഭാതത്തിൽ പൊട്ടിവിടണമെന്നുമല്ല. നമ്മളൊക്കെ ഒത്തിരി പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലേക്ക് വന്ന നേതൃനിരകളാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ പഴയ തലമുറ എന്ന് പറയുന്നില്ല. സൈക്കിളിൽ പോയി KSU ഉണ്ടാക്കി. ഞങ്ങളൊക്കെ സൈക്കിളിൽ പോയിട്ടാണ് KSU യൂണിറ്റുകൾ ഉണ്ടാക്കുന്നത്. സൈബറെടുത്ത് പോരുമുറുകുന്നതിനിടെ പരസ്യ പ്രസ്താവനകൾ വിലക്കി KPCC നേതൃത്വം. പൊതുസമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കും വിധം പ്രസ്താവനകൾ നടത്തരുതെന്ന് സണ്ണി ജോസഫ്. ചർച്ചകളിൽ നിന്ന് പിന്തിരിയാൻ കർശന നിർദ്ദേശം നൽകി AICCയും. VD സതീശിനെ അനുകൂലിച്ച് ആലുവയിൽ ഫ്ലക്സ് ബോർഡ്. പ്രാദേശിക വികാരമെന്ന മണ്ഡലം പ്രസിഡന്റ് ഷറഫുദ്ദീൻ. ചർച്ചകളെ തള്ളി മുസ്ലിം ലീഗ്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ UDFനൊരു കീഴ്വഴക്കമുണ്ടെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ആയുസ് 4-ാം തീയതി വരെയേ ഉള്ളൂ. അതുവരെ അവർ മുഖ്യമന്ത്രിയും മന്ത്രിയും അതുപോലെ തന്നെ സ്റ്റാഫും ഒക്കെ മുമ്പത്തെ പോലെ തന്നെ ഇപ്രാവശ്യം തീരുമാനിക്കപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. കോൺഗ്രസിനെ പരിഹസിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംസ്ഥാനത്ത് കൊടും ചൂട്. ഇന്ന് 8 പേർക്ക് സൂര്യാതപമേറ്റു. കൊല്ലം കുന്നിക്കോട് കൃഷിയിടത്ത് വയോധികൻ മരിച്ചത് സൂര്യാഘാതമേറ്റെന്ന് സംശയം. മരിച്ച ബേബിയുടെ ഇരുകൈകളിലും പൊള്ളലേറ്റ പാടുകൾ. മൂന്നാറിൽ UV ഇൻഡെക്സ് അപകടകരമായ നിലയിൽ. പ്രതിരോധ പ്രവർത്തനങ്ങളുമായി സർക്കാർ. വെള്ളം, ORS എന്നിവയും സൂര്യാഘാത പ്രഥമ ശുശ്രൂഷയും പൊതുയിടങ്ങളിൽ ഒരുക്കും. പകൽ സമയത്ത് അനാവശ്യ യാത്ര ഒഴിവാക്കണമെന്ന് മന്ത്രി K രാജൻ. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും കുട്ടികളും ആൽബനിസം പോലെയുള്ള രോഗങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള അവസ്ഥയുള്ളവരും പകൽ സമയം സർക്കാരിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് പറഞ്ഞാൽ ഒരു സെൽഫ് ലോക്ക്ഡൌണിന് വിധേയമാകണം എന്ന് തന്നെയാണ് നമ്മുടെ അഭ്യർത്ഥന. 5 ദിവസത്തേക്ക് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊടും ചൂടിനൊപ്പം സംസ്ഥാനത്ത് പാമ്പ് ശല്യവും രൂക്ഷം. ഒരാഴ്ചക്കിടെ ജീവൻ നഷ്ടമായത് 5 പേർക്ക്. വയനാട് പടിഞ്ഞാറത്തറയിലും കായംകുളത്ത് 15-കാരിയും കൊല്ലത്ത് പഞ്ചായത്തംഗവും പാമ്പ് കടിയേറ്റ് ചികിത്സയിൽ. നാദാപുരത്ത് പാഞ്ഞെടുത്ത പാമ്പിൽ നിന്ന് വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ആശുപത്രികളിൽ മതിയായ ആന്റിവനം ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി. KCB ഡാമുകളിൽ ജലനിരപ്പ് താഴ്ന്നതിനാൽ സംസ്ഥാനത്തെ വൈദ്യുതി ഉൽപാദനം ആശങ്കയിൽ. അവശേഷിക്കുന്നത് 31.48% ജലം. കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അപ്രഖ്യാപിതമായ ലോഡ് ഷെഡിങ് നടക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും എഴുതി വെച്ചിരുന്നു ലോഡ് ഷെഡിങ് ഇല്ലാത്ത 10 വർഷമെന്ന്. ഇപ്പോൾ അത് വെറും പൊള്ളയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ലോഡ് ഷെഡിങ്ങിൽ സർക്കാരിന്റെ അവകാശവാദങ്ങൾ പൊളിഞ്ഞെന്ന് രമേശ് ചെന്നിത്തല. രാത്രി 9 മുതൽ 11 മണി വരെ ഇഞ്ചക്ഷൻ കുക്കറുകളുടെയും വൈദ്യുതി വാഹനങ്ങൾ ചാർജിങ്ങും മറ്റും പകൽ സമയങ്ങളിൽ ഉപയോഗിക്കാവുന്ന വൈദ്യുതി ഉപകരണങ്ങളുടെ ഉപയോഗത്തിലും ചെറിയ തോതിലുള്ള നിയന്ത്രണം സ്വയം പാലിച്ചാൽ നമുക്ക് ഈ പ്രതിസന്ധി വളരെ സുഗമമായി തരണം ചെയ്യാൻ സാധിക്കും. അപ്രഖ്യാപിത പവർ കട്ടിലെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ജാതി അധിക്ഷേപമോ അപമാനമോ നടന്നതായി തെളിവില്ലെന്ന് തലശ്ശേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി. ആത്മഹത്യയിലേക്ക് നയിച്ചത് പ്രിൻസിപ്പലിന്റെ മുറിയിൽ വെച്ച് നടന്ന ചോദ്യം ചെയ്യലും സൈബർ പരാതിയെക്കുറിച്ചുള്ള ഭയവും. വിദ്യാർത്ഥികളോടുള്ള ഡോക്ടർ റാമിന്റെ പെരുമാറ്റം മോശമെന്നും കോടതി. നിരീക്ഷണം ഡോക്ടർ MK റാമിന് മുൻകൂർ ജാമ്യം നിഷേധിച്ചും ഡോക്ടർ സംഗീതയ്ക്ക് ജാമ്യം നൽകിയുമുള്ള വിധിയിൽ ഞാനും എൻ്റെ കുടുംബവും ഒട്ടും തൃപ്തരല്ല. എല്ലാ കാര്യങ്ങളും പോലീസിനോടും മറ്റുള്ള എല്ലാം മൊഴി കൊടുത്തേന്. സംഗീതയ്ക്കെതിരെയും റാമിനെതിരെയും ഈ പോലീസ് എല്ലാം ഒത്തുകളിക്കുകയായിരുന്നു. കാരണം അവരെ ആരോ സംരക്ഷിക്കുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഞങ്ങൾ മേൽക്കോടതിയെ സമീപിക്കും. വിധിയിൽ തൃപ്തിയില്ലെന്ന് നിതിന്റെ പിതാവ് രാജൻ. BJPയിലേക്ക് കൂറുമാറിയ രാജ്യസഭാ MPമാർക്കെതിരെ കടുപ്പിച്ച AP. പ്രവർത്തകരെ അണിനിരത്തി പഞ്ചാബിൽ വൻ പ്രതിഷേധം. ഹർഭജൻ സിംഗിന്റെ വീട്ടിലേക്കും അശോക് മിത്തലിന്റെ സർവകലാശാലയ്ക്ക് മുന്നിലും പ്രതിഷേധ പ്രകടനങ്ങൾ. അയോഗ്യത ഉന്നയിക്കാൻ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടി പഞ്ചാബ് മുഖ്യമന്ത്രി. ഭയം കൊണ്ടല്ല വെറുപ്പുകൊണ്ടാണ് AP വിട്ടതെന്ന് രാഘവ് ചദ്ദ. ചരിത്രപ്രസിദ്ധമായ തൃശൂർ പൂരം നാളെ. ഘടകപൂരങ്ങളെ വരവേൽക്കാൻ വടക്കുംനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരനട തുറന്നു.
രാവിലെ ആദ്യം എത്തുക കണിമംഗലം ശാസ്താവ്. മഠത്തിൽ വരവും ഇലഞ്ഞിത്തറമേളവും മുറ പോലെ 15 മിനിറ്റായി ചുരുക്കി കുടമാറ്റം. മുണ്ടത്തിക്കോട് ദുരന്തത്തിനിടയിലും പൂരാവേശത്തിൽ തൃശൂർ. കൊല്ലം തൃശൂർ പാതയിൽ പ്രത്യേക ട്രെയിൻ അനുവദിച്ച റെയിൽവേ. വട്ടിയൂർക്കാവ് സ്റ്റേഷൻ മാർച്ചിൽ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ച മുൻ DGP R ശ്രീലേഖയ്ക്കെതിരെ കേസ്. നടപടി ആർ ശ്രീലേഖയെ ഒഴിവാക്കിയെന്ന ആക്ഷേപത്തിന് പിന്നാലെ വിവാദമായത് പോടാ പുല്ലേ പോലീസെ മുദ്രാവാക്യം. മാർച്ചിൽ പങ്കെടുത്ത ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെതിരെയും കേസ്. കേസെടുത്ത ഭരണത്തിന്റെ അസ്തമയം മെയ് 4 രാജീവ് ചന്ദ്രശേഖർ. ക്രിമിനൽ വിളയാട്ടത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ ജനങ്ങൾ ഒന്നിക്കണമെന്ന് MV ഗോവിന്ദൻ. അനിശ്ചിതത്വമൊഴിയാതെ ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട ചർച്ച. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാതെ ഇറാൻ. പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫുമായി ഇസ്ലാമാബാദിൽ കൂടിക്കാഴ്ച നടത്തിയ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിന്റെ മധ്യസ്ഥ ശ്രമങ്ങൾക്കും അരക്ചിയുടെ പ്രശംസ. ഹോർമൂസ് തർക്കത്തിനിടെ വീണ്ടും ഇറാൻ കപ്പൽ തടഞ്ഞ അമേരിക്കൻ സൈന്യം. അമേരിക്ക നാവിക ഉപരോധം തുടർന്നാൽ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ സൈനിക കമാൻഡ്. ഇതാണ് മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ഇനിയൊരു ഇടവേളയാണ്. അതിനുശേഷം ഗ്രാൻഡ് 24 ഡിബേറ്റ് തുടരും.
പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. 24 ഗ്രാൻഡ് ഡിബേറ്റ് തുടരുകയാണ്. കടുത്ത ചൂടാണ് പുറത്ത്. ഈ വേനൽ കത്തുമ്പോൾ പ്രിയപ്പെട്ട നാട്ടുകാരൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് അപ്രഖ്യാത ലോഡ് ഷെഡിങ്, പവർ കട്ട്, അങ്ങനെ പല പ്രശ്നങ്ങൾ, സൺബേൺ, സൂര്യാഘാതം, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വരുന്നു. അപ്പോൾ ആഷ്മി എന്തോ പറയാൻ ശ്രമിച്ച പോലെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ലോഡ് ഷെഡിങ് എന്ന ഒഫീഷ്യൽ പേരിട്ടില്ലെങ്കിലും കേരളത്തിൽ ഇപ്പൊ ഇന്ന് രാവിലെ മോർണിംഗ് ഷോ വരുമ്പോൾ നമ്മുടെ കമന്റ് ബോക്സിൽ നൂറുകണക്കിന് ആളുകൾ പറയുന്നുണ്ടായിരുന്നു അവിടെയൊക്കെ ഈ പറയുന്ന 8 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെയുള്ള സമയത്ത് ഓഫ് ഉണ്ട് എന്ന് പറഞ്ഞാൽ വൈദ്യുതി നിയന്ത്രണം തന്നെയാണ്. അത് പീക്ക് സമയത്തെ ഷെഡിങ് എന്നൊക്കെ പറഞ്ഞാലും അത് വൈദ്യുതി നിയന്ത്രണം തന്നെയാണ്. എന്താണ് പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ഈ LDF സർക്കാരിന്റെ പ്രചരണത്തിലെ പ്രധാനപ്പെട്ട ഒരു ആയുധം. അപ്പോൾ സ്വാഭാവികമായി പവർ കട്ട് വരുമ്പോൾ അത് രാഷ്ട്രീയ ഉണ്ടോ അത് പോട്ടെ. പക്ഷേ പവർ കട്ടില്ലാത്ത വർഷങ്ങൾ സാധ്യമായത് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആര്യാടൻ മുഹമ്മദ് ഒപ്പിട്ട് ഒരു കരാർ കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ കുറഞ്ഞ 4 രൂപ 29 പൈസക്ക് 25 വർഷത്തേക്ക് എന്താണ് ദീർഘകാലത്തുള്ള കരാറായിരുന്നു. ആ കരാറിന്റെ അല്ലാതെ ഏതെങ്കിലും ഉൽപ്പാദനം കൂടിയതുകൊണ്ടല്ല പവർ കട്ടില്ലാത്ത വർഷങ്ങൾ സാധ്യമായത്. റെഗുലേറ്ററി കമ്മീഷന്റെ ഒരു കടുംപിടുത്തത്തിൽ ആ കരാർ റദ്ദാക്കി. ആ കരാർ റദ്ദാക്കിയതിനു ശേഷം 2 വർഷം നമ്മൾ 6 മുതൽ 12 രൂപ വരെ നൽകി വാങ്ങണം. ഇപ്പോൾ 10 രൂപയ്ക്ക് വാങ്ങാണ്ട് കൊടുക്കുമ്പോഴേക്കും അത് മാത്രം ഉണ്ടാക്കുന്ന ഒരു വർഷം 700 രൂപ കൂടിയുടെ നഷ്ടം ഉണ്ടാവുകയാണ്. അത് ബാധിക്കാമോ നമ്മളെയാണ്. ഒറ്റ കാര്യം ഉറപ്പാണ്, ഇപ്പം നമ്മൾ കറണ്ട് ബില്ല് അടച്ചില്ലെങ്കിൽ ഒറ്റ ദിവസം വൈകിയാൽ ഒന്ന് ഫീസ് വരും. നമ്മൾ കറണ്ട് ബില്ല് അടയ്ക്കുന്നവരാണ്, നമ്മൾ സെസ് അടയ്ക്കുന്നവരാണ്, നമ്മൾ അധിക തുക അടയ്ക്കുന്നവരാണ്. നമ്മൾ പൈസ അടയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ പീക്ക് ലോഡ് ഉണ്ടോ എന്ന് അറിയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് കറണ്ട് കിട്ടാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, നമ്മൾ അർഹരാണ്. അത് കിട്ടണം, അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ എന്തായാലും ഗോപി, ഭയങ്കര വെയിലും ചൂടും പുറത്തുണ്ട്. അപ്പോൾ എന്തെങ്കിലും കുടയൊക്കെ പിടിച്ചാലും നടക്കണം. പക്ഷേ നമുക്കൊരു അത്യാവശ്യം ഒരു ചെറിയ തൊപ്പി പ്രേക്ഷകരെ പരിചയപ്പെടുത്താം. നമുക്ക് ഈ തൊപ്പിയെങ്കിലും ധരിച്ചു വേണം നിങ്ങൾ നടക്കാൻ. തൊപ്പിക്കാരൻ അതൊന്ന് വൈഡിലൊന്ന് കാണിച്ചു നമ്മുടെ തൊപ്പി, എന്നാലേ തൊപ്പിയുടെ വലിപ്പം നമുക്ക് മനസ്സിലാവും. തൊപ്പിയെങ്കിൽ തൊപ്പി, ഇതാ തൊപ്പി. ഇത് സൂര്യൻ പോലും പേടിച്ചു പോയി കാണും മിക്കവാറും. കിഴുത്തൂടെ ആളുകൾ കുറച്ച് പേർ കൂടെ വേണേൽ കയറി നിൽക്കാം. അങ്ങനെ ഒറ്റയ്ക്കൊരു ഷൈൻ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. 4-5 പേരുടെ നിർത്തിക്കൊണ്ട് പോകാവുന്ന കാര്യമുള്ളായിരുന്നു. സോഷ്യലിസം വേണ്ടേ മനുഷ്യർക്ക്? ഓക്കെ തൊപ്പിക്കാര ഗംഭീരമായി. പക്ഷേ ഇവിടെങ്ങും അല്ല കേട്ടോ, ഈ തൊപ്പി ഇത്തിരി വിദേശ നാട്ടിലാണ് എന്നാണ്. എനിക്കിത് അയച്ചു തന്ന ആളിനെ കേട്ടാൽ നിങ്ങളൊന്നും ഞെട്ടും. നമ്മുടെ ഭീമ ജ്വല്ലറി ഉടമസ്ഥൻ ഡോക്ടർ ഗോവിന്ദൻ സാറാണ് ഇത് എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ എന്തായാലും ആ തൊപ്പി മഹാത്മ്യം, കാര്യം എനിക്കൊരു ഉപദേശമായിട്ട് അയച്ചു തന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. പുറത്തൊക്കെ ഇറങ്ങുന്നെങ്കിൽ ചെറിയൊരു തൊപ്പി കരുതിക്കോളൂ. അപ്പോൾ തനേഷ് തമ്പി, നമ്മുടെ ചൂടിൻ്റെ കാര്യം SKN നമ്മൾ വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു ദുരന്ത സമാനമായിട്ടുള്ള സാഹചര്യം കേരളം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പുറത്തിറങ്ങാൻ പാടില്ല എന്ന് ഇന്ന് ഈ ഉന്നതതല യോഗത്തിന് ശേഷം മന്ത്രി കെ രാജൻ ഒക്കെ പ്രതികരിച്ചെന്നുള്ള സെൽഫ് ലോക്ക്ഡൌണിലേക്ക് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അപകടകരമായ ഒരു സാഹചര്യമാണ്. ഇത് നമ്മളാരും ഡോക്ടർ രാജൻ മന്ത്രി കെ രാജൻ അങ്ങനെ പറയാൻ വേണ്ടിയുള്ളൊരു സാഹചര്യം ഉണ്ടെന്ന് തനേഷ് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അതല്ലേ SKN. നോക്കൂ, രാവിലെ ഇന്ന് തന്നെ എത്ര സൂര്യാഘാത വാർത്തകളാണ്, എത്ര സൂര്യതപ വാർത്തകളാണ്. അങ്ങനെ നിരന്തരം ഈ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തിറങ്ങുന്ന ആളുകൾക്ക് ആകെ ഭീതിയിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഇത് മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല, ഇത്രയധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പോൾ അത്തരം ഇത് നമ്മുടെ പ്രളയം പോലെ അല്ലെങ്കിൽ മഹാമാരി പോലെ ആ നിലയിൽ കാണേണ്ട ഒരു ദുരന്ത സമാനമായിട്ടുള്ള സാഹചര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മൾ ഈ പവർ കട്ടിനെ കുറിച്ചും അല്ലെങ്കിൽ 10 വർഷം പവർ കട്ടില്ലാത്ത 10 വർഷം, അതൊക്കെ ഇപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വളരെ സജീവമായിട്ട് നിൽക്കുകയാണ്. പവർ കട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായി എന്നൊക്കെ പറയുന്നത്. ഇതിപ്പോൾ ഒരു പ്രളയം വന്നതുപോലെ തന്നെയാണ് ഈ ഒരു സാഹചര്യം. ഇതിപ്പോൾ നമ്മൾ മുൻകൂട്ടി അങ്ങനെയൊന്നും അതൊക്കെ ആയിരിക്കാം, സാങ്കേതിക അർത്ഥത്തിൽ അതൊക്കെ ആയിരിക്കാം. പക്ഷേ ഇവിടെ അടിയന്തര സാഹചര്യം എന്താണ്? അതികഠിനമായ ചൂടാണ്. അതുകൊണ്ട് ഡാമുകളൊക്കെ വറ്റി വരേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട്.
നമ്മൾ ഗ്രിഡ് വഴി പുറത്തുനിന്ന് കറണ്ട് വാങ്ങിക്കുന്ന കാര്യമാണ്. അല്ല അതൊക്കെയുണ്ട്, തരാൻ ബാധ്യസ്ഥ. അല്ല അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇപ്പോഴൊരു ദുരന്ത സാഹചര്യമുണ്ട്. ആ ദുരന്ത സാഹചര്യം നമ്മൾ മുൻകൂട്ടി പ്രവചിച്ചിട്ടുള്ളതൊന്നുമല്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നേരിടണം. ഈ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഈ മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ പാലിക്കണം. ഇല്ലാത്തൊരു അഴിമതി പറഞ്ഞിട്ട് ആ കരാർ റദ്ദാക്കിയതിന് അല്ല അതിന്റെ സാങ്കേതിക കാര്യങ്ങൾ എനിക്കറിയില്ല. നമ്മൾ അതിലേക്ക് ഗോപികൃഷ്ണൻ എന്തോ പറയാൻ. ഇതിൽ അപകടകരമായ സാഹചര്യം എന്താ ഇപ്പൊ ലോഡ് ഷെഡിംഗ് ഉണ്ടോ ഇല്ലയോ, പവർ കട്ട് ഉണ്ടോ ഇല്ലയോ എന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഇതൊരു ഗുരുതരമായ സാഹചര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, കൂടുതൽ പണം കൊടുത്ത് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുവാൻ ഉള്ള റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി തേടാൻ തീരുമാനിച്ചിരിക്കുകയാണ് KCB. അങ്ങനെ സംഭവിച്ചാൽ അതിന്റെ അമിത ഭാരം വൈദ്യുതി ഉപഭോക്താക്കൾ ബില്ലിന്റെ രൂപത്തിൽ നമ്മുടെ മുന്നിലേക്ക് അത് റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെടുകയാണ്. കൂടുതൽ പണം കൊടുത്ത് ഗ്രിഡിൽ നിന്ന് പുറത്തുനിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ആലോചനയിലേക്ക് കടന്നു. അത് നമുക്ക് വലിയ തിരിച്ചടിയാണ്. രണ്ടാമത്തെ കാര്യം, SK ഒറ്റ കാര്യം കൂടി, സാഹചര്യം സംസാരിച്ചു. കേരളത്തിൽ നയപരമായ ഇപ്പോൾ ഇന്നലെ ഡോക്ടർ KG താരയൊക്കെ നമ്മുടെ എൻകൗണ്ടറിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ്. അതായത് നയപരമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വസ്ത്രധാരണത്തിൽ ഉണ്ടാകേണ്ട മാറ്റം, നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വരുത്തേണ്ട മാറ്റം, പരിസ്ഥിതിയുടെ കാര്യത്തിൽ നമ്മൾ കൊടുക്കേണ്ട ഊന്നൽ, അതോടൊപ്പം തന്നെ ചെറിയ കുട്ടികൾ സ്കൂളിൽ പോകാൻ വേണ്ടി അവരുടെ യൂണിഫോമിൽ വരുത്തേണ്ട മാറ്റം, ഇങ്ങനെ തുടങ്ങി നമ്മുടെ നിത്യജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അതിനനുസൃതമായ ഒരു നയരൂപീകരണത്തിലേക്ക് സർക്കാർ കടക്കണം. അങ്ങനെയൊക്കെയാണ് ഈ കൊടും ചൂടിനെ അഭിമുഖീകരിക്കാനും അതിനെ നേരിടാനും മറികടക്കാനും ഒക്കെ നമ്മൾ ക്രൈസിസ് മാനേജ്മെന്റ് സിസ്റ്റം ഇല്ല. ഉറപ്പായും നമുക്ക് ഈ ചൂട് വളരെ കടുത്ത രീതിയിൽ നമുക്ക് അസഹ്യമാകുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഈ ചൂടിന്റെ ഉപോൽപ്പന്നം പോലെ പുറത്തേക്ക് വരുന്നുണ്ട്. ചൂട് താങ്ങാൻ കഴിയാതെ മാളങ്ങളിൽ വസിച്ചിരുന്ന പാമ്പുകൾ കൂട്ടമായി പുറത്തേക്ക് വരികയാണ്. സംസ്ഥാനത്ത് പാമ്പ് ശല്യം രൂക്ഷമായി തുടരുന്നു എന്നാണ് ഇന്നും ഇന്നലെയുള്ള വാർത്തകൾ വന്നത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 5 പേർക്ക് പാമ്പ് കടികൊണ്ട് ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് വാർത്ത. ആലപ്പുഴ കുട്ടനാട്ടിൽ ഇന്നലെ ഇന്ദിര എന്ന വീട്ടമ്മ പാമ്പ് കടിയേറ്റ് മരിച്ച കാര്യം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. വീടിന് സമീപം 3 ദിവസം മുമ്പ് മൂർഖൻ പാമ്പിനെ അവർ കണ്ടു. മകളുടെ രശ്മി പകർത്തിയ ഒരു പാമ്പിന്റെ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ യഥാർത്ഥത്തിൽ ഇത് ഒരേ പാമ്പാണ് വന്നതെന്നാണ് ഈ മകൾ പറയുന്നത്. എറണാകുളം കാലടിയിൽ അതേപോലെ പാമ്പുകടി ഏൽക്കാതെ ഒരു പെൺകുട്ടി രക്ഷപ്പെട്ട ദൃശ്യം കൂടി ഇന്ന് പുറത്തു വന്നു. വീട്ടുമുറ്റത്തെ ചെടിച്ചട്ടിക്കുള്ളിൽ നിന്ന് പാമ്പ് പുറത്തേക്ക് പെട്ടെന്ന് അപ്രതീക്ഷിതമായി എടുത്ത് ചാടുകയായിരുന്നു. നമ്മൾ കേട്ടാൽ സ്ലൈറ്റൊന്നും ഞെട്ടിപ്പോകുന്ന രംഗമാണത്. കാര്യം നമ്മളിപ്പോൾ ഷൂവിലൊക്കെ തന്നെ പാമ്പുണ്ടോ എന്നൊക്കെ നോക്കി കുട്ടികൾ ഷൂ എടുത്ത് അണിയണമെന്ന് പറയില്ലേ. കോഴിക്കോട് നാദാപുരത്തും ഇതേപോലെ ഒരു ഓർക്കാപ്പുറത്തൊരു സംഭവം ഉണ്ടായി. സ്കൂട്ടറിന് സമീപത്ത് ഇഴഞ്ഞെത്തിയ ഒരു പാമ്പിന്റെ കടിയേൽക്കാതെ ഒരു വിദ്യാർത്ഥി കഷ്ടിച്ച് രക്ഷപ്പെടുന്ന ഒരു CCTV ദൃശ്യം ഇന്ന് പുറത്തു വന്നു. അവന് ആ കുട്ടി ആ സ്കൂട്ടറിൽ നിന്ന് എന്തോ എടുക്കാൻ പോയപ്പോഴാണ് ആ സ്കൂട്ടറിൻ്റെ സ്കൂട്ടറിനകത്താണോ അതിന് പിന്നിലാണെന്ന് അറിയില്ല. പെട്ടെന്ന് ഓർക്കാപ്പുറത്ത് കണ്ടില്ലേ, അവൻ എന്തോ എടുക്കുകയായിരുന്നു അവിടെ നിന്ന്. അപ്പോഴാണ്, പക്ഷെ അവന് വളരെ ബുദ്ധിമാനാണ്. അവൻ പേടിച്ചോടെ വീണിരുന്നെങ്കിൽ അപകടമായി പോയതിന്. അവൻ പെട്ടെന്ന് വഴുതി മാറി. അവൻ്റെ ധൈര്യം അവനെ രക്ഷപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ഇത് മാത്രമല്ല, വീടിനുള്ളിലും മറ്റ് ജലവാസ മേഖലയിൽ നിന്നും ഇന്ന് കുറേ സ്ഥലങ്ങളിൽ പാമ്പുകളെ പിടികൂടിയ സംഭവങ്ങൾ ഉണ്ടായി. ഇനി നമുക്ക് ഈ ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ പാമ്പ് വിദഗ്ധന്മാരൊന്നും അല്ല നമ്മൾ, പക്ഷേ നമ്മൾ ചില ആൾക്കാരുടെ മുന്നിൽ നമ്മൾ പാമ്പാണ് അല്ലേ ഗോപി? വേണമെങ്കിൽ പാമ്പിൻ്റെ റേഞ്ച് നമുക്കുള്ളവരാണ്. ദിലീപിനൊരു പഴയകാല ചരിത്രം പറയാനുണ്ടോ പാമ്പുമായി ബന്ധപ്പെട്ട്? ഇല്ല, പ്രത്യേകിച്ച് ചരിത്രമില്ല. പാമ്പിനെ മറ്റ് എല്ലാവരെയും പോലെ തന്നെ പാമ്പ് ഒരു ഭീകരജീവിയായി കാണുന്ന ഒരാളാണ്. പാമ്പിനെ കണ്ടാൽ തന്നെ വലിയ പേടിയാണ്. പക്ഷെ അത് സാധു ജീവിയാണെന്ന് വാദിക്കുന്ന വാവാസുര ഇല്ല. കേരളത്തിലെ അതെ, ഞാൻ പറയാൻ വരുമായിരുന്നു. കേരളത്തിലെ പാമ്പുകൾ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലെ സജീവ അംഗമാണ് ബി ദിലീപ് കുമാർ. രാവിലെ അതിനെക്കുറിച്ച് ആ ഫേസ്ബുക്ക് ഗ്രൂപ്പ് അത് മറ്റേ അത് പാമ്പുകളെ കുറിച്ചുള്ള അറിവ് ലഭിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. നേരത്തെ എങ്ങനെയോ അതിൽ ആ ഗ്രൂപ്പിൽ ചേർന്ന് പോയതാണ്. അത് ഈ മദ്യനിരോധനം വരുന്നതിന് മുമ്പുള്ളതാണോ? അല്ല, നേരത്തെ കോവിഡ് കാലത്ത് വന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പൊ അതിൽ ഈ പാമ്പുകളെ കുറിച്ചുള്ള ഈ ആളുകൾ കാണുന്ന ചിത്രങ്ങൾ എടുത്ത് പാമ്പിനെ കുറിച്ച് കൊടുക്കുക, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അതിന്റെ എക്സ്പെർട്ടുകൾ പറയും ഇതാണെന്നൊക്കെ ഉള്ളത്.
പക്ഷെ ഞാനിത് ഈ ഗ്രൂപ്പിലേക്ക് പലരെയും ചേരുന്നതിന് പ്രേരിപ്പിച്ചവരെല്ലാം ഈ ഗൂഗിളിലോ വാട്സപ്പ് നിറയ്ക്കാനുള്ള പാമ്പുകൾ അല്ല, ഇവര് ഫേസ്ബുക്കിൽ പോയിട്ട് കേരളത്തിലെ പാമ്പുകൾ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ വരുന്നത് മറ്റേ റോഡ് സൈഡിൽ കിടക്കുന്ന ആള്, ആള്, ഇങ്ങനെയുള്ള ചിത്രങ്ങളാണ് വരുന്നത്. അതാണ് വരുന്നത്. പക്ഷെ ആ ഗ്രൂപ്പ് വളരെ എന്താ പറയാ വിവരങ്ങൾ നന്നായി നൽകുന്ന, ഈ സാധാരണക്കാരെ പാമ്പുകളെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കുന്ന ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിൽ ചേരുമ്പോൾ എനിക്കും ചേർന്നതിന് ശേഷം ചില പ്രശ്നങ്ങൾ, ഈ ഫേസ്ബുക്കിൽ നമ്മുടെ ഇത് നോക്കുമ്പോൾ എപ്പോഴും ഇത് തന്നെ ഈ പാമ്പുകളുടെ ഇതിങ്ങനെ കയറി വരികയാണ്. അതായത് ആ ഗ്രൂപ്പിന്റെ വിവരങ്ങൾ. അപ്പൊ അത് നമ്മൾ സ്വാഭാവികമായിട്ടും പാമ്പിനെ കാണുമ്പോൾ തന്നെ പേടിയുള്ള ഒരാളെന്നുള്ള നിലയിൽ അത് ഒട്ടും പൊരുത്തപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ പതുക്കെ, കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ തന്നെ പിന്നെ ഇത് കണ്ടതൊരു ശീലമായി. പക്ഷെ പാമ്പിനെ എന്നാലും നേരിട്ട് അല്ല, പാമ്പിനോട് സ്നേഹമല്ല, പക്ഷെ പാമ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇത് മാത്രമല്ല. ഇപ്പൊ വനം വകുപ്പിന്റെ സർപ്പ ആപ്പിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തതാണല്ലോ. വനം വകുപ്പ് ജീവനക്കാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ആ കാര്യത്തെ കുറിച്ച് പറഞ്ഞതാണ്. ഈ പാമ്പുകളെ കുറിച്ചുള്ള കൃത്യമായ വിവരം ലഭിക്കുന്ന പാമ്പ് പിടുത്തക്കാരെ കുറിച്ച് ലൈസൻസ് ഉള്ള റെസ്ക്യൂവേഴ്സിനെ അവരുടെ നമ്പറുകൾ ഏത് സ്ഥലത്താണ് എന്നതൊക്കെ സംബന്ധിച്ച് വിവരങ്ങളുള്ള ഒരു ആപ്പാണത്. ഇത് കൂടാതെ തന്നെ ഒരു സംഘം ഡോക്ടർമാർ തയ്യാറാക്കിയിട്ടുള്ള സ്നേക് പീഡിയ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പുണ്ട്. ഡോക്ടർ ജിനേഷിനെ പോലെയുള്ള ഡോക്ടർമാരാണ് അതിന്റെ പിന്നിലുള്ളത്. അതും വളരെ ഇൻഫോർമേറ്റീവ് ആണ് ഈ പാമ്പുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നതിന്. പക്ഷേ ദിലീപ്, നമ്മുടെ ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു പാമ്പിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ഒരു അവതാരക ഇവിടെ ഉണ്ടായിരുന്നു, അസിത സഹീർ. പക്ഷെ അസിത നാട്ടിലൂടെ പോയിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഈ പാമ്പിന്റെ ഹിസ്റ്ററി. അസിത ഈ കണ്ണൂര് തെരഞ്ഞെടുപ്പിന്റെ ഇതിന് പോയപ്പോ ഒരു പാമ്പിനെ എടുത്ത് കഴിച്ചു അലങ്കാര ഒരു പാമ്പുകൾ സാധാരണ കഴുത മാലയൊക്കെ ഇടുന്നതിന് പകരം അല്ലെ കുറച്ചു നേരം. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ PCR കൺട്രോൾ ചെയ്യുന്ന പ്രജൻസി കണ്ണന് വേണമെങ്കിൽ നമ്മുടെ ഈ പാമ്പ് എക്സ്പെർട്ടായ അസിത സഹീറിനെ കൂടി വിളിക്കാമായിരുന്നു. കാര്യം കൊട്ടാരക്കരയ്ക്ക് സമയം തലച്ചിറ ഇവിടെ പോയിരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അസിതയ്ക്ക് പാമ്പിനെ കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ നാട്ടിലെ യാത്ര ചെയ്യുന്നതിനിടയിൽ കിട്ടിയൊന്ന് അറിയാൻ പറ്റുമല്ലോ. തനേഷ് തമ്പിക്കും പാമ്പിനെ കുറിച്ച് പേടിയുള്ള ആളാണോ? നല്ല പേടിയുണ്ടോ? ഇല്ല, നിർബന്ധിക്കുന്നുണ്ട് പലതവണ. അതായത് ഈ പാമ്പ് ശല്യമൊക്കെ ഇത്രയും രൂക്ഷമാകുന്നതിന് മുമ്പുള്ള കാലത്താണ് ഈ ഗ്രൂപ്പിൽ വരുന്നത്. ഗ്രൂപ്പിൽ വന്നിട്ട് സ്വയം പേടിക്കുക മാത്രമല്ല, പേടിയുള്ള ബാക്കിയുള്ളവരെ നിർബന്ധിച്ച് അതിനകത്ത് ചേരാൻ പ്രേരിപ്പിക്കുക. ദിലീപ് കുമാർ വലിയ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണെന്ന് തോന്നുന്നു ഈ കാര്യത്തിൽ. ഗോപികൃഷ്ണൻ, അതായത് ഇപ്പം നമ്മുടെ കുട്ടികളാണല്ലോ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതിനകത്ത്. കാരണം ഇത് തണുപ്പുള്ള സ്ഥലത്ത് കയറി കിടക്കാനുള്ള ശ്രമം, ചെറിയ ചെറിയ പാമ്പുകൾ. പിന്നെ ചില ആൾക്കാർക്ക് തോന്നലുണ്ട് ഒരു കുഞ്ഞു പാമ്പാണെങ്കിൽ അതിനകത്ത് പാഷാണമൊന്നും വിഷമൊന്നും കുറവായിരിക്കും. അങ്ങനെയൊന്നും അല്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് പല ആൾക്കാരും നമ്മുടെ മോർണിംഗ് ഷോയിലൊക്കെ പങ്കെടുത്തുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. ലെസ്കൻ, കേരളത്തിൽ ഇപ്പോഴും 4 തരത്തിലാണ്, സാധാരണ 4 തരത്തിലുള്ള പാമ്പുകളാണ് ഉള്ളതെന്നാണ് ഇപ്പോൾ ഈ വിദഗ്ധർ പറയുന്നത്. അതിലൊന്ന് നമ്മൾ പറയുന്ന മൂർഖൻ, കോബ്ര എന്ന് പറയുന്ന വിഭാഗമാണ്. 2 ഈ അണലി എന്ന് പറയുന്ന വൈപ്പർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട. അതിന് 3 ഈ വെള്ളിക്കെട്ടൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ ആ കുഞ്ഞുങ്ങളെ കടിച്ച പാമ്പ് വെള്ളിക്കെട്ടനാണ്, അത് കോമൺ ക്രേറ്റ് എന്ന് പറയുന്ന വിഭാഗമാണ്. പിന്നെ ഒന്ന് ഈ ചുരുട്ടമണ്ഡലി എന്ന് പറയുന്ന, അങ്ങനെ ബിഗ് 4 എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഏറ്റവും അധികം തീവ്രതയുള്ള അല്ലെങ്കിൽ വലിയ വിഷാംശമുള്ള 4 പാമ്പുകളാണ് കേരളത്തിൽ പൊതുവേ ഉള്ളത്. ഇതിനകത്ത് നമ്മളെ പ്രശ്നം യഥാർത്ഥത്തിൽ ഈ കാലത്ത് പാമ്പ് പുറത്തേക്ക് വരുന്നു. അത് പ്രത്യേകിച്ച് വെള്ളിക്കെട്ടൻ പോലെയുള്ള പാമ്പുകൾ വളരെ ചെറിയ സുഷിരത്തിൽ കൂടി പോലും വീട്ടിനകത്ത് കിടക്കുകയും ഈ തണുത്ത മിനുസമായ തറകളിൽ അത് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും അപകടകരമായ സാഹചര്യം ഉള്ളത്. ഇതിൽ 2 വിഭാഗം നമ്മളിന്ന് ഉച്ചയ്ക്ക് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞാണ്. അതിലൊന്ന് ന്യൂറോടോക്സിക്, നാഡീവ്യൂഹത്തെ ബാധിക്കുന്നു. ഇപ്പോൾ കുത്തിയാൽ ഉടനെ തന്നെ അത് നാഡീവ്യൂഹത്തെ ബാധിക്കുന്നു, നേരെ അത് ബ്രെയിനിനെ ബാധിക്കുന്നു. ആ വിഭാഗത്തിലാണ് കോബ്ര പോലെയുള്ള പാമ്പുകൾ ഉൾപ്പെടുന്നത്. പക്ഷേ വെള്ളിക്കെട്ടൻ എന്നൊക്കെ പറഞ്ഞ ഹീമോടോക്സിക് ആണ്, നേരെ അത് രക്തത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ ഈ 2 വിഭാഗത്തിൽ ആണ് ഇത് കിടക്കുന്നത്. ഇപ്പം നാഡീവ്യൂഹത്തെ ബാധിക്കുകയാണെങ്കിൽ നേരെ തന്നെ അത് ബ്രെയിനിലേക്ക് പോകുന്നു. ഇപ്പോൾ ഈ പാമ്പ് വിദഗ്ധരും ഈ ഡോക്ടേഴ്സും ഒക്കെ പറയുന്നത്, ഇങ്ങനെ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ, പാമ്പ് കുത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ചെയ്യേണ്ട ചികിത്സാ രീതികളുണ്ട്. ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു. മതിയായ ആന്റിവനം എല്ലാ ആശുപത്രികളിലും എത്തിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം പോയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് പലയിടങ്ങളിൽ നിന്നും ഈ പാമ്പ് കടിയുടെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത ആവശ്യമാണ്. അതിനവർ പറയുന്നത് ഇപ്പോൾ സമീപ പ്രദേശത്ത് പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ വെട്ടണം, അതുപോലെ ചെടിച്ചട്ടികൾ നീക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിനകത്ത് പാമ്പുണ്ട്. അപ്പോൾ AC-ക്കകത്ത് ഇപ്പോൾ ചേരയും പാമ്പിനെയും ഒക്കെ കണ്ടെത്തിയ സാഹചര്യം വരെ ഉണ്ടായിട്ട്. അപ്പോൾ ഗോപിയെക്കാളും ഒരു അവതാരക എന്ന നിലയിൽ പാമ്പിനെ കുറിച്ച് കുറച്ചുകൂടി അടുത്ത് പരിചയമുള്ള ഒരാൾ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്, നമ്മുടെ അസിത സഹീർ. അസിത, ശരിക്കും അസിതയെ നമ്മൾ മിസ് ചെയ്തു. കാര്യം പാമ്പിനെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു വാർത്താവതാരയുടെ ഒരു ക്ഷാമം നമുക്ക് അനുഭവപ്പെട്ടു. കടുത്ത ചൂട് അനുഭവപ്പെടുന്നു. പാമ്പ് കടിയേറ്റ് മരിക്കുന്നവരുടെ എണ്ണം 4-5 കഴിഞ്ഞ 5 ദിവസങ്ങൾക്കുള്ളിൽ. പലയിടങ്ങളിലും പാമ്പുകളെ കണ്ടു, പാമ്പ് കടിയേക്കാതെ രക്ഷപ്പെട്ട വാർത്തകളൊക്കെ വരുന്നു. ഈ അവസരത്തിൽ അസിത ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ഞാൻ നാട്ടിലാണ്, നമ്മുടെ നാട്ടിലാണ്. ഞാൻ കൊട്ടാരക്കരയിലാണുള്ളത്.
കൊട്ടാരക്കര തലച്ചിറയിലും മറ്റ് പരിസര പ്രദേശങ്ങളിലും പാമ്പിന്റെ ശല്യമില്ലെന്ന് കരുതുന്നു. പാമ്പിനെ കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? എസ്കൻ, അതായത് ഇപ്പൊ എന്റെ നാടൊക്കെ പാമ്പിനെയൊക്കെ ഞാൻ കുഞ്ഞുനാൾ മുതൽ ഒരുപാട് കണ്ടിട്ടുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്തിന്റെ ഘടനയൊക്കെ എസ്കൻ അറിയാലോ. അപ്പൊ കാടൊക്കെയുള്ള മരങ്ങളൊക്കെ ഒരുപാടൊക്കെയുള്ള അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുഞ്ഞുനാൾ മുതൽ ഒരുപാട് പാമ്പുകളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണോന്ന് അറിയില്ല, വളരെ ചെറുപ്പം മുതലേ പാമ്പുകളോടുള്ള പേടി എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളിപ്പോ ഈ സാഹചര്യത്തിൽ നിന്ന് പാമ്പിനോടുള്ള സ്നേഹത്തെ കുറിച്ച് പറയുന്നതിൽ എത്ര ശരിയുണ്ടെന്ന് എനിക്ക് അറിയില്ല സ്കേൻ. പക്ഷെ വളരെ ചെറുപ്പം മുതലേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജീവിയായിരുന്നു പാമ്പ്. അപ്പോ എവിടെയെങ്കിലുമൊക്കെ പാമ്പിനെ കാണാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഞാൻ അതിനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുമായിരുന്നു. വാസ്തവം പറഞ്ഞ എസ്കേൻ ഏറ്റവും ഭംഗിയുള്ള ജീവിയാണ് പാമ്പ്. നമുക്ക് കാണാൻ ഏറ്റവും ഭംഗിയുള്ള ജീവിയാണ്. അതിന്റെ ശരീരത്തിലെ കലകളൊക്കെ അസാധ്യ ഭംഗിയാണ് പാമ്പിനെ കാണാൻ. പക്ഷെ നമുക്ക് എല്ലായ്പ്പോഴും മറ്റു ജീവികളെ ആസ്വദിക്കുന്ന പോലെ തൊടുന്നത് പോലെ അതിന് പറ്റുന്നൊരു ജീവിയല്ല എന്നത് കൂടിയുണ്ട്. പക്ഷെ ഞാൻ +2 പഠിക്കുമ്പോൾ എന്റെ നാട്ടിലൊരു വായനശാലയുണ്ട്. അപ്പൊ ഞാൻ വളരെ ചെറുപ്പം മുതൽ ഈ വായനശാലയുടെ പ്രവർത്തനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഭാരവാഹിത്വത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഈ വാവാ സുരേഷ് എന്ന് പറയുന്ന പാമ്പിന്റെ ഒക്കെ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു സമ്മർ വെക്കേഷനിൽ ഒരു ക്യാമ്പ് നടത്തിയിരുന്നു. അപ്പൊ അദ്ദേഹം ഈ പാമ്പൊക്കെ ആയിട്ടാണല്ലോ ഇങ്ങനെയുള്ള പ്രോഗ്രാംസിനൊക്കെ വരുന്നത്. അപ്പൊ അന്നാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പാമ്പിനെ എടുക്കുന്നത്. എന്റെ വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു അത്. പക്ഷെ ഞാൻ ഈ പരിപാടിക്ക് പോകുന്നതിന് മുൻപ് എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു പാമ്പിനെ എടുക്കരുതെന്ന് പറഞ്ഞാണ് വിട്ടത്. പക്ഷെ അവിടെ ചെന്ന് ഇതിനെ കണ്ടപ്പോൾ എനിക്ക് ആകെ എടുക്കാതിരിക്കാൻ തരമില്ല എന്നുള്ള രീതിയിലായി. അവിടെ വെച്ചാണ് ഞാൻ പാമ്പിനെ കണ്ടാൽ പിന്നെ പിടിച്ചേക്കാൻ പറ്റത്തില്ലല്ലേ, അങ്ങനെ അവസ്ഥയുണ്ടോ? അത് എന്താണെന്ന് അറിയില്ല, എനിക്ക് വളരെ ഇഷ്ടമാണ് സ്കേൻ. അപ്പൊ ഞാൻ പറഞ്ഞില്ല കുഞ്ഞുനാൾ മുതൽ ഇഷ്ടമാണല്ലോ. അപ്പൊ പക്ഷെ നമുക്ക് അങ്ങനെ പോയി തൊടാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നാട്ടിൽ നിന്ന് വരുമ്പോഴേ നല്ല ഒരു കോബ്രയോ ഒരു മൂർഖനോ അണലിയോ കാണാൻ കിട്ടുവാണെങ്കിൽ ദിലീപ് കുമാറിന്റെ പേടി മാറ്റാൻ വേണ്ടി ഇത് കൊണ്ടുകൊടുക്കണം. പക്ഷേ പാമ്പെന്ന് എഴുതി കാണിച്ചാൽ ഓടുന്ന പൊതുവിൽ നമ്മൾ പാമ്പിനെ കുറിച്ച് ഞാൻ പിന്നീടൊക്കെ മനസ്സിലാക്കിയപ്പോ കേട്ടിട്ടുള്ളത്, ഇപ്പൊ നമ്മൾ ഈ നടന്നു പോകുന്ന സമയത്തൊക്കെ പാമ്പിങ്ങനെ കടിക്കുന്നത്, ഇപ്പൊ പാമ്പിന് ഇത് സെൻസ് ചെയ്യാൻ പറ്റാത്തൊരു ജീവിയാണല്ലോ മറ്റ് മൃഗങ്ങളെ അപേക്ഷിച്ച്. പക്ഷെ ഇത് കുറച്ചുകൂടി ഇപ്പൊ പേടിച്ചിട്ട് ഈ പ്രകമ്പനം അങ്ങനെയൊക്കെയാണ്, അല്ലാതെ ബോധപൂർവം ഇപ്പൊ ഒരു നായ ഒരു മനുഷ്യനെ ആക്രമിക്കുന്ന നിലയിൽ ആക്രമിക്കുന്ന ഒരു ജീവി അല്ല പാമ്പ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് സ്കേൻ. അപ്പൊ ഞാൻ +2 പഠിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് പാമ്പിനെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പൊതുവിൽ ഇങ്ങനെ പാമ്പിനെ കാണുമ്പോൾ അതിന്റെ ശരീരം നമുക്ക് തൊടാൻ പറ്റുന്നതാണെന്ന് നമുക്ക് സംശയമൊക്കെ തോന്നും. അങ്ങനെയൊന്നുമില്ല, മനുഷ്യന്റെ ശരീരത്തിൽ തൊടുന്നത് പോലെ തന്നെയാണ് പാമ്പിനെ തൊടുമ്പോഴും നമുക്ക് തോന്നുന്ന ഒരു ഫീല്. അപ്പൊ അന്ന് പാമ്പിനെ എടുത്ത ശേഷം പിന്നീട് പറഞ്ഞതുപോലെ നമുക്ക് വീണ്ടും എടുക്കണമെന്ന് തോന്നുമ്പോൾ എടുക്കാൻ പറ്റുന്ന ജീവി അല്ലല്ലോ. പിന്നീട് എനിക്കൊരു അവസരം കിട്ടിയത് ഞാൻ ഈ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് കണ്ണൂർ പോകുമ്പോഴാണ്. അപ്പോഴും പാമ്പിനെ കണ്ടാൽ എന്തോ ഒന്ന് തൊട്ട് നോക്കാൻ തോന്നുന്നു. സ്കേൻ എന്താണെന്ന് അറിയില്ല, വളരെ ഇഷ്ടമാണ്. ദിലീപിന് ഇപ്പൊ എന്ത് തോന്നുന്നു? അല്ല അസിത, അന്ന് ഈ കണ്ണൂർ പോയപ്പോ അത് ഇറക്കുമതി ചെയ്ത പാമ്പ് ഇപ്പൊ ഇത് കണ്ണൂർ പോയപ്പോഴേ പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ട് നമ്മളെ വിരട്ടാൻ ചെയ്തതാണ്. അസിത, ഇത് ഇറക്കുമതി ചെയ്ത പാമ്പാണെന്നാണ് തോന്നുന്നത്. കാരണം മറ്റൊരു രാജ്യത്ത് നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിനെ സാധാരണഗതിയിൽ അങ്ങനെ വളർത്തു പാമ്പ് എന്ന ഇനത്തിൽ പെടുന്നതാണ്. കഴുത്തിലിട്ടപ്പോൾ എന്താണ് തോന്നിയത്? അല്ല അത് തന്നെ ഇവിടെ എനിക്കത് ആദ്യത്തെ അനുഭവമല്ല. ഞാൻ അന്ന് +2 പഠിക്കുന്നു പറയുമ്പോഴും പാമ്പിനെ എടുക്കുകയും കഴുത്തിലൂടെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ആദ്യത്തെ അനുഭവമല്ല. അപ്പൊ ഇഷ്ടമുള്ള കാര്യം വീണ്ടും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. അതായിരുന്നു ഒന്ന് കണ്ണൂർ പോയപ്പോ പിന്നെ ഉണ്ടായിരുന്നത്. അപ്പൊ അന്ന് ഇപ്പൊ വാവാ സുരേഷ് എന്ന പരിപാടിക്ക് വരുമ്പോൾ വിഷമുള്ള പാമ്പുകളൊക്കെ ആയിട്ടാണ് വന്നത്. അന്ന് മൂർഖനൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹം അതൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ കണ്ണൂർ പോയപ്പോ കൂടുതലും നമുക്കിങ്ങനെ എടുക്കാൻ കഴിയുന്ന പാമ്പുകളൊക്കെ വിഷമില്ലാത്ത പാമ്പുകളാണ്. ബാക്കിയുള്ളതിനൊക്കെ അവർ ചില്ലുകൂട്ടിലിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് തൊടാനൊന്നും സാധിക്കില്ലല്ലോ. ഇത് പക്ഷെ സൂപ്പർ സാധനം. ഇത് +2 പഠിക്കുമ്പോഴല്ലേ, അപ്പൊ PG ചെയ്യുമ്പോഴും ഇതുപോലെ ഒരു സാധനത്തിനെ പിടിച്ചു കാണുമല്ലോ. ഓക്കെ, ഗോപികൃഷ്ണൻ എന്തെങ്കിലും സംശയം ഉണ്ടോ? എനിക്ക് ഒരു സംശയമില്ല. എനിക്ക് പാമ്പിനെ പേടിയാണ്, പക്ഷെ പാമ്പിനെ കഴുത്തിലിട്ട് അസിതയെ പേടിയില്ല. അസിതയ്ക്ക് ഒരു ആശംസ നേരൂ അല്ലേ? അല്ല ഈ പറഞ്ഞ ഈ പാമ്പിന് ദേഹത്തോടുമ്പോ ഒരു വഴുവഴാന്നുള്ള ഫീൽ ഉണ്ടാവും. എന്റെ സംശയം വഴുവഴുണ്ടോ? ഇല്ല സ്കേൻ, അതാണ് ഞാൻ പറഞ്ഞത്. പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ ആളുകളോട് തോന്നുന്നതാണ് നമ്മളിങ്ങനെ പാമ്പിനെ കാണുമ്പോൾ അതിന്റെ ശരീരം കാണുമ്പോൾ അങ്ങനെ ഒരു ഫീൽ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെയില്ല. പാമ്പിനെ തൊടുമ്പോൾ നമുക്ക് മനുഷ്യരുടെ ശരീരത്തെ തൊടുമ്പോൾ ഉണ്ടാവുന്ന അതേ ഫീൽ തന്നെയാണ്, അതേ അനുഭവം തന്നെയാണ് പാമ്പിനെ തൊടുമ്പോൾ ഉള്ളത്. അല്ലാതെ ഈ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീൽ ഇല്ല അതിന്റെ ശരീരത്തിന്. എല്ലാവർക്കും അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് തൊടാനൊരു മടിയൊക്കെ തോന്നുമല്ലോ. പക്ഷെ പാമ്പിന്റെ കാര്യത്തിൽ അതില്ല. അതിന്റെ ശരീരത്തിൽ അങ്ങനെ ഒരു വ്യത്യാസം ഇല്ല. ഈ വഴിപെടാന്നൊരു ഫീലേ ഇല്ല. സാധാരണ പോലെ തന്നെയാണുള്ളത്.
പാമ്പിനൊന്ന് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് നോക്കിയാൽ മതി എസ് കെ. ഈ തലച്ചിറ PKB ഗ്രന്ഥശാലയിൽ വെച്ച ഒരു പാമ്പിനെ കണ്ടുമുട്ടിയപ്പോൾ അപ്രതീക്ഷിതമായി അസിത പൊക്കിയെടുക്കുന്ന ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അസിത വരുമ്പോൾ ഇനി നമ്മളൊന്ന് ശ്രദ്ധിച്ചോളാം. കാര്യം വരുമ്പോൾ എന്തായാലും ഇത് ഈ പ്രത്യേകിച്ച് ഈ പാമ്പ് അപകടകാരിയാണെന്നൊക്കെ ആളുകൾ വിശ്വസിച്ച് കിടക്കുന്ന ഈ വേനൽ സമയത്ത് ഇത് അനുകരിക്കാൻ ശ്രമിക്കുന്ന അസിതയ്ക്ക് മാത്രം പറ്റുന്നൊരു കലയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ബാബ സുരേഷാണ്. അപ്പം മാത്രമല്ല ദിലീപേ, ഞാനൊരു ഏഷ്യാനെറ്റിലെ ഈ ടോക്ക് ഷോ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ പാർത്ഥസാരഥി എന്ന് പറഞ്ഞൊരു ഒരു പാമ്പ് കക്ഷിയായിട്ട് ഒരു ടോക്ക് ഷോ ചെയ്തു. അപ്പോൾ ടോക്ക് ഷോ ചെയ്ത് അദ്ദേഹം വീട്ടിന് ഞങ്ങളൊന്നിച്ചിട്ട് വണ്ടിയിലാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിലെല്ലാം കൂടെ 10-40 പാമ്പ് പോയിട്ട് അദ്ദേഹം വന്നത്. കോയമ്പത്തൂർ നിന്ന് വന്ന മനുഷ്യരാണ്. ഇപ്പോൾ അദ്ദേഹം ജീവനോടില്ല. അദ്ദേഹം അവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഫ്ലാറ്റിൽ കയറി നമുക്കൊരു ചായ കഴിച്ചിട്ട് പോയാലോ. അപ്പോൾ എന്നോട് കുളന്തിരിക്കെ, ഞാൻ പറഞ്ഞു കുളന്തിരിക്കെ, എത്ര കുളന്ത, ഞാൻ രണ്ട് കുളന്തിരിക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പതുക്കെ അകത്തോട്ട് ഒരു 2 സാധനം കയ്യിലെടുത്തു. ഞാൻ എന്തു എടുക്കുന്നതെന്ന് ചോദിച്ചു. കുട്ടികളെ കളിക്കാൻ വേണ്ടി എന്തെങ്കിലും സാധനം വേണ്ടി 2 ചെറിയ പാമ്പ്. ഞാൻ പറഞ്ഞു വീട്ടിൽ കുളന്ത ഇരിക്കുന്നില്ല, അത് വേണ്ട എന്ന് പറഞ്ഞു. ചായ പോലും തിരിയല്ലെന്ന് പറഞ്ഞു. പിന്നെ വാവാ സുരേഷ് ഫ്ലോറിൽ കൊണ്ടുവന്ന് അതെ അല്ല ഇവരെല്ലാവരും കൊണ്ടുവന്നു. മാത്രമല്ല ഒരു ഏറ്റവും ഒരു കേരളീയർ മൊത്തം ശ്രദ്ധിച്ച ഒരു ദിവസം ഉണ്ടായിരുന്നു. ഒരു 10-45 പാമ്പിനെ വെച്ച് നമ്മൾ ഒരു ഷോ ചെയ്തു. ഇപ്പോൾ ഒരു സ്റ്റൂളിൻ്റെ മേളിൽ ഒരു രാജവെമ്പാല ഇങ്ങനെ നിൽക്കുക. ഈ രാജവെമ്പയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെ പിടിച്ചിട്ട് 5 ദിവസമേ ആയുള്ളൂ. അതിൻ്റെ കൊണ്ടുവന്ന ആൾ പറഞ്ഞത്, ഈ പറച്ചാരി തന്നെ കൊണ്ടുവന്ന പറച്ചാരി പറഞ്ഞത് ഇണങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതിൻ്റെ നമ്മൾ നിൽക്കുവാണല്ലോ, ബാക്കിയെല്ലാം ഇരിക്കുമല്ലേ. അപ്പം ഞാനാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. എനിക്കാണെങ്കിൽ രാജവെമ്പാല അന്നത്തെ പോലെ ഈ ചൂട് കുറഞ്ഞ ലൈറ്റൊന്നുമില്ല, നല്ല ചൂടുള്ള ലൈറ്റൊക്കെ അടിച്ച് ഈ രാജവെമ്പാല ഇങ്ങനെ നിൽക്കുകയാണ്. ഒരുത്തിനെ കിട്ടിയൊന്ന് പെനായിച്ചളയാന്ന് വിചാരിച്ചു. അപ്പം ഞാനിങ്ങനെ നിന്നപ്പോൾ ഒരു ക്യാമറമാൻ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്ന്, ധൈര്യമായിട്ട് സാർ നിന്നു, ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. ഞാൻ അവനെ ഒന്ന് സൂക്ഷിച്ച് നോക്കുമ്പോൾ ആ ക്യാമറമാൻ സ്റ്റൂഡിൻ്റെ മേളിൽ കയറി നിൽക്കുക. എന്നിട്ട് അവൻ പറയാം എന്നോട് പേടിക്കണ്ട എന്ന് പറയാം. ഭാഗ്യത്തിന് ആ ക്യാമറമാൻ ഇപ്പോൾ കേരളത്തിലില്ല, അവൻ വെളിയിൽ വർക്ക് ചെയ്തു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ഷൂട്ടിംഗ് എല്ലാം അവസാനിച്ച് കഴിഞ്ഞപ്പോൾ ആ രാജവെമ്പാലയെ കാണുന്നില്ല. ആ രാജവെമ്പാല എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയത്തില്ല. അവിടെ എല്ലാം നോക്കി. അപ്പം ഞാനാണെങ്കിൽ പാമ്പ് കടി കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്ന് അവിടുത്തെ മാനേജ്മെന്റ് എഴുതി കൊടുത്തിരിക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞാനിത് രഹസ്യമായിട്ട് വെച്ചു. പക്ഷേ ഞാൻ ഷൂട്ടിങ്ങിന് പോകുന്നവരോട് പറയും അവിടെ ഒന്ന് ശ്രദ്ധിച്ചോളണം. ഏതോ ഒരു മാളത്തിനകത്ത് കയറി പാമ്പ് രക്ഷപ്പെട്ടു. ഇപ്പോഴും ആ രാജവെമ്പാല കണ്ടുപിടിച്ചു. അത് എങ്ങോട്ടോ പോയി. അത് പിന്നെ നമ്മൾ രാത്രിയും പകലും ഇല്ലാതെ ഉള്ള ദ്വാരമൊക്കെ കുത്തി ഇളക്കി നോക്കി ഈ സാധനത്തിനെ കാണുന്നില്ല. പക്ഷേ കുറേ തടികളും കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തടികളെല്ലാം അതുകൊണ്ട് വാരിക്കളയേണ്ടി വന്നു. പക്ഷെ ആ രാജവെമ്പാല എവിടെ പോയി എന്നുള്ളത് സംഭവം എസ്കേപ്പായി എവിടെ അല്ല. എന്തായാലും അസിതയ്ക്ക് നല്ല ധൈര്യശാലിയാണെന്ന് തെളിയിച്ചു. വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് കുട്ടികളാരും ഈ വഴവഴ എന്നുള്ള പ്രശ്നമൊന്നുമില്ലെന്ന അസിത പറഞ്ഞെന്ന് പറഞ്ഞ് ഇതിൽ പരിചയമില്ലാത്ത ആൾക്കാർ കയറി ഒരിക്കലും പാമ്പിനെ പിടിക്കാൻ ശ്രമിക്കരുത്. ശീലമുള്ളവർക്ക് മാത്രം പറ്റിയ പരിപാടിയാണ്. നമ്മൾ ആ കോൺടസ്റ്റ് അല്ലേ, നമ്മുടെ കോൺടസ്റ്റ് 5 ദിവസത്തിനുള്ളിൽ 5 പേർ മരിച്ചു എന്നുള്ളതാണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന ഇത് തമാശയുള്ള കാര്യമല്ല. 8 വയസ്സുള്ള 2 കുഞ്ഞുങ്ങളും 3 മുതിർന്ന ആൾക്കാരും പാമ്പ് കടിയേറ്റ് സംസ്ഥാനത്ത് മരിച്ചാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് കോഴിക്കോട് നിന്ന് വന്ന വാർത്ത ഒരാളെ പാമ്പ് കടി ഏറ്റു എന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാനത്ത് വ്യാപകമായി പാമ്പ് കടി ഏൽക്കുന്നുണ്ട്. നേരത്തെ ഇപ്പം നമ്മളിപ്പോൾ പാമ്പ് കടി മുക്ത ജീവൻ നഷ്ടമാവാത്ത കേരളം എന്നൊരു പദ്ധതിയൊക്കെ സംസ്ഥാന സർക്കാർ എന്താണ് സജ്ജമാക്കുകയും ഇതിനോട് 25 കോടി രൂപ മാറ്റിവെക്കുകയും ഒക്കെ ചെയ്ത് നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കേരളത്തിലാണ് ഒരുപക്ഷേ ഇന്ത്യയിൽ പാമ്പ് കടിയുള്ള മരണങ്ങൾ ഏറ്റവും കുറവ്. അത് ഓരോ വർഷവും ഗണ്യമായി കുറഞ്ഞു വരികയും ചെയ്യുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയിലെ കാഴ്ചകൾ അത് സൂചിപ്പിക്കുന്നതല്ല. അത് ആ പദ്ധതിക്ക് എന്തോ കാര്യമായി സംഭവിച്ചു എന്ന ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ്. കാര്യം ഈ പറയുന്ന തൃശ്ശൂരെ ആൾജോയെ കടിച്ചാൽ വീട്ടുകാർക്ക് മനസ്സിലായി, പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി. അതേസമയം തിരുവനന്തപുരത്തെ ദിക്ഷലിനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ വേണ്ടി ഡോക്ടർക്ക് പാമ്പ് കടി ലക്ഷണമില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആലപ്പുഴ സെലീനയുടെ കാര്യം അവിടെ കൊണ്ടുപോയി പാമ്പ് കടി ഏറ്റവും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അപ്പോൾ അവരുടെ ബന്ധുക്കൾ പറഞ്ഞു ആൻറ്റിബയോട്ടിക് ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ആൻറ്റിബയോട്ടിക് ഉണ്ടായിരുന്നു, പക്ഷേ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ലക്ഷണങ്ങൾ കാണിച്ചില്ല എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഗുരുതരമായ സാഹചര്യമാണ്. നമ്മൾ പാമ്പുകൾ അഗ്രസീവ് ആവുന്നത് ചുമ്മാ പറയുന്നതാണ് പറയുന്നത്. നമ്മുടെ ചർച്ചയിൽ വരുന്നവർ പറയുന്നുണ്ട് പാമ്പുകൾ ചൂടുകാലത്ത് അഗ്രസീവ് ആവും, അത് ഇരപിടിക്കാൻ മാത്രമല്ല അത് കടിക്കാൻ വേണ്ടി തന്നെ ചാടി കടിക്കും എന്ന സാഹചര്യം അവിടെ ഉണ്ട്. ഏറ്റവും ഭീഷണിയും ഈ പറഞ്ഞ വെള്ളിക്കടൻ ഇനത്തിലുള്ള ശംഖുവരൻ എന്ന് പറയുന്ന പാമ്പാണെന്ന് ഉറപ്പായും പറയാം. കാരണം അത് കുത്തുന്ന അതിൻ്റെ പല്ലെന്ന് പറയുന്നത് ആശുപത്രിയിൽ ഇഞ്ചക്ഷൻ ചെയ്യുന്ന സിറിഞ്ചിൻ്റെ സൂചിയേക്കാൾ ചെറിയ സൂചിയാണ്.
അത് കടിച്ചാൽ അറിയില്ല. അത് കടിപ്പാടുകൾ വളരെ നേരിയ കടിപ്പാടാണ്. ഇപ്പോൾ ആൾജോയുടെ കാര്യം സംഭവിച്ച അതാണ്. ആൾജോ ചെറിയ കുഞ്ഞാണ്. അവന് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്ന ആ പരിപാടി ഇപ്പോൾ ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് അവക്കാടോ ജ്യൂസ് എന്തോ കുടിച്ചു. വയറിന് പ്രശ്നമാണ്. രാത്രി കൊണ്ടുവരുമ്പോൾ അവർ വീട്ടുകാർ വിചാരിക്കുന്നത് എന്താണ്, അവർ വീട്ടുകാർ സ്വപ്നമേ കരുതുന്നില്ല പാമ്പ് കടിച്ചാണെന്ന് വിചാരിക്കുന്നില്ല. വീട്ടുകാർ വിചാരിക്കുന്നത് എന്തോ ദഹന പ്രശ്നമാണെന്ന് വിചാരിക്കുന്നു. അത് പാവമ്മ ഈ ജീരകവെള്ളം ചൂടാക്കി കൊടുക്കുന്നു. ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ആൾജോയുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായെന്ന് തോന്നുന്നു. പക്ഷേ ഡോക്ടർ അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അന്വേഷിക്കുമ്പോഴാണ് തലയണക്കടിയിൽ ഈ പറഞ്ഞ ശങ്കുവരൻ. പിന്നെ ആ വീട്ടിൽ നിന്ന് 5 ശങ്കുവരനെ പിടിച്ചു. എസ്കേൻ ഈ പറയുന്ന രീതിയിൽ ഈ സമയം ചൂടുകാലമാണ്. മാളത്തിൽ നിന്ന് പാമ്പുകൾ പുറത്തിറങ്ങുന്ന സമയം എന്നത് മാത്രമല്ല, ഇത് പാമ്പുകൾ മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങൾ അത് ഇര തേടി പുറത്തേക്ക് പോകുന്ന സമയം കൂടിയാണ്. കൂട്ടത്തോടെ പാമ്പുകൾ ഇറങ്ങും. നമ്മൾ അഡീഷണൽ ജാഗ്രത 100% അഡീഷണൽ ജാഗ്രത എടുത്തില്ലെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാകുന്ന കാര്യം. പക്ഷേ ഇപ്പോൾ ഒരു വാർത്തകൾ വരുന്നുണ്ട്. സ്കേൻ ആ വാർത്ത ഇപ്പോൾ പറയാമേ. കോഴിക്കോട് ഉള്ളേരിയുള്ള യുവാവിന് പാമ്പുകടി ഏറ്റു. പുതിയോട്ടിൽ സുധീഷാണ് എന്ന് പറഞ്ഞാൽ എസ്കേ കഴിഞ്ഞ അരമണിക്കൂറിൽ 2 പാമ്പുകടിയേറ്റ വാർത്തയാണ് വരുന്നത്. കോഴിക്കോട് യുവതിക്ക് പാമ്പടി, താമരശ്ശേരി ചെമ്പ്ര പുലിയാർക്കം സ്വദേശി ശില്പയ്ക്ക്, കോഴിക്കോട് ഉള്ളേരിയിൽ യുവാവിന് പാമ്പടിയേറ്റു. പുതിയോട്ടിൽ സുധീഷിന് വീട്ടുമുറ്റത്ത് പാമ്പടിയേൽക്കുകയാണ്. എസ്കേൻ ഇതിൽ ആത്യന്തികമായി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനകത്തേക്ക് പാമ്പ് കയറാതിരിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് മാത്രമാണ്. ഈ പറയുന്ന രീതിയിൽ ചുറ്റുമുള്ള ഏതെങ്കിലും വിധത്തിൽ പാമ്പ് കയറിക്കാൻ വള്ളിപ്പടപ്പുണ്ടെങ്കിൽ അത് മൊത്തം വെട്ടിമാറ്റുക. ഇപ്പൊ അതിൽ പൈസ നോക്കാതിരിക്കുക. വീട്ടിനുള്ളിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തില് ഒരു നവവധുവിന്റെ തലയിൽ നിന്ന് പാമ്പ് കൊത്തിയിട്ട്, അതായത് പൂക്കൂടക്കകത്ത് കീറുന്നതാണ്. പൂക്കൂടക്കകത്ത് പൂവിനകത്ത് ചെറിയ അണലി ചെറിയ സാധനം ഇരുന്നു. അത് കൊത്തി അത് മരിച്ചുപോയി. എന്റെ ഒരു സുഹൃത്തിന്റെ പറഞ്ഞു പേടിപ്പിക്കല്ല, പ്രിയപ്പെട്ട പ്രേക്ഷകർ വിചാരിക്കും നമ്മൾ ഈ പാമ്പിന്റെ കഥയിലാണ് പറഞ്ഞു. എന്റെ ഒരു സുഹൃത്ത് 3ാമത്തെ നിലയിൽ ഫ്ളാറ്റിൽ അകത്തിരിക്കുന്ന ഇൻഡോർ പ്ലാന്റിന്റെ ചുറ്റും പാമ്പിരുന്ന ഫ്ളാറ്റിന്റെ 3ാമത് നില വലിയ ചേരാ നല്ല അതെങ്ങനെ ഒന്നും ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പാമ്പ് എങ്ങനെയും ഇതുവഴിയും വരും. അതുകൊണ്ട് നമ്മൾ അഡീഷണൽ ജാഗ്രത എടുത്തേ മതിയാവുകയുള്ളൂ. അതിനുവേണ്ടി നമ്മുടെ വീടിൻ്റെ ഒരു സുരക്ഷാ ഓഡിറ്റ് വ്യക്തിപരമായി ചുറ്റും നടന്ന് പാമ്പ് ഏതെങ്കിലും കയറാൻ സാഹചര്യമുണ്ടോ, ഈ ജനലിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഈ പറഞ്ഞ മരങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കി അത് കർശനമായി വെട്ടിക്കളഞ്ഞാൽ മതിയാവുള്ളൂ. അതോടൊപ്പം തന്നെ ദിലീപ് സർപ്പാപ്പ് ചില യൂസർ പ്രശ്നങ്ങളുണ്ട്. അത് ഐഫോണിൽ കിട്ടുന്ന ഒരു ആപ്പല്ല എന്ന് പറഞ്ഞാൽ പോലും സാധാരണ ഫോണിൽ അത് ആകെ 35 GB ഉള്ള ചെറിയ ആപ്പാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ പറയുന്നതിൽ അടുത്തുള്ള ആശുപത്രി എവിടെയാണെന്നുണ്ട്, അതിൻ്റെ റൂട്ട് മാപ്പ് അതിലുണ്ട്, ആരെ വിളിക്കണമെന്നുണ്ട്, എല്ലാ വിവരമുള്ള ഒരു ആപ്പാണ്. ആപ്പ് മസ്റ്റായി ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ആവശ്യം വരാതിരിക്കട്ടെ. പക്ഷേ ആർക്കെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമുക്ക് ആപ്പ് ഒരു പക്ഷേ അയാളുടെ ജീവൻ രക്ഷാഉപാധിയെ മാറിയേക്കാം. ഓക്കെ, എന്തായാലും വളരെ ശ്രദ്ധിക്കുക. ഈ കടുത്ത ചൂട് അനുഭവപ്പെടുന്നു. പല വഴിയിലൂടെ നമ്മുടെ വീട്ടിനുള്ളിലേക്ക് പാമ്പ് കടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മാർഗങ്ങളെല്ലാം അടയ്ക്കുക. വളരെ എക്സ്ട്രാ കെയർ എടുക്കുക. രാത്രിയിലൊക്കെ പ്രത്യേകിച്ചും എന്തെങ്കിലും രീതിയിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ ടോർച്ചുമായിട്ട് തന്നെ പുറത്തിറങ്ങണം. അതുപോലെ കുട്ടികൾ ഇടുന്ന ഷൂ ഒക്കെ തീർച്ചയായിട്ടും ഇടുന്നതിന് മുമ്പ് തന്നെ ഷൂവിൽ എന്തെങ്കിലും കയറിയിരിപ്പുണ്ടോ എന്ന് പരിശോധിക്കണം. അപ്പോൾ ഈ ചൂട് സമയത്ത് പാമ്പിനെ മാളം വിട്ട് പുറത്തിറങ്ങേണ്ടി വരും, ഇര തേടി പോകേണ്ടി വരും. അപ്പോൾ ഈ പാമ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ശത്രുവായിട്ട് പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മുടെ ശരീരം സംരക്ഷിക്കേണ്ട ചുമതലയും മുൻകരുതലും നമ്മൾ എടുക്കുക തന്നെ വേണം. നമ്മളിന്ന് പശ്ചിമേഷ്യയിൽ ചില ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ഇറാൻ അമേരിക്ക 2ാം ചർച്ചയിൽ അനിശ്ചിതത്വം ഒഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പാകിസ്ഥാനിലെത്തി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയും സംഘവും ഇന്ന് പാക് പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ട് മടങ്ങിപ്പോയി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അമേരിക്കൻ സംഘവുമായി കഴിഞ്ഞ തവണ നടന്നതുപോലെ നേരിട്ടുള്ള ചർച്ചകൾക്ക് ഇറാൻ തയ്യാറായേക്കില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അമേരിക്കൻ സംഘം രാത്രിയോടെ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലെത്തും എന്ന് വൈറ്റ് ഹൗസ് പറയുന്നുണ്ട്. ഹോർമുസ് തുറക്കണം എന്ന കാര്യത്തിലും യുറേനിയം സമ്പുഷ്ടീകരണം പാടില്ല എന്നതിലും അമേരിക്ക വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും നാവിക ഉപരോധം തുടരുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. നമുക്ക് ഒരുപക്ഷെ ബി ദിലീപ് കുമാർ, ശരിക്കും അമേരിക്കൻ പ്രസിഡന്റ് വല്ലാത്ത പുലിവാലി പിടിച്ച പോലെയായി. കാര്യം ഹോർമോസ് കടലിടുക്കിൻ്റെ കാര്യത്തിൽ അദ്ദേഹം എത്ര നാവിക ഉപരോധം ഏർപ്പെടുത്തിയാലും ഇറാനുള്ളൊരു മേൽക്കൈ ഇല്ലാതാകുന്നില്ല. അതെ, എസ് കെ പറഞ്ഞതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തപ്പോഴല്ല ഈ ട്രംപ് പിടിച്ച പുലിവാലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ട്രംപ് ഇപ്പോഴും ആ നിലപാടിൽ നിൽക്കുന്നെങ്കിലും നേരത്തെയുള്ള കടുത്ത നിലപാടിൽ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും പിന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു പറയാറുണ്ടല്ലോ, ഈ 2 അടി മുന്നോട്ട് അല്ലെ 1 അടി മുന്നോട്ട് 2 അടി പിന്നോട്ട് എന്ന നിലയിലാണ് അമേരിക്ക ഈ വിഷയത്തെയെല്ലാം സമീപിക്കുന്നത്. ഇറാൻ ഇന്നിപ്പോൾ ഇസ്ലാമാബാദിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ നേതൃത്വത്തിൽ സംഘം ഇസ്ലാമാബാദിലെത്തി. അവിടെ പാകിസ്ഥാൻ ഭരണകൂടവുമായി ചർച്ച നടത്തിയിരുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, അവിടുത്തെ സൈനിക മേധാവി അസിം മുനീർ എന്നിവരുമായെല്ലാം ചർച്ച നടത്തി. ഈ ചർച്ചയിൽ ഇറാൻ
അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് അമേരിക്കൻ സംഘം ഇനി ഇസ്ലാമാബാദിലേക്ക് വരാനിരിക്കുന്നുണ്ട്. പ്രത്യേക പ്രതിനിധിയായ സ്റ്റീവ് വിറ്റ്കോഫും അതോടൊപ്പം ജെറാഡ് കുഷ്ണറും ഇസ്ലാമാബാദിലേക്ക് വരാനിരിക്കുകയാണ്. അപ്പോൾ വരാനിരിക്കുമ്പോൾ അവരോട് പറയേണ്ട കാര്യങ്ങളാണ് ഇറാൻ്റെ സംഘം ഇന്ന് അറിയിച്ചിട്ടുള്ളത്. ഇറാൻ ഇന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് വരികയാണെങ്കിൽ അത് ഇറാൻ പറയുന്ന നിലപാടുകൾ, ആ നിലപാടുകൾക്കനുസരിച്ച് മാത്രമേ ആ ഒത്തുതീർപ്പ് കരാർ കൊണ്ടുപോകാവൂ എന്ന നിലപാടാണ് ഇന്നിപ്പോൾ ഇറാൻ പാകിസ്ഥാനെ അറിയിച്ചിരിക്കുന്നത്. അമേരിക്കയെ അവരിനി ഇക്കാര്യം അറിയിക്കും. അവർ നേരിട്ട് ഏതായാലും ഇറാനും അമേരിക്കയും തമ്മിൽ അല്ല എസ്കേൻ, എനിക്ക് തോന്നുന്നത് ഈ രണ്ടാം ഘട്ട ചർച്ചയും ഏതാണ്ട് വഴിമുട്ടിയ സാഹചര്യം. വഴിമുട്ടി എന്ന് പറയുന്നത് അതിന്റെ സാങ്കേതിക അർത്ഥത്തിലല്ല. കാരണം എന്ന് വെച്ചാൽ ഇറാൻ ഒരടി പോലും തീരുമാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ നിലപാടിൽ നിന്ന് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുന്നില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം അമേരിക്കയെ അവർ വിശ്വസിക്കുന്നില്ല എന്നതാണ്. ഇപ്പോൾ നേരിട്ട് അമേരിക്കൻ സംഘവുമായി ഒരു ചർച്ചയ്ക്ക് ഇറാന്റെ പ്രതിനിധികൾ തയ്യാറുമല്ല. അതുകൊണ്ട് അവർ പറയുന്നത് പാകിസ്ഥാനെ മധ്യസ്ഥതയിൽ നിർത്തിക്കൊണ്ട് പാക് പ്രതിനിധി സംഘവുമായി നടത്തുന്ന ചർച്ച, അതിൽ ഞങ്ങളുടെ വ്യവസ്ഥകൾ പറയും, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയും, അത് അമേരിക്കയുമായി പിന്നീട് സംസാരിക്കൂ എന്ന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിട്ടുള്ളത്. ഹോർമൂസ് കടലിടുക്കിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും കൂടുതൽ സങ്കീർണമായി തന്നെ തുടരുന്നു. അവിടുത്തെ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഉണ്ടാവുന്ന ആക്രമണം, അമേരിക്കൻ നാവികസേന നടത്തിയിരിക്കുന്ന ഉപരോധം, ഇതിലൊക്കെ വിട്ടുവീഴ്ച വേണം എന്നത് ഇറാന്റെ നിലപാടാണ്. മാത്രമല്ല യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ കാര്യത്തിലും ഹോർമൂസിന്റെ കാര്യത്തിലുമൊക്കെ അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ, അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് ഇറാൻ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് യുദ്ധം പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു സാഹചര്യവും നിലവിൽ കാണുന്നില്ല. സമാധാന ചർച്ചകൾക്കുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ രണ്ട് ഭാഗത്തുനിന്നും ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ല. പക്ഷേ നേരത്തെ ദിലീപ് പറഞ്ഞതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു, ഇസ്രായേലിന് വേണ്ടി ഈ പണിയൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പോൾ പിൻവാങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇന്നലെ ഹോർമൂസ് കടലെടുക്ക് ഇറാൻ അടച്ചിട്ട് 50 ഡേയ്സ് 50 ദിവസം പൂർത്തിയായ ദിവസമാണ്. ഇന്ന് 51 ദിവസമാണ്. അമേരിക്ക പോലും ലോകരാജ്യം വിചാരിച്ചിട്ട് അത് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഏതെങ്കിലും ഒരൊറ്റ തവണ പോലും ഇറാൻ കീഴടങ്ങുന്ന രീതിയിൽ സമീപനം പോലും കാണിച്ച മാത്രമല്ല ഇറാന്റെ ആകാശമൊന്നും ആകാശ പെരുമഴ പോലെ മിസൈൽ പെയ്യുമ്പോഴും ഇറാൻ ആവശ്യത്തിൽ ഉറച്ചു നിന്നു. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഹോർമൂസ് ഇറാൻ അടച്ചു. അതിന് തൊട്ടിപ്പുറത്ത് അമേരിക്കൻ ഉപരോധം കൂടി ആകുമ്പോൾ ഓൾമോസ്റ്റ് ഹോർമൂസ് പൂർണ്ണമായി ക്ലോസ് ചെയ്ത അവസ്ഥയാണ്. ഏതായാലും ഇനി ആ ഹോർമൂസ് കടന്നു വരുന്ന ഇറാൻ കപ്പലുകൾ അമേരിക്ക തടയുന്നുണ്ട്, അല്ലാത്ത കപ്പലുകൾ ഇറാൻ തടയുന്നു. അങ്ങനെ ഹോർമൂസ് ഏതാണ്ട് 0% ട്രാഫിക്കിലേക്ക് അവിടെ പോകുന്നുണ്ട്. അത് ബാധിക്കാൻ പോകുന്ന ഇന്ധനവില എണ്ണവിലയാണ്. അപ്പോഴും ഇറാൻ അടിയുറച്ചു നിൽക്കുന്നു. മാത്രമല്ല ഇറാനെ കൂടി ബാധിക്കാൻ പോകുന്നു. ഇറാനിലും ഈ പറയുന്ന എണ്ണ കുഴിച്ചെടുത്ത് ശേഖരിക്കേണ്ട കപ്പാസിറ്റി തീർന്നുകൊണ്ടിരിക്കുന്നു. ഇറാനും ഇനിയിപ്പോൾ ഹോർമൂസ് അധികം അടച്ചിട്ട് അത്ര നല്ല സാഹചര്യം ഉണ്ടാവില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ ഇറാൻ വളരെ വ്യക്തമായി സന്നിഗ്ധമായി പറയുന്നു, അല്ലെങ്കിൽ വളരെ ക്ലിയറായി പറയുന്നു, ഏതെങ്കിലും ചർച്ചകൾ നടക്കുകയാണെങ്കിൽ അത് ഞങ്ങളുടെ ടൈം ലൈനിൽ ഞങ്ങൾ പറയുന്നിടത്ത് ഞങ്ങൾ പറഞ്ഞ ടേംസിൽ മാത്രമേ ഇത് പൂർത്തിയാവൂ എന്ന് അമേരിക്കയോട് പലയാവർത്തി പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നു. ഒറ്റ കാര്യം ഞാൻ അവസാനിക്കും. ഇറാൻ ഇപ്പോൾ പറഞ്ഞ ഒരുപക്ഷെ അണുബോംബിനേക്കാൾ കരുത്തുള്ള ആയുധം ഹോർമൂസ് കടലെടുക്ക് അവരുടെ കയ്യിലുണ്ട്. അതിന് താഴെ കൂടെ വലിയ ഇന്റർനെറ്റ് കേബിളുകൾ, കടൽ അണ്ടർസീ കേബിളുകൾ പോകുന്നു. അത് ഭീഷണി എന്ന് പറഞ്ഞാൽ IRGC പറയുന്നുണ്ട്, നിങ്ങൾ കൂടുതൽ പ്രശ്നമുണ്ടാക്കിയാൽ ഞങ്ങൾ അതിലേക്ക് ലക്ഷ്യം വെക്കും. അത് ലക്ഷ്യം വെക്കുകയാണെങ്കിൽ ലോകത്ത് ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ എന്ന അർത്ഥം. അത് മാരകമായ നാശമാണ്. അപ്പോൾ ഇറാന്റെ പക്കൽ ഇനിയും മാരകമായ തന്ത്രങ്ങളുണ്ട്, നേർക്കുനേരല്ലാത്ത ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട്. നല്ലതാവില്ല. അത്രേ യുദ്ധം അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അമേരിക്ക കൂടുതൽ തിടുക്കം കാണിക്കും എന്ന് തോന്നിപ്പിക്കുന്ന ചില കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് 2800 കോടി മുതൽ 3500 കോടി ഡോളർ വരെയാണ് ഇതുവരെ ഈ യുദ്ധത്തിന് വേണ്ടി ചെലവഴിച്ചതെന്നുള്ളതാണ്. അതായത് ഒരു ചെറിയ രാജ്യത്തിന് അവരുടെ സമ്പദ് വ്യവസ്ഥയെ നിലനിർത്താൻ ഈ പൈസ മതി, ഈ തുക മതി. അത്രയും സാമ്പത്തികമായ ബാധ്യത ഇതിനോടകം തന്നെ അമേരിക്ക വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ആയുധപ്പുരകളൊക്കെ കാലിയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. മറ്റ് ഇടങ്ങളിൽ വിന്യസിച്ചിരുന്ന സൈനികരെയും അതുപോലെ തന്നെ അവരുടെ ഈ ഉപകരണങ്ങളും ഒക്കെ ഇങ്ങോട്ട് ഈ ഏഷ്യയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു. അങ്ങനെ അമേരിക്ക നേരത്തെ സൂചിപ്പിച്ച പോലെ പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിൽ നിന്ന് എങ്ങനെ മറികടക്കും എന്നുള്ളതാണ്. Okay, thank you Ashmi Taj Ibrahim, thank you B. Dilip Kumar and Gopi Krishnan and Tanesh Thambi. ഇതോടെ ഇന്നത്തെ 24 ഗ്രാൻഡ് ഡിബേറ്റ് അവസാനിക്കുന്നു. ഇനി ഗ്രാൻഡ് ഡിബേറ്റ് നാളെ രാത്രി 7 മണിക്കാണ്. ഈ തത്സമയ സംപ്രേഷണം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് മണിയുടെ ടോൾക്കെ വിസ്താര സ്റ്റുഡിയോയിൽ നിന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.